കടന്നു വരുവാനായി ദൈവം എനിക്കൊരു അവസരം തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ നന്ദി പറയുകയും ചെയ്യുന്നു. ഞാൻ ഈ സഭയെക്കുറിച്ച് അധികം നാളായിട്ട് എനിക്കറിയാം. അലക്സാണ്ടർ സാറിൻ്റെ കാലം തൊട്ട് എനിക്ക് സഭയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ഞാൻ ICPF-ൽ കൂടെ വളർന്നു വന്ന ആളാണ്. ബീച്ചാനൊക്കെ എനിക്ക് വളരെ അടുപ്പമുള്ള ആൾക്കാർ തന്നെയാണ്. എങ്കിലും ഈ സഭയിലേക്ക് ഞാൻ ഇതുവരെ കടന്നു വന്നിട്ടില്ല. ഇന്ന് ഇവിടെ കടന്നു വരാനായിട്ട് എനിക്ക് പരിചയമുള്ള കുറച്ച് ആൾക്കാരുണ്ട്. പ്രിയ ജിജി എൻ്റെ അടുത്ത സ്നേഹിതനാണ്. ആൽബിനും അനറ്റും രണ്ടുപേരും ഞങ്ങളുടെ സഭയിലെ ഭാഗമാണ്. ഇന്ന് അതുപോലെ തന്നെ എബിനെയും സ്നേഹിതനെയും ഒക്കെ കാണുവാനും ദൈവം സഹായിച്ചു. എല്ലാവർക്കുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിന് നന്ദി പറയുകയും ചെയ്യുന്നു. എന്നെ ഈ മീറ്റിങ്ങിന് വേണ്ടി പ്രിയമുള്ളവർ ക്ഷണിച്ചപ്പോൾ ഞാൻ അവരോട് ചോദിച്ചൊരു കാര്യമുണ്ട്, എൻ്റെ ഫോക്കസ് എന്താണെന്നുള്ള കാര്യം. എനിക്ക് വളരെ സന്തോഷം തോന്നി. സാധാരണ ഉപവാസ പ്രാർത്ഥനകളുടെ ലക്ഷ്യമെന്ന് പറയുന്ന കുറേ വിടുതലുകളും കാര്യങ്ങളൊക്കെയാണ്. വിടുതലൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. empty number of deliverances we have enjoyed in our lives. നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളവരാണ്, നമ്മളുടെ കർത്താവങ്ങളിൽ പ്രാപിച്ചിട്ടുള്ളവരാണ്. പക്ഷേ ഫോക്കസ് തെറ്റിപ്പോകുവാനായിട്ട് ഇടയാകാനായിട്ട് പാടില്ല. പണ്ട് ഞങ്ങൾ വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുൻപ് ഞാനിപ്പോൾ എറണാകുളത്ത് സെറ്റിൽ ചെയ്തിരിക്കുന്ന കോട്ടയംകാരനാണ്. പക്ഷേ കുറേ കാലം ഞാൻ പാലക്കാടുണ്ടായിരുന്നു. പാലക്കാടുള്ള സമയത്ത് ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ഇവിടെ തുടങ്ങി. അന്ന് ഞാൻ ജാക്കബൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വന്നിരിക്കും. അന്ന് ഞാൻ വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ല. അന്ന് ഈ പ്രാർത്ഥനാ മീറ്റിംഗ് നടന്നു. കുറേ കാലം കഴിഞ്ഞ് ഓരോ പ്രോഗ്രാമുകളായി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞേ വന്നു കഴിഞ്ഞപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്നൊരു വല്യപ്പച്ചൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കുളിപ്പിച്ച് കൊച്ചില്ലാതാകരുതെന്ന് പറഞ്ഞു. അതുപോലെ സംഭവിച്ചു. ആ പ്രാർത്ഥനാ മീറ്റിംഗ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ തീർന്നു പോയി. ഫോക്കസ് മാറി. പലപ്പോഴും ദൈവസഭകൾക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം, നമ്മൾ എവിടെ തുടങ്ങിയെന്ന് കുറച്ച് കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കെന്നൊരു ബോധ്യം ഉണ്ടാവില്ല. നമ്മൾ തുടങ്ങിയതിൽ നിന്ന് വളരെയേറെ കാതങ്ങൾക്കപ്പുറത്താണ് പലപ്പോഴും നമ്മൾ ചെന്ന് അവസാനിക്കുന്നത്. ആദ്യം ഒരു ചെറിയ ഡീവിയേഷനായിട്ടൊക്കെ തോന്നും, അത് കുഴപ്പമില്ലെന്ന് നമുക്ക് തോന്നും. നമുക്കറിയാമല്ലോ, ട്രിവാൻഡ്രത്ത് നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നൊരു ഫ്ലൈറ്റ് ഡൽഹിക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൻ്റെ ആ വോയേജ് റൂട്ടിൻ്റെ ആ ഡയറക്ഷനിൽ നിന്ന് ഒരു 2 ഡിഗ്രി തുടക്കത്തിൽ മാറിയാൽ അത് ലാൻഡ് ചെയ്യുന്നത് ഡൽഹിയിലായിരിക്കില്ല, ബോംബെയിലായിരിക്കും. 2 ഡിഗ്രി മാറിയാൽ മതി. കാരണം അകലും തോറും ഈ ഡീവിയേഷൻ കൂടിക്കൊണ്ടിരിക്കും. കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കാത്ത ചില ഡെസ്റ്റിനേഷനുകളിലേക്ക് അത് എത്തുവാനിടയായിത്തീരും. അത് നമ്മൾക്ക് ഒരിക്കലും സംഭവിച്ചുകൂടാ. ഞാൻ ഇന്ന് ട്രെയിനിൽ രാവിലെ വരുമ്പോൾ എൻ്റെ അടുത്തിരുന്ന 2 പേരെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. 2 പേരും മെഡിക്കൽ ഡോക്ടേഴ്സാണ്, നല്ല പ്രായമുള്ള ആൾക്കാരാണ്. 2 പേരും ബിലീവേഴ്സുമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ബൈബിളൊക്കെ വായിച്ച് ഇവിടുത്തെ പ്രിപ്പറേഷൻ ഒന്ന് ഫൈനൽ ടച്ച് ചെയ്യാൻ വേണ്ടി ഇരുന്നുകൊണ്ട് ആദ്യം 1 മണിക്കൂർ ഞാൻ സംസാരിച്ചില്ല അവരോട്. അപ്പോൾ അവർ ചിന്തിച്ച് കാണും ഞാൻ ബൈബിളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് മുമ്പിൽ. പക്ഷെ അവർ ബിബ്ലിക്കലായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും ഞാൻ അവരെ തിരിഞ്ഞു നോക്കുന്ന പോലും ഇല്ല എന്നൊക്കെ അവർക്ക് ചിന്തിച്ച് കാണുമെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വളരെ സംസാരിക്കാനും വളരെ സോഷ്യലായിട്ട് ഇടപെടാനൊക്കെ തുടങ്ങി. അവരിൽ ഞാൻ കണ്ട വലിയൊരു കാര്യം, അവരെവിടെ എത്ര സ്പിരിച്വാലിറ്റിയിൽ ആരംഭിച്ചോ അതിനേക്കാൾ അഗാധമായി അവർ സ്പിരിച്വാലിറ്റി മുൻപോട്ട് കൊണ്ടുപോകുന്നുണ്ട്. വളരെ പ്രശസ്തനായൊരു ഡോക്ടറാണ്. അദ്ദേഹം ജോലിയൊക്കെ ഉപേക്ഷിച്ചു. 100 ചർച്ചുകളുണ്ട്. ചർച്ചിൻ്റെ പേര് വെച്ച് പറഞ്ഞു, ഞങ്ങൾ ഈ ചർച്ചിന് പേരിട്ടിട്ടില്ല. ഞാൻ പറയാം, എന്താ അങ്ങനെ? അതിൻ്റെ ആവശ്യം തോന്നിയില്ല. ഞാൻ രജിസ്ട്രേഷനൊക്കെ അതിൻ്റെയും ആവശ്യം ഇതുവരെ തോന്നിയിട്ടില്ല. 100 ചർച്ചുണ്ട്, രജിസ്ട്രേഷൻ ഇല്ല, സ്നാനങ്ങൾ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. ശവക്കോട്ടയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. നേരത്തെ ആരോണ്ട് കുഴപ്പമില്ല, ഇപ്പോൾ ബുദ്ധിമുട്ടാണ്. കാരണം രജിസ്ട്രേഷൻ ഇല്ല അവർക്ക്. മാരേജിൻ്റെ കാര്യം ഞാൻ ചോദിച്ചു, അത് ക്യാഷ്വലായിട്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു നമ്മൾ ബുദ്ധിമുട്ടില്ലല്ലോ, ഇപ്പോൾ എല്ലാം ഗവൺമെൻറ്റിലല്ലേ, നമ്മുടെ ചർച്ച് രജിസ്റ്ററിനൊന്നും വലിയ ആവശ്യമില്ലല്ലോ ഒഫീഷ്യലി, ഞങ്ങളത് കീപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഒരു കാര്യം എനിക്ക് അവരിൽ നിന്ന് സംസാരിച്ചപ്പോൾ മനസ്സിലായത്, അവർ തുടങ്ങിയിടത്തു നിന്ന് വ്യതിചലിച്ചിട്ടില്ല. ചുരുക്കം ആൾക്കാരെ മാത്രമേ അങ്ങനെ കണ്ടിട്ടുള്ളൂ. വളരെ സന്തോഷം തോന്നി. ഞാൻ നമ്പർ ഞാൻ അവർക്ക് കൊടുത്തപ്പം എനിക്ക് പരിചയമുള്ള എല്ലാവരെയും അവർക്കറിയാം, അവരുടെ പരിചയക്കാരെ എനിക്കും അറിയാം. അപ്പം വളരെ സന്തോഷം തോന്നി. ഞങ്ങളെ ബൈ പറഞ്ഞ് പോന്നപ്പോൾ എൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു തണുപ്പ് തോന്നി അവരെ കണ്ടപ്പോൾ. ജീവിതത്തിൽ എന്തിനെ വലുതായി കണ്ടോ അതിന്നും അവർക്ക് വലുത് തന്നെയാണ്. നമ്മളോട് തന്നെ ചോദിച്ച് നോക്കണം, നമ്മുടെ ജീവിതത്തിൽ വലുതായി കണ്ടതൊക്കെ ഇന്നും അത്രമാത്രം വലിപ്പമുണ്ടോ, അതോ അത്രയും വലിപ്പമില്ലയോ? ഈ ചോദ്യത്തിന് ഉത്തരം സഭയിലെ പാസ്റ്റർ നൽകേണ്ടതല്ല. മറ്റൊരു വ്യക്തിയും നമ്മളോട് പരിചയമുള്ളവരോ നമ്മുടെ ബന്ധുതയിലുള്ളവരോ ഭാര്യയോ ഭർത്താവോ മക്കളോ ഒന്നും പറയേണ്ടതല്ല. ഞാൻ എന്നോട് തന്നെ കൊടുക്കേണ്ട ഒരു ഉത്തരമാണത്. ഞാൻ തുടങ്ങിയിടത്ത് ഡെവലപ്മെൻറ്റ് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അവിടെ നിന്ന് താഴോട്ട് പോയിട്ടുണ്ടോ, മുകളിലേക്ക് പോയിട്ടുണ്ടോ, മിനിമം അവിടെ നിൽക്കാനെങ്കിലും ഉള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത് മുൻപോട്ടുള്ളൊരു തുടർ യാത്രയാണ്.
വളരെയേറെ വില കൊടുക്കേണ്ടതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ഇത്രമാത്രം ലാഘവത്വത്തോടു കൂടി കൊണ്ടുപോകേണ്ടതല്ല ക്രിസ്തീയ ജീവിതം. നമ്മൾ കൊടുക്കുന്ന ഞാൻ പ്രസംഗിക്കുന്നതോട് നിങ്ങളെക്കാൾ മെച്ചമാണെന്ന് ഒരിക്കലും ചിന്തിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പ്രസംഗിക്കുമ്പോൾ ഈ പ്രസംഗത്തിൻ്റെ ഉത്തരവാദി ഞാനായതുകൊണ്ട് ഞാൻ കൂടുതൽ റെസ്പോൺസിബിളാണ്. നമ്മളെ ഏൽപ്പിച്ച ദൈവികമായ ശുശ്രൂഷകളിൽ നിന്ന്, ശുശ്രൂഷകൾ എല്ലാ വ്യക്തികൾക്കും ഉണ്ട്, പാസ്റ്റർക്ക് മാത്രമല്ല ശുശ്രൂഷ എന്ന് പറയുന്നത്. നമ്മളെ ഏൽപ്പിച്ച ദൗത്യങ്ങളിൽ നിന്ന് നാം പുറകോട്ട് പോയിട്ടുണ്ടോ? നമ്മളെ ഏൽപ്പിച്ച ദൗത്യങ്ങൾക്ക് ദൈവത്തോടെ വിശ്വസ്തത പുലർത്തുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഈ ചോദ്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം വിലകെട്ട ഒരു സംഗതിയായിട്ട് മാറിപ്പോകും. ലോകത്തിൻ്റെ പ്രതാപങ്ങളുടെയും ലോകത്തിൻ്റെ പദവികളുടെയും ലോകത്തിൻ്റെ സ്ഥാനമാനങ്ങളുടെയും പുറകെ നമ്മുടെ മനസ്സ് അല്പം വ്യതിചലിച്ച് കഴിഞ്ഞാൽ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ലക്ഷ്യവും എല്ലാം അതായിരിക്കും. ഞാൻ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന 1980കളുടെ ആദ്യ കാലഘട്ടത്തിലാണ്, 1982-ലാണ്. അന്ന് 1980-ലാണ്. അന്ന് സംസാരിച്ചിരുന്ന കാര്യങ്ങൾ സഭയിൽ വന്നാൽ ദൈവദാസന്മാർ കണ്ടു കഴിഞ്ഞാൽ പരസ്പരം സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ എല്ലാം ദൈവികമായ ആത്മീയമായ കാര്യങ്ങളായിരുന്നു. അതല്ലാതെ ഒന്നും സംസാരിക്കാൻ ഉണ്ടായിരുന്നില്ല. ഏറ്റവും നിങ്ങൾക്കറിയാവുന്ന ഭാര്യാപുര യോഹന്നാച്ചൻ, അതുപോലത്തെ ശക്തന്മാരായ പ്രവാചകന്മാർ, അവരൊന്നും അനുഗ്രഹിക്കുന്ന വിടുതലിൻ്റെ ദൈവത്തെക്കുറിച്ച് പ്രവചിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. അവരെല്ലാം പറഞ്ഞത് ജീവിതത്തിൻ്റെ കറക്ഷനെക്കുറിച്ചായിരുന്നു, ദൈവത്തിന് വേണ്ടി നിൽക്കേണ്ടതിനെക്കുറിച്ചാണ്. എവിടെയൊക്കെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് ആ വ്യക്തിക്ക് മാത്രം അറിയാവുന്നത് പോലെ നമ്മുടെ ഹൃദയങ്ങളോട് സംവദിക്കുമായിരുന്നു. അതല്ലാതെ സംസാരമില്ല. ഞാൻ ഫേസ് സിറ്റി ചർച്ചിൻ്റെ മെമ്പറാണ് എറണാകുളത്തെ. അതിൻ്റെ തുടക്കകാലങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. 1987-88 കാലഘട്ടങ്ങളിൽ പ്രാർത്ഥന കഴിഞ്ഞാൽ, ആരാധന കഴിഞ്ഞാൽ, ഉച്ച കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞാൽ എല്ലാവരും അവിടെ തന്നെ ഇരിക്കുകയാണ്. ചോദ്യങ്ങളും ഉത്തരങ്ങളും ഡിസ്കഷനുമായിട്ട് കാര്യങ്ങൾ പോവുകയാണ്. അന്ന് PR ബേബിച്ചാൻ മുൻപുണ്ടായിരുന്ന MP ഐസക് എന്നൊരു പാസ്റ്ററായിരുന്നു ചാർജ് ഉണ്ടായിരുന്നത്. ഇന്നെന്നാൽ സംസാരം അതൊന്നുമല്ല. പിള്ളേരെവിടെയാണ്? PR ആയോ? എൻട്രൻസിൻ്റെ ഡേറ്റ് എങ്ങനെയാണ്? എന്നാണ് അതിൻ്റെ റിസൾട്ട് വരുന്നത്? A+ എല്ലാത്തിനും ഉണ്ടോ? ഷുഗർ എങ്ങനെയുണ്ട്? ഇതല്ലേ നമ്മളുടെ ഫസ്റ്റ് ഡിസ്കഷനെല്ലാം പോകുന്നത്. അതൊന്നും വലുതല്ലെന്നല്ല പറയുന്നത്, പക്ഷേ അത്രമാത്രം വലുതല്ലെന്ന് ഞാൻ പറഞ്ഞത്. നമ്മളുടെ ചിന്തകളും നമ്മളുടെ മനോവ്യാപാരങ്ങളുമെല്ലാം കുറച്ചും കൂടി ദൈവികമായിരിക്കണം, നിങ്ങളുടെ ആണെങ്കിലും എൻ്റെ ആണെങ്കിലും. അതാണ് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത്. ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായി സംസാരിക്കുന്നത്. അപ്പം ഈ ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പറയുന്നതിൻ്റെ ഇൻഡയറക്റ്റ് എക്സ്പ്ലനേഷൻ എന്താണെന്നറിയാമോ? ഹൃദയത്തിൽ നിറഞ്ഞ് കവിയുന്ന മുഴുവൻ വേറെ എന്തൊക്കെയാണ് നിറഞ്ഞിരിക്കുന്നത്. അത് കവിയുന്നതാണ് വായിലൂടെ പുറത്തു വരുന്നത്. അപ്പോൾ ഒരുപക്ഷെ ചോദിക്കും, ഇതൊന്നും ആവശ്യമില്ലെന്ന്. ഇതൊക്കെ ആവശ്യമാണ്. അത് നിങ്ങൾക്ക് ആവശ്യമാണെന്ന് അറിയുന്നതിനേക്കാൾ കൂടുതൽ സ്വർഗീയനായ പിതാവിനറിയാം. ആ പിതാവിനെ നമുക്കിപ്പോൾ വലിയ പരിചയമൊന്നുമില്ല. നമ്മുടെ ആവശ്യങ്ങൾ ഓരോന്നോരോന്നായി എണ്ണി പറയാതെ നമുക്ക് നൽകുന്നൊരു പിതാവിനെ നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ പറഞ്ഞില്ലെങ്കിൽ തരില്ലെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. നമ്മൾ ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് മേടിക്കണമെന്നാണ് പറയുന്നത്. എവിടെയാണ് ഇതിൻ്റെ അകത്ത് എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. പുതിയ നിയമത്തിൽ ആകപ്പാടെ ആവർത്തിച്ച് പ്രാർത്ഥിക്കുവാൻ വേണ്ടി മടുപ്പില്ലാതെ പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന ഒറ്റൊരു സന്ദർഭത്തിൽ മാത്രമാണ്. അതെവിടെയാണെന്നറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. ഇൻസിഡൻ്റാണത്. കർത്താവ് പറഞ്ഞൊരു ഉപമയോട് ചേർന്നാണത്. മടുത്തു പോകാതെ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു ഉപമ അവരോട് പറയുന്നുണ്ട്. ആരെക്കുറിച്ചാണ് പറയുന്നത്? ഒരു അനീതിയുള്ള ന്യായാധിപൻ്റെ കഥ. ഒരു വിധവ ചെന്ന് മുട്ടിപ്പോയിട്ട് അപേക്ഷിക്കുകയും ഉത്തരം നൽകാതിരിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പം അതിനെക്കുറിച്ചൊരു എക്സ്പ്ലനേഷൻ. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ബൈബിൾ വായിക്കുമ്പോൾ ആ വാക്യത്തിന് മുൻപും പിൻപും വായിക്കണം. ഏത് കോണ്ടെക്സ്റ്റിലാണ് കർത്താവ് സംസാരിക്കുന്നത്? കർത്താവിൻ്റെ വരവിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് നമുക്ക് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കാം, ആകാംക്ഷയോടെ പ്രാർത്ഥിക്കാം, മടുപ്പില്ലാതെ പ്രാർത്ഥിക്കാം. ബാക്കി കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് ജാതികൾ ജൽപ്പനം ചെയ്യുന്നത് പോലെ നിങ്ങൾ ജൽപ്പനം ചെയ്യരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയല്ലേ മത്തായി സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ജാതികൾ ജൽപ്പനം ചെയ്യുന്നത് പോലെ നിങ്ങൾ ജൽപ്പനം. 6-ാമത്തെ അധ്യായം മത്തായി സുവിശേഷം. ഏഴാമത്തെ വാക്യം, 6:7. വായിച്ചോ? അറിയുന്നുവല്ലോ. ആ വാക്കുകളൊക്കെ ശ്രദ്ധിച്ച് നോക്കിയേ. നമ്മുടെ ബൈബിളിൽ തന്നെയുള്ള വാക്കുകളല്ലേ ഇതൊക്കെ? പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുകയിൽ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. യു ഷുഡ് നോട്ട് ഗോ ഫോർ മിയർ റിപ്പീറ്റേഷൻ. ആവർത്തിച്ച് പ്രാർത്ഥിക്കാൻ പോകരുത്. നമുക്ക് ബുദ്ധിമുട്ടാണ് അതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ, അല്ലേ?
പിന്നെ ഞാൻ പറയുന്നത് നമുക്ക് അവിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ, വിശ്വാസക്കുറവാണെങ്കിൽ ആവർത്തിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് ഒന്നും വഴക്കൊന്നും പറയത്തൊന്നുമില്ല. പക്ഷേ അത് നമ്മുടെ അവിശ്വാസത്തിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ് ആവർത്തിച്ചുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇവിടെ പറയുകയാണ്, നിങ്ങൾ ജാതികൾ ചെയ്യുന്നത് പോലെ ജൽപ്പനം ചെയ്യരുത്, റിപ്പീറ്റ് ചെയ്യരുതെന്നാണ് പറയുന്നത്. നിങ്ങൾ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ബുദ്ധവിഹാരങ്ങളുണ്ട്, ബുദ്ധിസ്റ്റ് മോണസ്ട്രീസ്. അവിടെ പോകുമ്പോൾ 2-3 കാര്യങ്ങൾ നിങ്ങളുടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും. അതായത് അങ്ങോട്ട് കയറിപ്പോകുന്ന ഇടങ്ങളിലെല്ലാം 2 സൈഡിലും ഡ്രംസ് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഡ്രമ്മുകളാണ്. ആ ഡ്രമ്മിൽ ഇങ്ങനെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം താഴത്തുനിന്ന് ഇങ്ങനെ കയറിപ്പോൾ ഒരു 10-500 ഡ്രം ഇങ്ങനെ കാണും. ഇങ്ങനെ ഡ്രം എന്ന് പറഞ്ഞാൽ നടുവിൽ ഒരു ആക്സിലൂടെ ഒരു കമ്പിയും അതിൻ്റെ ചുറ്റും ഒരു മരത്തിൻ്റെ ഒരു ഡ്രമ്മും. തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് കറങ്ങും. അപ്പം താഴത്തുനിന്ന് കയറി പോകുന്ന ആൾക്കാരെ താഴത്തുനിന്ന് പോകുമ്പോൾ കൈ ഇങ്ങനെ തൊട്ടാ പോകുന്നത്, ഇങ്ങനെ കൈ പിടിച്ചോണ്ട് നടത്ത് കയറി പോകുന്നത്. ഇതിങ്ങനെ കയറിപ്പോയിട്ട് അങ്ങ് മുകളിൽ ചെല്ലുമ്പോഴും ആദ്യത്തെ ഡ്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. നല്ലപോലെ ഓയിലിട്ടിരിക്കുന്ന അതിൻ്റെ ആ ആക്സിസിൻ്റെ അകത്തൂടെ. അതുപോലെ നിറച്ച് കൊടിതോരണങ്ങൾ കാണാം. അവിടെ എല്ലാ ഇടങ്ങളിലും കൊടിതോരണങ്ങൾ കാണാം. അതിലെന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. അതിങ്ങനെ കാട്ടിലിങ്ങനെ ഇളകി ആടും. ഇതെന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? ഓരോ പ്രാവശ്യവും ഡ്രമ്മ് കറങ്ങുമ്പോൾ നമ്മളെ തൊട്ടത് നമ്മുടെ പ്രാർത്ഥന ആ ഡ്രമ്മിൽ എഴുതി വെച്ചിട്ടുണ്ട് ആവശ്യങ്ങളൊക്കെ, വിവിധമായിട്ടുള്ള ആവശ്യങ്ങൾ. അത് കറങ്ങുന്ന അത്രയും പ്രാവശ്യം ഓളി ചെല്ലുമെന്നവർ വിശ്വസിക്കുന്നത്. ഈ കൊടിതോരണങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്ന പ്രാർത്ഥനകളെല്ലാം ആ കൊടികൾ ഇളകുന്ന ഓരോ ഇളക്കത്തിലും സ്വർഗത്തിലേക്ക് ഇല്ലെന്നവർ വിശ്വസിക്കുന്നത്. പ്രാർത്ഥനകൾ സ്വർഗമാണ്. അവർക്ക് അത്ര വലിയ ദൈവത്തിൽ അത്ര വിശ്വാസമില്ലാത്ത ഗ്രൂപ്പാണ് ബുദ്ധിസ്റ്റ് എന്നറിയാമല്ലോ. എന്തായാലും പ്രാർത്ഥനകൾ ഉയരുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതിനെക്കുറിച്ച് തന്നെ എവിടെയും പറഞ്ഞിരിക്കുന്നത്. ആവർത്തിക്കുന്നത് എപ്പോഴാണ്? വിശ്വാസമില്ലാത്തപ്പോഴല്ലേ. നമ്മളുടെ അപ്പൻ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള നമ്മുടെ ഭർത്താവ്, നമ്മുടെ ഭാര്യ, ഭർത്താവിനെന്ന് കൂട്ടിക്കും. നമ്മുടെ പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ നമ്മുടെ ഭർത്താവ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആണെങ്കിൽ നമ്മൾ എന്തിനെക്കുറിച്ചെങ്കിലും ഭാരപ്പെടുമോ? രാവിലെ പറയാം, അച്ഛാ ഇന്നൊരു കാര്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ അപ്പം തന്നെ വിളിച്ച് ആൾക്കാരെ ഏർപ്പാട് ചെയ്തിരിക്കും. വൈകുന്നേരം അല്ല, 4 മണിയല്ല, ഉച്ചയാകുമ്പോഴത്തെ സായം നടത്തിയിരിക്കും. നമുക്കറിയാം. നമ്മൾ ആവർത്തിച്ച് പറയില്ല. കാരണം നമുക്കൊരു ബോധ്യമുണ്ട്, ആരാണ് എൻ്റെ ഭർത്താവ്? ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററാണ്. നമ്മൾ കർത്താവാണ്, രാജാവാണ്, കർത്താവാണ്, അമർത്യതയുള്ളവനാണ്, ഓംനി പൊട്ടൻ്റാണ്, ഓംനിഷ്യൻ്റാണ് ഒക്കെ നമ്മൾ ആഞ്ഞ് കീറി പാടുകയൊക്കെ ചെയ്യും. പക്ഷേ കാര്യത്തോടെ എടുക്കുമ്പോൾ നമുക്ക് യാതൊരു ബോധവും ഇല്ല. ദൈവം ഉണ്ടോ എന്ന് തന്നെ സംശയം നമുക്ക്. അവിടെയാണ് പ്രശ്നം. പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികൾ ചെയ്യുന്നവൾ ജൽപ്പനം ചെയ്യരുത്. അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നവർ കരുതുന്നു. 10 പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമെന്ന് അവർക്ക് തോന്നുന്നു. നിങ്ങൾ അങ്ങനെ ആകരുത്. അടുത്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുൻപേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. നമുക്ക് നമ്മുടെ ഭർത്താവിനോട് അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അപ്പനോട് നമ്മൾ പറയണം. പക്ഷെ ഇത് പറയണ്ടെന്ന് അപ്പൻ അറിയാമെന്ന്. നമുക്ക് ആ ദൈവത്തെ ഒരു പരിചയമില്ല. ആ ദൈവത്തെ നമുക്ക് വലിയ പരിചയമില്ല. ആ ദൈവത്തോടുള്ള പരിചയമാണ് ആത്മീയതയുടെ അളവുകോലെന്ന് പറയുന്നത്. ആ കർത്താവിനോടുള്ള സ്നേഹവും ആദരവും അവനുള്ള ആ കോൺഫിഡൻസുമാണ് ആത്മീയതയുടെ ആഴമെന്ന് പറയുന്നത്. അത് നമ്മൾ ഓരോരുത്തരും വളർത്തിയെടുക്കണം. അത് ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. ഓരോ ദിവസവും കഴിയുന്തോറും ഈ ദൈവം എത്ര വലിയവനാണെന്ന് ഒരു തോന്നലുണ്ടാവണം. നമ്മൾ എത്ര ചെറിയവരാണെന്നൊരു തോന്നലുണ്ടാകണം. കൃപയെക്കുറിച്ച് ഞാൻ മുകളിൽ വന്നപ്പം പാട്ടൊക്കെ കുഞ്ഞുങ്ങൾ പാടുന്നതും കേട്ടു. എത്ര മനോഹരമായ പാട്ടായിരുന്നു. കൃപ മാത്രമാണ് നമുക്ക് ആശ്രയമായിട്ടുള്ളത്. നമ്മുടെ എല്ലാ മെറിറ്റ്സും, നമ്മുടെ എല്ലാ ക്വാളിഫിക്കേഷൻസും, നമ്മുടെ എല്ലാ ആരോഗ്യത്തിൻ്റെതായിട്ടുള്ള നല്ല ഫിറ്റ്നസ്സും എല്ലാം അസ്ഥാനത്താകുമ്പോഴും സഹായിപ്പാൻ കെൽപ്പുള്ളവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. ആ തിരിച്ചറിവ് നമ്മളെ എളിമയിൽ നിന്ന് എളിമയിലേക്ക് കൊണ്ടുപോകണം. ആ തിരിച്ചറിവ് നമ്മളെ ഒന്നും കൂടെ നമ്രതയുള്ളവരാക്കി മാറ്റണം. അല്ല എന്നുണ്ടെങ്കിൽ ക്രിസ്തീയ ജീവിതം കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. കല്യാണം നടത്തി കിട്ടും, മാമോദീസ നടത്തി കിട്ടും, ശവടക്കിന് ആളും വരും. അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട. അതൊക്കെ മതി. തൽക്കാലത്തേക്ക് ഇവിടുത്തെ ജീവിതത്തിന് അതൊക്കെ മതി. കാരണം ദൈവത്തെക്കുറിച്ച് പൂർണ്ണമായ ബോധ്യമില്ലാത്തൊരു വ്യക്തിക്ക് ഇവിടുത്തെ സോഷ്യൽ നീഡ്സൊക്കെ നടന്നു കിട്ടിയാൽ മതി. പിന്നെ ദൈവമുണ്ടെന്നൊരു ബോധ്യവും പ്രാർത്ഥിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഉത്തരം കിട്ടുന്നു. മിക്കതിനും കിട്ടത്തൊന്നുമില്ല. കിട്ടുന്നതിനെക്കുറിച്ചൊക്കെ പൊലിപ്പിച്ച് സാക്ഷിയൊക്കെ പറഞ്ഞ് നമുക്കങ്ങനെ ആനന്ദിച്ചങ്ങ് പോകാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തായാലും നമ്മൾ നനച്ചിറങ്ങിയവരാണ്. കുളിച്ച് കയറാനായിട്ട് തന്നെ നമ്മൾ ആഗ്രഹിക്കണം. നന്നായി ക്രിസ്തീയ ജീവിതം ഞാനും നിങ്ങളും വളരെ ആത്മാർത്ഥതയോടെ മുൻപോട്ട് കൊണ്ടുപോകണമെന്ന് തന്നെയാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞാനിത് പറയാൻ വേണ്ടി വന്നതല്ല. തുടക്കത്തിൽ എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവം നമ്മളെ ഐശ്വര്യമായിട്ട് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഞാനിന്ന് നേരത്തെ ചിന്തിച്ചൊരു ഭാഗമാണ്. എങ്കിലും ഞാൻ ട്രെയിനിൽ വരുമ്പോൾ ഒന്നും കൂടെ ഇന്നലെ രാത്രിയിലും
ട്രെയിനിൽ വരുമ്പോൾ ഒന്നും കൂടെ ചിന്തിച്ചു. ആ ഭാഗങ്ങളൊക്കെ നമുക്ക് പെട്ടെന്നൊന്ന് ചെറുതായിട്ടൊന്ന് ചിന്തിക്കാം. നമുക്കൊരു വേദവചന ഭാഗം വായിക്കാം. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 20-21 വാക്യങ്ങൾ. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം. അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട് ക്രിസ്തു എൻ്റെ ശരീരത്തിങ്കൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. മതി. നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദവചന ഭാഗമാണത്. ഞാൻ പലപ്പോഴും ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കുന്നത്, ബൈബിളിലെ ഇങ്ങനെ ആഴമേറിയ ഗഹനമായ അനേക വാക്യങ്ങൾ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ പിന്നെ വായിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. കാരണം അതിൻ്റെ വില കൊടുക്കണമെന്നുള്ളത് കൊണ്ടാണ്. ഞാൻ വിശ്വാസി വന്നപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു സഹോദരൻ, ഇന്നും അവൻ്റെ ഭൃത്യൻ തന്നെയാണ്. എൻ്റെ സ്കൂൾ കാലഘട്ടങ്ങളിൽ തന്നെ സ്നേഹിതനായി ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ്. ഒരു പ്രാവശ്യം ഞാൻ പുതിയ നിയമത്തിലൊരു വാക്യം വായിച്ച് അതിൻ്റെ എക്സ്പ്ലനേഷൻസ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ എന്നോട് പറഞ്ഞു, ചേട്ടാ അതൊന്നും വായിച്ച് പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു. ക്രിസ്തു യേശുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ശരീരത്തിൽ അവൻ്റെ സഭയ്ക്ക് വേണ്ടി ഞാൻ പൂരിപ്പിക്കുന്നുള്ള വാക്യം വായിച്ച് അതൊന്നും വായിച്ച് പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു. ശരിയാണത്. ആ വാക്യം വായിച്ച പ്രശ്നമാവും. ഞാൻ ശരീരത്തിൽ വ്യഥകൾ സഹിക്കാനായിട്ട് ഞാൻ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കണം സഭയ്ക്ക് വേണ്ടിയിട്ട്. ഞാൻ രോഗിയായവന് വേണ്ടി ഞാൻ രോഗിയാകാനായിട്ട് തയ്യാറാകണം. ആക്കുമ്പോൾ കേൾക്കുന്ന പോലും ഇഷ്ടമില്ലല്ലേ. വിടുതലിന് വേണ്ടി നമ്മൾ നെട്ടോട്ട് ഓടുമ്പോഴാണ് വേറൊരു രോഗത്തിന് ആ രോഗം എൻ്റെ മേൽ വേണേൽ വന്നോട്ടെ എന്ന് പറഞ്ഞുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡോടുകൂടി അവനോട് പ്രാർത്ഥിക്കാനായിട്ട് എന്ന് പറയുന്നത്. ഇതും അതുപോലെയുള്ളൊരു വാക്യമാണത്. പറയുകയാണ്, ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ, മുകളിലത്തെ ഭാഗം ഒന്ന് വായിക്കാൻ നമുക്ക് സമയമില്ല. ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട് ക്രിസ്തു എൻ്റെ ശരീരത്തിങ്കൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവാണ്, മരിക്കുന്നത് ലാഭമാണ്. അതായത് വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, എനിക്ക് ജീവിക്കുന്നതും മരിക്കുന്നതും ഒറ്റ ഒരാഗ്രഹത്തിന് വേണ്ടിയാണ്. ജീവിക്കുന്നത് കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി, മരിക്കുന്നത് കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി. ഇതൊരു ആത്മീകമായിട്ടുള്ളൊരു ചൈതന്യം ഉണ്ടാകേണ്ടതിനായി നടത്തുന്ന ഉപവാസ പ്രാർത്ഥനയാണല്ലോ. ഒരുപക്ഷെ ഈ മരണമെന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയൊക്കെ തോന്നുന്നു വരും അല്ലേ. ആരെങ്കിലും ഹോസ്പിറ്റലാന്ന് പറയുമ്പോൾ അവർ എല്ലാവർക്കും എന്നെ വാട്സാപ്പ് അയക്കുന്നു, ഗ്രൂപ്പിലിരുന്ന് പ്രാർത്ഥിക്കുന്ന അച്ഛൻ ICUവിലാണ്. ഇത്ര പേടിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മളെന്തായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വിട്ടു പിരിഞ്ഞ് എനിക്ക് ഇപ്പോൾ അങ്ങോട്ട് പോകണം, പ്രിയനെ എനിക്ക് നിന്നെ കാണാൻ ഭയങ്കര മനസ്സാണെന്നൊക്കെ പറയുന്ന നമ്മൾ ICU എന്ന് കേൾക്കുമ്പോൾ എന്നെ ഞെട്ടി വരയ്ക്കുന്നത് എന്തിനാ? അപ്പോൾ പറയുന്നത് വെറും പോഴത്തരമല്ലേ, വെറും കള്ളത്തരമല്ലേ നമ്മൾ പറയുന്നത് മുഴുവൻ? അതൊക്കെയാണ് ഈ വാക്യങ്ങൾ വായിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ, മരണത്തെ ഭയക്കാത്തവൻ മറ്റൊന്നിനെയും ഭയക്കില്ല. ക്രിസ്തീയ പോരാളികളുടെ വിശുദ്ധന്മാരുടെ ജീവിതത്തിൻ്റെ മുഖമുദ്രയായിരുന്നു അവർ മരണത്തെ ഭയപ്പെട്ടിരുന്നില്ല. പൗലോസ് തുറന്നുള്ള വാക്യങ്ങളിൽ പറയുന്ന, അടുത്ത വാക്യങ്ങൾ പറയുന്നുണ്ടല്ലോ, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ആയിരിക്കുന്ന എനിക്ക് ഏറെ ഇഷ്ടം, അത് അത്യുത്തമമല്ല. അങ്ങനെയൊക്കെ പറയുന്ന ചുമ്മാ പാഴ്വാക്കും ഭംഗിവാക്കുമല്ല. അവർ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശുദ്ധന്മാർ, ആദിമ സഭയിലെ വിശുദ്ധന്മാർ പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഞങ്ങൾ കർത്താവിനോട് ഏറ്റവും ചേർന്നിരിക്കണം എന്നുള്ള ഞങ്ങളുടെ ആഗ്രഹം. അതിന് ജീവിതം തടസ്സമാണെങ്കിൽ ഇപ്പം അങ്ങോട്ട് പൊക്കോട്ടെ എന്ന് പറയുന്ന ജീവൻ. നമുക്കങ്ങനെ പറയാൻ പറ്റുമോ? നമുക്കങ്ങനെ പറയാൻ പറ്റുമോ? നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. കർത്താവെ, നീയുമായിട്ടുള്ള ആ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിന് എൻ്റെ ജീവിതവും ജീവനുമാണ് തടസ്സമെങ്കിൽ അത് നീ അങ്ങ് തിരിച്ചെടുക്കണമെന്ന് പറയാനുള്ള ഒരു തൻ്റെ ഇടം നമുക്കുണ്ടോ? അവിടെയാണ് ഈ വാക്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്വർത്ഥമാകുന്നത്. ജീവനാലാകട്ടെ മരണത്താലാകട്ടെ ഇപ്പോഴെന്ന പോലെ എപ്പോഴും യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൽ മഹിമപ്പെടുകയുള്ളൂ ഞാൻ പ്രത്യാശിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഒരു പക്ഷേ ഒറ്റ നിമിഷം കൊണ്ട് നമുക്കിങ്ങനെയൊന്നും ജീവിക്കാൻ പറ്റത്തില്ലായിരിക്കാം. ഒന്ന് ആഗ്രഹിച്ചുകൂടെ? ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന നില ഒന്ന് ആഗ്രഹിച്ചുകൂടെ? ദൈവമേ, ഇതുപോലെയൊക്കെ ജീവിക്കുവാൻ ആവശ്യമായിട്ടൊരു ദൈവകൃപ നീ എൻ്റെ മേൽ പകരണമെന്ന് നമുക്കൊന്ന് പറഞ്ഞുകൂടെ? അവിടെയാകട്ടെ നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് വെക്കുന്നത്. ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാൻ, അവൻ ആഗ്രഹിക്കുന്ന നിലകളിലേക്ക് കയറി നിൽക്കുവാൻ, അവൻ പറയുമ്പോൾ മാറി നിൽക്കുവാൻ. നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഇപ്പോൾ എല്ലാവരുടെയും ഇൻ്റർനെറ്റും ഒക്കെ ഉണ്ടല്ലോ. മെത്തഡിസ്റ്റ് ചർച്ചിൻ്റെ കവനൻ്റ് പ്രെയർ എന്ന് അടിച്ചു നോക്കണം. ജോൺ വെസ്ലി അഡോപ്റ്റ് ചെയ്ത ഒരു ഭാര്യയും ഭർത്താവും എനിക്ക് തോന്നുന്നു അവർ പ്രാർത്ഥിച്ചതോ പ്രാർത്ഥിക്കാൻ എഴുതി വെച്ച ഒരു പ്രാർത്ഥനയാണ് കവനൻ്റ് പ്രെയർ, മെത്തഡിസ്റ്റ് ചർച്ചിൻ്റെ. ആ പ്രാർത്ഥന അന്വർത്ഥമായാൽ നമ്മുടെ ജീവിതം ഭയങ്കര സമാധാനം നിറഞ്ഞതായിരിക്കും. അല്ലാതെ അതിൻ്റെ രത്നച്ചുരുക്കം ഇങ്ങനെയാണ്: കർത്താവെ, ഞാൻ എന്നെ നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നതാണ്.
നിൻ്റെ ഇഷ്ടപ്രകാരം നിനക്കെന്നെ ഉപയോഗിക്കാം, നിനക്കെന്നെ ഉപയോഗിക്കാം, നിനക്കെന്നെ മാറ്റിവെക്കാം, നിനക്കെന്നെ ഉയർത്താം, നിനക്കെന്നെ താഴ്ത്താം, നിനക്കെന്നെ ബഹുമാനിക്കാം, നിനക്കെന്നെ നിന്ദിക്കാം. നീ എന്ത് ചെയ്താലും ഞാൻ സമ്പൂർണ്ണ സംതൃപ്തനായിരിക്കും. അതിനായി ഞാൻ തന്നെ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സ്വർഗത്തിലും ഭൂമിയിലും എന്നേക്കും സ്ഥിരമായിരിക്കട്ടെ. പ്രാർത്ഥിക്കാൻ പാടാ. നമ്മൾ നമ്മളുടെ ഉയർച്ചയ്ക്കായി, നമ്മുടെ ജോലിയുടെ അഡ്വാൻസ്മെൻറ്റ്സിനായി, നമ്മളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനായി ഉയർച്ചകളായി മാത്രം പ്രാർത്ഥിക്കൂ. അതിനുവേണ്ടി മാത്രം പ്രാർത്ഥിക്കുമ്പോൾ ഇവിടുന്ന് ഒരാൾ പറയുകയാണ്, നിനക്കെന്നെ ഉയർത്താം, നിനക്കെന്നെ താഴ്ത്തി വയ്ക്കാം. ഒരു കാര്യം നാം മനസ്സിലാക്കണം, ദൈവം ഉയർത്തുന്ന ഉയർച്ച നല്ലതാണ്, ദൈവം താഴ്ത്തുന്ന താഴ്ചയും അതുപോലെ ഉന്നതമാണ്. ദൈവം താഴ്ത്തുന്ന താഴ്ചകൾക്ക് ഒരു വിജയത്തേക്കാൾ 10 മാറ്റ് തിളക്കം കൂടും. അത് തിരിച്ചറിയാതെ പോകുന്ന ഭോഷരാണ് നമ്മൾ വിചാരിക്കുന്നത് ഈ ലോകപ്രകാരമുള്ള നേട്ടങ്ങൾ മാത്രമാണ് നേട്ടങ്ങളെന്നാണ്. അല്ല. ജീവിതത്തിലെ ദൈവ പൈതലിൻ്റെ ജീവിതത്തിലെ പരാജയങ്ങൾക്ക്, ആത്മീയ ജീവിതത്തിലെ പരാജയങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഭൗതികമായ ജീവിതത്തിൽ ശാരീരികവും മാനസികവും ആത്മീകമായും ഒക്കെ ഉന്നമനത്തിലേക്ക് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, ദൈവം നിശ്ചയിക്കുന്ന ആ ഇടങ്ങളിലെ തകർച്ചകളും ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ആ ഒരു തിരിച്ചറിവാണ് ആത്മീയതയിലേക്ക് നമ്മളെ വളർത്തുന്നത്. അപ്പോൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമുക്ക് പരിഭവം ഉണ്ടാവില്ല. ഞാൻ എപ്പോഴും യങ്സ്റ്റേഴ്സുമായിട്ട് സംസാരിക്കാൻ പറഞ്ഞൊരു ഉദാഹരണമുണ്ട്. നിങ്ങളും ട്രിവാൻഡ്രം സിറ്റിയിലാണല്ലോ. ഇവിടെ നിറച്ച് സിഗ്നൽ ലൈറ്റ്സ് ഉണ്ട്. ഈ സിഗ്നൽ ലൈറ്റുകൾ, ഞാൻ മിക്കവാറും എറണാകുളം, ഞാൻ ടൗണിൽ തന്നെ താമസിക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ വലിയ പാടാണ്. ഞാൻ ഇറങ്ങുമ്പോൾ മിക്കവാറും റെഡ് ലൈറ്റാണ്. എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് റെഡ് ലൈറ്റ്. അങ്ങനെ കെട്ടിക്കിടന്ന് താമസിച്ചൊക്കെ മിക്ക സ്ഥലങ്ങളിലും ചെല്ലുന്നത്. ഒന്നാമത് ഞാൻ കുറച്ച് വൈകി ഇറങ്ങുന്ന ആളും കൂടിയാണ്. അപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് വലിയ പരിഭവമാണ്, കറക്റ്റ് സമയത്ത് ഇറങ്ങത്തുള്ളൂ, അതുകൊണ്ട് നമ്മൾ കറക്റ്റ് എത്താത്തെന്നൊക്കെ പറയും. അപ്പോൾ എൻ്റെ കൂടെ റെഡ് ലൈറ്റും കൂടി ആകുമ്പോൾ നമുക്ക് ആകെ വിഷമമാണ്. അപ്പം അന്ന് അവിടുത്തെ എറണാകുളം ഡിസ്ട്രിക്ട് കളക്ടർ പരിചയം ഉണ്ടെന്നിരിക്കട്ടെ, അദ്ദേഹം ഞാൻ പറയുന്നത് കേൾക്കുന്ന ഒരാളാണെന്നിരിക്കട്ടെ, സാറേ ഞാൻ രാവിലെ 8 മണിക്ക് അങ്ങോട്ട് പോകുമ്പോഴേ ഈ 8:30 വരെ ആ റെഡ് ലൈറ്റ്സ് ഒന്നും കത്തിക്കല്ലേ, ട്രാഫിക്കൊക്കെ ആ യെല്ലോ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി, അപ്പോൾ ആൾക്കാർക്ക് പോകാമല്ലോ. എനിക്ക് മറൈൻ ഡ്രൈവ് വരെ പോകണം, 5 കിലോമീറ്ററേ ഉള്ളൂ. ഞാൻ പലരും താമസിക്കുന്നത് ബൈപ്പാസിൽ. അത്രയും ദൂരം ഒന്ന് പോകാനായിട്ട് എനിക്ക് പെട്ടെന്ന് എത്താൻ പറ്റുമല്ലോ എന്ന് ഞാൻ പറഞ്ഞു എന്നും അയാളതങ്ങ് സമ്മതിച്ചു എന്നും ഇരിക്കട്ടെ. ഞാനിതുപോലെ തന്നെ പിറ്റേ ദിവസം സന്തോഷത്തോടെ 8 മണിക്ക് വീട്ടിൽ നിന്ന് വണ്ടി ഇറക്കുകയാണ്. എന്താ സംഭവിക്കുക? ഞാൻ വീട്ടിൽ നിന്ന് ബൈപ്പാസിൽ കയറില്ല, തലങ്ങും വിലങ്ങും ബ്ലോക്കായിരിക്കും അല്ലേ. കാരണം എന്താ? ഈ റെഡ് ലൈറ്റ് കത്താത്തത് കൊണ്ട്, മഞ്ഞ ലൈറ്റ് കത്തിക്കിടക്കുന്നതുകൊണ്ട് ഉള്ള ജംഗ്ഷനുകളിലെല്ലാം ഉള്ള വണ്ടികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കയറും. ഞാൻ ഒരിക്കലും ലക്ഷ്യസ്ഥാനത്തെത്തില്ല. അപ്പോൾ എന്നെ ലക്ഷ്യസ്ഥാനത്തെത്തുന്നത് പച്ചയാണോ മഞ്ഞയാണോ ചുവപ്പാണോ? ശരിക്കും പറഞ്ഞാൽ ചുവപ്പാണ്. നമ്മൾ ചിന്തിക്കുന്ന അപ്പുറത്താണ് ലോകത്തിലെ തന്നെ പല കാര്യങ്ങളും. ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ഇത് ചോദിച്ചുകൊണ്ട് നിങ്ങളത് ചിലപ്പോൾ ഉത്തരം ചിലപ്പോൾ പറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എങ്കിലും ചോദിക്കുക, നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മളെ സ്പീഡിൽ ഓടിക്കാൻ സഹായിക്കുന്ന യന്ത്രഭാഗം ഏതാ? ആക്സിലറേറ്റർ. നിങ്ങൾ മടിക്കാൻ കാരണം എനിക്കറിയാം, എന്തെങ്കിലും ഇതിൻ്റെ പുറകിൽ കുനിഷ്ടം ഉദ്ദേശിച്ച് തന്നെയാണ്. ആക്സിലറേറ്റർ ആണോ സ്പീഡിൽ പോകാൻ നമ്മളെ കോൺഫിഡൻസ് തരുന്നത്? ബ്രേക്കാണ്. ബ്രേക്ക് ഇല്ലാത്തൊരു വണ്ടിയുടെ ആക്സിലറേറ്ററെ കാല് വെക്കാൻ തോന്നുമോ? തോന്നില്ല. എപ്പോഴും ചിന്തിച്ചോണം, ദൈവത്തിൻ്റെ ബ്രേക്കുകൾ, ദൈവത്തിൻ്റെ റെഡ് ലൈറ്റുകൾ, അതിന് പച്ച ലൈറ്റിനേക്കാൾ ഭംഗിയും ചാരുതയുമുണ്ട്. ജീവിതത്തിൽ ചിലതൊക്കെ നോ എന്ന് പറയുമ്പോൾ താങ്ക് യു എന്ന് പറഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുക്കാൻ നമുക്ക് കഴിയണം. ഏറ്റവും നാം ഇഷ്ടപ്പെടുന്ന സ്വപ്നങ്ങൾ ശിഥിലമാകുമ്പോൾ, നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ പോകുമ്പോൾ, കയ്യകലത്തിൽ വെച്ച് ഏറ്റവും ആഗ്രഹിച്ചത് സ്വപ്നങ്ങൾ പൊലിഞ്ഞു പോകുമ്പോൾ താങ്ക് യു ലോഡ് എന്ന് പറയാനുള്ള മനസ്സിൻ്റെ നിലയാണ് നമ്മുടെ ആത്മീയതയുടെ ആഴമെന്ന് പറയുന്നത്. എഫേസ്യൻസ് 5:20 പറയുന്നത്, എഫേസ്യ ലേഖനം 5-ാം അധ്യായം 20-ാം വാക്യം നമുക്കെന്നും ഓർക്കാൻ വേണ്ടി പറ്റുന്നൊരു വാക്യമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലാറ്റിനു വേണ്ടിയും, ഒന്ന് വായിച്ചോ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. പറയുന്നത് എന്താണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് എല്ലാത്തിനും നമ്മൾ എന്ത് പറയണം?
സ്തോത്രം പറയണം. എന്താ സ്തോത്രം എന്ന വാക്കിൻ്റെ അർത്ഥം? എനിക്കറിയാം, ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ബുദ്ധിമുട്ടാണെന്ന് നിങ്ങളുടെ. എന്താ സ്തോത്രം എന്ന വാക്കിൻ്റെ അർത്ഥം? നമുക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളതല്ല, നമ്മൾ തെറ്റായിട്ടാണ് മനസ്സിലാക്കിയിരിക്കുന്നുള്ളതാണ് പ്രശ്നം. നമ്മളെല്ലാം സ്തുതി എന്നാണ് വിചാരിച്ചിരിക്കുന്നത്, മിക്കവാറും എല്ലാവരും. എന്നാൽ നന്ദി എന്ന വാക്കിൻ്റെ അർത്ഥം താങ്ക്സ്. ഇംഗ്ലീഷിലാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. മുകളിൽ എഴുതിയിട്ട് ഗീവ് താങ്ക്സ് എന്ന് എഴുതിയിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവനെ എല്ലാത്തിനു വേണ്ടിയും എല്ലായ്പ്പോഴും. അപ്പോൾ എക്സാം എഴുതിയിരിക്കുമ്പോൾ തോറ്റാൽ പഠിക്കാതിരുന്നിട്ടല്ല, മിടുക്കരായിട്ട് പഠിച്ചിട്ട് എല്ലാ പ്രാർത്ഥനയും മുടക്കാതെ വന്നിട്ടും ഒരു പേപ്പറൊക്കെ മിസ്സായി പോകുമ്പം ദൈവത്തിന് എന്ത് പറയണം? എന്ത് പറയണം? ഇവിടുത്തെ സ്റ്റുഡൻസ് പറ, എന്ത് പറയണം? പറയാൻ പാടാ അല്ലേ? പറയാൻ പാടാ, പക്ഷെ നന്ദി പറയണം. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നുണ്ട് അങ്ങനെയൊക്കെ. അഗ്രികൾച്ചർ റിസർച്ച് സർവീസ് എക്സാം ARS, ഞാൻ ബേസിക്കലി സയൻറ്റിസ്റ്റാണ്, യുണൈറ്റഡ് നേഷൻസിലെ കൺസൾട്ടൻ്റാണ്. പക്ഷെ ഞാൻ പഠിക്കുന്ന സമയത്ത്, എൻ്റെ PhD ഒക്കെ ചെയ്ത് കഴിഞ്ഞ സമയത്ത് ഏറ്റവും ആഗ്രഹിക്കുന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ സർവീസ് കേഡറാണ്, ARS കേഡർ. എൻ്റെ വൈഫ് ഓൾറെഡി തന്നെ ARS കേഡറിലുള്ളൊരു സയൻറ്റിസ്റ്റാണ്. ഞാൻ PhD ചെയ്യായിരുന്നു, പുള്ളിക്കാരത്തി ഓൾറെഡി തന്നെ കേഡറിൽ കയറി. അപ്പം രണ്ടുപേരും ഒരുമിച്ചാണ് പോസ്റ്റ്, ഇതെങ്കിലും ഒരു സ്ഥലത്ത് തന്നെ പോസ്റ്റിംഗ് കിട്ടും. നല്ല സുഖമാണ് കാര്യങ്ങളെല്ലാം. എക്സാം എഴുതി, കേഡർ എക്സാം ആയതുകൊണ്ട്, സർവീസ് എക്സാം ആയതുകൊണ്ട് നമ്പർ ഓഫ് വേക്കൻസീസ് ഒന്നും അനൗൺസ് ചെയ്യില്ല, എഴുതുക എന്നുള്ളതേ ഉള്ളൂ. പല ഡിസിപ്ലിൻസ് ഉണ്ട് സിവിൽ സർവീസിൽ എന്നതുപോലെ തന്നെ ഇതിന് പല ഡിസിപ്ലിൻസ് ഉണ്ട്. അപ്പോൾ ഞാനൊരു സ്പെസിഫിക് ഡിസിപ്ലിനിലാണ് എഴുതിയത്. ആദ്യത്തെ പ്രാവശ്യം ഞാൻ എഴുതി, നല്ല മാർക്ക് സ്കോർ ചെയ്തു, പിന്നെ എക്സാം ക്വാളിഫൈ ചെയ്തു. എനിക്ക് കാശ് തന്നെ TA അടക്കം തന്നെ ഡൽഹിയിൽ ഇൻ്റർവ്യൂവിന് കൊണ്ടുപോയി പോലീസ് വെരിഫിക്കേഷനും കഴിഞ്ഞു. ഇത് ഇപ്പോൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പം റിസൾട്ട് വരുന്നു, നോ. ഞാൻ അന്വേഷിച്ച് മനസ്സിലായി, എല്ലാ സീറ്റുകളും ഞാൻ അപ്ലൈ ചെയ്ത കേഡറിലെ റിസർവേഷനാണ്. അപ്പം ഞാൻ എന്നിട്ട് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ ഞാൻ പെറ്റീഷൻ കൊടുത്തു. പിന്നെ എന്തിനാണ് എന്നെ എക്സാം എഴുതിച്ചേ? പിന്നെ എന്തിനാണ് എനിക്ക് ഇൻ്റർവ്യൂവിന് വിളിച്ചത്? എന്തിനാ വെരിഫിക്കേഷൻ? ഇത്രയും ഹോപ്പ് തരാൻ പാടില്ലല്ലോ. അപ്പോൾ പറഞ്ഞു, ദാറ്റ് ഈസ് എ പോളിസി ഡിസിഷൻ ഓഫ് സെൻട്രൽ ഗവൺമെൻറ്, യു ക്യാൻ ചലഞ്ച് ഇറ്റ് ഇൻ ദ സുപ്രീം കോർട്ട്. സുപ്രീം കോർട്ടിൽ പോകുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ. ശരി, അങ്ങനെ ആയിക്കോട്ടെ. അടുത്ത പ്രാവശ്യം എഴുതി. അടുത്ത പ്രാവശ്യം ഇതുപോലെ തന്നെ എക്സാം എഴുതി. ട്രിവാൻഡ്രത്തെ എക്സാം, കൊച്ചിയിലൊന്നും സ്റ്റേഷനില്ല, ട്രിവാൻഡ്രത്ത് പട്ടത്തുള്ള ആ കേന്ദ്രീയ വിദ്യാലയം ഒന്ന് പരീക്ഷ എഴുതുന്നത്. പരീക്ഷയൊക്കെ എഴുതി, ഇതെല്ലാം പിന്നെ GK ഉണ്ട്, ഇംഗ്ലീഷുണ്ട്, വേറൊരു സബ്ജക്റ്റ് ഉണ്ട്, പിന്നെ സബ്ജക്ട്സും ഉണ്ട്. എഴുതി. ഞാൻ എഴുതുന്ന ലാസ്റ്റ് മെയിൻ ടെക്സ്റ്റിൻ്റെ 10 essay ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് ഉള്ളത്. ഓരോന്നിനും 20 മാർക്കാണ്. എല്ലാം എഴുതി, നന്നായിട്ട് എഴുതിയിട്ട് ഞാൻ പേപ്പറ് ഫ്രണ്ട് പേജിലേക്ക് നമ്പർ ഇട്ടിട്ട് ഓരോന്നിൻ്റെയും പേജസ് എഴുതണമല്ലോ, ഏത് ക്വസ്റ്റ്യൻ ഏതിന് പേജിലാണെന്നുള്ളത് ടാബ്ലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരു ക്വസ്റ്റ്യൻ എഴുതാൻ വിട്ടുപോയി. 9 ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ ചെയ്തിട്ടുള്ളൂ. 5 മിനിറ്റ് ബാക്കിയുണ്ട്, ബെല്ലടിച്ചു. 5 മിനിറ്റിന് ബെല്ലടിച്ചു. അപ്പം എക്സാമിനർ ഇങ്ങനെ നടക്കുകയാണ് പേപ്പർ കൊടുക്കുന്നവരുടെ മേടിക്കാനായിട്ട്. അപ്പം ഞാൻ അറിയാതെ അയാളോട് പറഞ്ഞു, സാർ ഞാനൊരു ക്വസ്റ്റ്യൻ എഴുതാൻ വിട്ടുപോയി, 5th മിനിറ്റ് തീരുന്നതിന് മുമ്പേ ഞാൻ തന്നോളാം എന്ന് പറഞ്ഞു. കേൾക്കേണ്ട താമസം അയാളുടെ പേപ്പർ കയ്യിൽ നിന്ന് മേടിച്ചു. ദാറ്റ് ഇസ് ഇനഫ് എന്ന് പറഞ്ഞു. 5 മിനിറ്റ് ഉണ്ട് എനിക്ക് എഴുതാൻ. ലീഗലി അയാൾ ഇത് തെറ്റാണ്. കാരണം 5 മിനിറ്റിൻ്റെ ഇൻഡിക്കേഷൻ ബെല്ലാണ് റിങ് ചെയ്തത്, ഫൈനൽ ബെല്ലല്ല. ആ ക്വസ്റ്റ്യൻ എനിക്ക് ഓർമ്മയുണ്ട്. വാട്ട് ആർ ദ യൂസസ് ഓഫ് കൈറ്റോസാൻ? കൈറ്റിൻ എന്ന് പറയുന്ന ക്രസ്റ്റേഷ്യൻസിൻ്റെ ബോഡിയിൽ നിന്ന് എക്സ്ട്രാക്റ്റ് ചെയ്യുന്ന ഒരു കാർബോഹൈഡ്രേറ്റ്. അതിൻ്റെ 22 or 23 യൂസസ് ഉണ്ട്. 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഇന്നും നിങ്ങൾ ചോദിച്ചാൽ ഒരു 18-19 ഞാൻ പറഞ്ഞു തരാം. 10-30 വർഷം മുമ്പ് നടന്ന കാര്യമാണ് ഈ പറയുന്നത്. പക്ഷേ അയാൾ എൻ്റെ പേപ്പർ തട്ടിപ്പറിച്ചുകൊണ്ട് പോയി. ആ പ്രാവശ്യം എനിക്ക് ARS നഷ്ടമായത് 3 മാർക്കിനാണ്. അത് പ്രശ്നം ഇൻ്റർവ്യൂവിനൊക്കെ വിളിച്ചു. പക്ഷേ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം വന്നപ്പോൾ എൻ്റെ ക്ലാസ്മേറ്റിന് എന്നേക്കാൾ 3 മാർക്ക് കൂടുതലാണ് ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് നഷ്ടമായത് 3 മാർക്കിനാണ്. ഇന്ന് ഞാൻ ആ റെഡ് ലൈറ്റിനെ ഓർച്ച് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ഇന്ത്യൻ സയൻറ്റിസ്റ്റിനെ കടന്നു പോകാൻ കഴിയുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് ഞാൻ ലോകരാജ്യങ്ങളിൽ സഞ്ചരിച്ചു. അവർക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ എത്രയോ അധികം പദവികളിൽ ദൈവം എന്നെ ഞാൻ അറിയാതെ കൂട്ടിക്കൊണ്ടുപോയി. ദൈവം കാണിക്കുന്ന റെഡ് ലൈറ്റുകൾക്ക് പച്ച ലൈറ്റുകളേക്കാൾ തെളിച്ചമുണ്ടെന്നുള്ള കാര്യം നാം മറക്കരുത്. ദൈവത്തോട് ചേർന്ന് നടക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല കാര്യം. ജീവനാലാകട്ടെ മരണത്താലാകട്ടെ
ജയത്താലാകട്ടെ തോൽവിയാലാകട്ടെ ക്രിസ്തുവേശു എൻ്റെ ജീവിതത്തിൽ എപ്പോഴും മഹിമപ്പെടട്ടെ. എൻ്റെ പരാജയങ്ങൾ ക്രിസ്തുവിൻ്റെ മഹത്വത്തിന് കാരണമാകുമെങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. എൻ്റെ മക്കളുടെ പരാജയങ്ങൾ, അവരുടെ എക്സാം, അവരുടെ ജീവിതത്തിൻ്റെ കരിയർ എവിടെയെങ്കിലും അവർ പരാജയപ്പെടണമെന്ന് ദൈവത്തിൻ്റെ മഹത്വത്തിന് കാരണമാകുമെങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അവിടെയാണ് ഞാൻ ദൈവപൈതലാകുന്നത്. അവിടെയാണ് ഞാൻ ദൈവത്തിൻ്റെ പ്രിയമകനും പ്രിയമകളുമാകുന്നത്. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതാണ്. പൗലോസ് വിളിച്ചു പറയുന്നതാണ്, ക്രിസ്തുയേശു എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ശരീരത്തിൽ മരണത്താലാകട്ടെ ജീവനാലാകട്ടെ ഇപ്പോഴെന്ന പോലെ എപ്പോഴും മഹിമപ്പെടുകയും ഉള്ളൂ എന്ന് ഞാൻ പ്രത്യാശിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. എനിക്കാകട്ടെ മരിക്കുന്നത് ലാഭവും ജീവിക്കുന്നത് ക്രിസ്തുവിൻ്റെ അർത്ഥം എന്താ? ജീവിക്കുന്നെങ്കിൽ 100% ക്രിസ്തുവിനായിട്ട്, ജോലി ചെയ്യുന്നുവെങ്കിൽ 100% കർത്താവിനായിട്ട്, ബിസിനസ് ചെയ്യുന്നുവെങ്കിൽ 100% കർത്താവിനായിട്ട്, ഈ ലോകത്തിലെ ജീവിതത്തിൽ ശ്വാസം അവശേഷിക്കുന്ന ലാസ്റ്റ് മൊമെൻ്റ് വരെ നൽകുന്ന എല്ലാ നിമിഷങ്ങളും കർത്താവിനായി. പാട്ടൊക്കെ ഇഷ്ടം പോലെ നമ്മൾ പാടാറുണ്ട്. C.S. ലൂയിസ് പറയുന്നത് പോലെ ക്രിസ്ത്യൻസ് കള്ളം പറയുന്നത് കുറവാണെന്നാണ് കേട്ടിരിക്കുന്നത്. പക്ഷേ ഇഷ്ടം പോലെ നുണ പാട്ട് പാടാറുണ്ടെന്ന് പറയുന്നത്. പാടുന്ന പാട്ടുകൾ മിക്കവാറും എല്ലാം തന്നെ നുണപ്പാട്ടുകളാണെന്ന് പറയുന്നത്. എല്ലാം ഞാൻ ഏകിടുന്നു, മാനസം ദേഹിദേഹം, സാധു ക്ഷീണൻ കുരുടൻ, സർവവും എനിക്ക് എച്ചിൽ, എന്തൊക്കെ നമ്മൾ പാടിക്കൊടുന്നല്ലേ. നല്ല പാട്ടാണ്, പാടുന്നതിലും കുഴപ്പമില്ല, അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ പോലും പാടുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ആഗ്രഹം ഉണ്ടാകണം അങ്ങനെയൊക്കെ സാധു ക്ഷീണൻ കുരുടനാണെന്നും എച്ചിലാകാനായിട്ട്. ഇപ്പം ഈ തലയെക്കുറിച്ച് ചുവന്നുകൊണ്ട് നടക്കുന്നതൊക്കെ എന്ന് എച്ചിലാണെന്നുള്ള ചിന്തിക്കാനുള്ളൊരു മനസ്സെങ്കിലും തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പാടിയാൽ കുഴപ്പമൊന്നുമില്ല. അല്ലാതെ ഇപ്പോൾ പാട്ടൊന്നും പാടാൻ പറ്റില്ല നമുക്ക്. ദൈവം നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത് ഇൻ ആൻഡ് ഔട്ട് സെയിം ആയിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പേഴ്സണാലിറ്റീസ് ആയിരിക്കണം എന്നുള്ളതാണ്. മുമ്പോട്ട് പോകാം. ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ ഈ മനുഷ്യനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, പൗലോസിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അനേക കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. അദ്ദേഹം നെഹമ്യാവിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതുപോലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവൻ പറയുന്നൊരു കാര്യമുണ്ട്. ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് നെഹമ്യാവ്. നെഹമ്യാവിനെക്കുറിച്ച് വായിക്കുമ്പോൾ നമുക്കറിയാം അവൻ ആരായിരുന്നു. ഞാൻ എൻ്റെ ഡിസ്കഷൻ പോലെ കൊണ്ട്, കാരണം നിങ്ങൾ മനസ്സിലാക്കി വേണം പോകാനായിട്ട്. ഞാൻ ഇത്ര ദൂരം രാത്രി ഇവിടെ വന്നു, നിങ്ങൾ കുത്തിപ്പിടിച്ച് രാവിലെ ഇവിടെ വന്നിരിക്കുന്നു. നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം, ഒരാഗ്രഹമകലെ ഉള്ളിൽ ജനിക്കണം. അതുകൊണ്ടാണ് ഒരു കരിസ്മാറ്റിക് പ്രീച്ചിങ്ങിന് ഞാൻ പോവാതെ, അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. നെഹമ്യാവ് 1:11 പറയുന്നൊരു കാര്യമുണ്ട്. അവൻ ആരാണ്? കർത്താവേ, 1:11 കർത്താവേ, നിന്റെ ചെവി അടിയന്റെ പ്രാർത്ഥനയ്ക്ക്, നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ താല്പര്യപ്പെടുന്ന നിന്റെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്കും ശ്രദ്ധയുള്ളതായിരിക്കണമേ. ഇന്ന് അടിയന് കാര്യം സാധിപ്പിച്ച് ഈ മനുഷ്യന്റെ മുൻപാകെ എനിക്ക് ദയ ലഭിക്കുമാറാകണമേ. ഞാൻ രാജാവിന് പാനപാത്രവാഹകനായിരുന്നു. ലാസ്റ്റ് സെന്റൻസ് മാത്രം ഉദ്ദേശിച്ച്, ഞാൻ രാജാവിന് പാനപാത്രവാഹകനായിരുന്നു. എന്താ മനസ്സിലാക്കുന്നേ? രാജാവിന് ചായ ഒഴിച്ചു കൊടുക്കുന്ന ആൾ അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ. പാനപാത്രം വഹിക്കുന്ന ആൾ തന്നെയാണ് വീഞ്ഞൊഴിച്ചു കൊടുക്കുന്നത്. പക്ഷെ വേറൊരു വ്യത്യാസമുണ്ട്. അന്ന് രാജാവ് ഏറ്റവും അധികം വിശ്വസിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠനായ ഉപദേശകനാണ് വീഞ്ഞൊഴിച്ചു കൊടുക്കുക. കാരണം അന്നത്തെ രാജാക്കന്മാരെല്ലാം, മിക്ക ചക്രവർത്തിമാരും കൊല്ലപ്പെടുന്നത് യുദ്ധങ്ങളിലൂടെയോ ആയുധങ്ങളേറ്റോ അല്ല, തങ്ങളുടെ ഭക്ഷണപാനീയങ്ങളിൽ വിഷം കലർത്തി കൊടുത്തിട്ടാണ് വിശ്വസ്തന്മാർ. അതുകൊണ്ട് തന്നെ രാജാവ് അപ്പോയിൻ്റ് ചെയ്യുന്നത് ഏറ്റവും വിശ്വസ്തനായ മനുഷ്യനെയാണ് പാനപാത്രം വഹിക്കുവാൻ ഏൽപ്പിക്കുന്നത്. അതേസമയം തന്നെ അവൻ രാജാവിൻ്റെ ഏറ്റവും വിശ്വസ്തനായ, ഏറ്റവും സൂപ്പർ അഡ്വൈസറുമായിരിക്കും. അതുകൊണ്ടാണ് അവൻ്റെ മുഖം വാടിയിരിക്കുമ്പോൾ ചക്രവർത്തിനി പോലും വിഷമിക്കുന്നത്. ചായ അടിക്കുന്നൊരു പാർട്ടി വന്നിട്ട് മുഖം വാടിയിരുന്ന ആരെങ്കിലും മൈൻഡ് പോലും ചെയ്യുമോ? ആളെ മാറ്റി, ഇവനെ അതിൻ്റെ മുഖം കണ്ണുനീരൊക്കെ ആയിട്ട് മാറ്റി വിടാനേ പറ്റത്തില്ല. എന്നെ കയറ്റിവിടത്ത് പോലുമില്ല. മറ്റ് കിച്ചണിൽ നിന്ന് ഇങ്ങോട്ട് കയറ്റിവിടത്ത് പോലുമില്ല വയ്യാത്തവനെയൊന്നും. ഇതങ്ങനെയല്ല. ഇവനെ മാത്രമേ രാജസ്ഥാനിൽ ഇവനൊക്കെ പ്രവേശനമുള്ളൂ. ചക്രവർത്തിയും ഒരുമിച്ചിരിക്കുന്ന സ്ഥലത്ത് നേരിട്ട് പോകാനായിട്ട് പെർമിഷനുള്ളത് ഇവന് മാത്രമേ ഉള്ളൂ. അവൻ ചെന്ന് പാനപാത്രത്തിൽ രാജാവിന് വീഞ്ഞൊഴിച്ചു കൊടുക്കും. രാജാവ് യാതൊരു സംശയമുള്ള എടുത്ത് കുടിക്കും. ആ മനുഷ്യൻ 2-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ രാജാവിനോട് പറയുന്നൊരു കാര്യമുണ്ട്. എന്താ ദുഃഖിച്ചിരിക്കുന്നു ചോദിക്കുമ്പോൾ, അപ്പോൾ ഞാൻ ഏറ്റവും ഭയപ്പെട്ട് രാജാവിനോട്, രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ, എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണം ശൂന്യമായും അതിൻ്റെ വാതിലുകൾ തീ കൊണ്ട് വെന്തും കിടക്കെ എൻ്റെ മുഖം വാടാതെ ഇരിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണം,
അതിൻ്റെ വാതിലുകൾ തീ വെച്ച് ചുറ്റും മതിലുകൾ ഇടിഞ്ഞും കിടക്കുമ്പോൾ എനിക്ക് എങ്ങനെ ദുഃഖിതനാകാതിരിക്കാൻ കഴിയും? ഈ ഒരു ചോദ്യം അന്നത്തെ കോണ്ടെക്സ്റ്റിൽ രാജ്യത്തെയും യെരുശലേമിനെയും യെരുശലേമിൻ്റെ തകർക്കപ്പെട്ട മതിലിനെയും നെബൂഖദ്നേസർ പിടിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് നെബൂഖദ്നേസറിൻ്റെ സേനാധിപൻ വന്ന് ചുട്ടുകളഞ്ഞ ഭാഗങ്ങളെയൊക്കെ കുറിച്ചായിരിക്കും അവൻ പറയുന്നത്. പക്ഷേ ഇന്നും നമുക്കത് റിലവൻ്റാണ്. നമ്മുടെ പക്ഷേ മുഖം എപ്പോഴും സന്തോഷമുള്ളതാണ്. നമുക്ക് ദുഃഖമില്ല, ഒന്നുമില്ല. ആകെപ്പാടെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയത്ത് ശബ്ദമൊക്കെ വിറപ്പിച്ച് നമ്മൾ ദൈവരായത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും. അത് വിറപ്പിക്കുന്നതാണോ അല്ലാതെ വിറയ്ക്കുന്നതാണോന്ന് ചിലർ വിറച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമായിരിക്കും, കുറ്റം പറയാൻ പാടില്ലല്ലോ. നമുക്ക് ദുഃഖമുണ്ടോ? പണിയപ്പെടാതെ കിടക്കുന്ന ദൈവരാജ്യത്തിൻ്റെ മതിലുകളെക്കുറിച്ച്, ഇനിയും നന്നാക്കേണ്ട വെന്ത് കിടക്കുന്ന വാതിലുകളെക്കുറിച്ച്, നോർത്ത് ഇന്ത്യയിലെ മിഷൻ ഫീൽഡുകളെക്കുറിച്ച്, ജയിലുകളിൽ ബെയിൽ കിട്ടാതെ ദുഃഖിച്ച് ഒരു കാരണവുമില്ലാതെ പീഡിപ്പിക്കപ്പെടുന്ന സഹോദരങ്ങളെക്കുറിച്ച് നമുക്ക് ദുഃഖമുണ്ടോ? നമ്മുടെ ദുഃഖങ്ങൾ മറ്റു പലതിനും വേണ്ടിയല്ലേ? നമുക്ക് ദുഃഖമൊക്കെ ഉണ്ടല്ലോ, ഒന്നും പറയുന്നൊന്നുമില്ല. ഇവൻ വിളിച്ചു പറയുകയാണ്, എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണം അത് തകർന്ന് തീ വെച്ച് ചുട്ട് നശിച്ചിരി കിടക്കുമ്പോൾ എനിക്ക് എങ്ങനെ വിഷാദിക്കാതിരിക്കാൻ കഴിയും? രാജാവിനോട് ചോദിച്ചു, നീ എന്താ ആവശ്യം, നീ എന്താ ഉദ്ദേശിക്കുന്നത്? രാജാവിൻ്റെ മനസ്സിൽ എൻ്റെ മനസ്സിലെന്തോ ഉണ്ട്. അവൻ പറഞ്ഞു, എനിക്ക് പോകാനൊരു പെർമിഷൻ തരണം. കിട്ടാൻ ബുദ്ധിമുട്ടാണ് ലീവ്. കാരണം അറിയാമല്ലോ, ഇവൻ ചീഫ് കൗൺസിലാണ്. രാജാവെന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, മേദ്യ പേഴ്സി രാജ്യങ്ങളുടെ ചക്രവർത്തിയാണ് അദ്ദേഹം. ലോകം കാണുന്ന ഏറ്റവും വലിയൊരു ഡിനാസ്റ്റികളിൽ ഒന്നാണ്. അതിൻ്റെ ഉപദേശകനാണ്. അതിന് നമുക്ക് കമ്പയർ ചെയ്യാൻ ലോകത്തിൽ നിന്ന് ആരുമില്ല. അവൻ ലീവ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നേരത്തെ പ്രാർത്ഥിച്ചത്, ഈ മനുഷ്യൻ്റെ മുമ്പിൽ എനിക്ക് കരുണ കിട്ടണമേ, ഞാൻ ലീവ് ചോദിക്കുമ്പോൾ പുള്ളി പെർമിറ്റ് ചെയ്യണമെന്ന് പറയാൻ കാരണം അതാണ്. രാജാവ് പറയുക, ഒരു അവധി പറഞ്ഞു, പൊക്കോ, നീ ഇത്ര ദുഃഖിച്ചിരിക്കുന്നത് വേഗം പോയിട്ട് വാ. അവൻ്റെ കപ്പാസിറ്റിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ തുടർന്നുള്ള അധ്യായങ്ങൾ, തുടർന്നുള്ള ഭാഗങ്ങളിൽ അതിൻ്റെ 5:14 പറയുന്നുണ്ട്, അവനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് അവിടെ പോയിട്ട് മരപ്പണി ചെയ്യാൻ വേണ്ടിയല്ല, ഗവർണറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത് ജെറുസലേമിൻ്റെ. എൻ്റെ അധികാര സീമയിലുള്ള പ്രദേശമാണ് ജെറുസലേമും. അതുകൊണ്ട് അവിടുത്തെ ഗവർണറായിട്ട് ഞാൻ അവനെ അപ്പോയിൻ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എഴുത്തും കൊടുത്ത് രാജാക്കന്മാർക്ക് ആവശ്യമായ, മറ്റ് നാടുവാഴികൾക്ക് ആവശ്യമായ ലെറ്റേഴ്സും കൊടുത്ത് ഇവൻ്റെ പണിക്ക് ആവശ്യമായതൊക്കെ യാതൊരു വിലയും കൂടാതെ എത്തിച്ചു കൊടുത്തേക്കണമെന്നും പറഞ്ഞ് എല്ലാ പ്രൊവിഷനോടും കൂടെ വിടുകയാണ്. ഒരു കാര്യം നാം മനസ്സിലാക്കണം, ദൈവരാജ്യമാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എങ്കിൽ, ദൈവരാജ്യത്തിൻ്റെ പണിക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ സമ്പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ, എൻ്റെ മക്കൾ ദൈവവേലയ്ക്ക് വേണ്ടി പോകണമെന്ന് പറയുമ്പോൾ ഇടം വലം തിരിയാതെ പോക എൻ്റെ മകനെ എന്ന് പറയാൻ വെമ്പുന്നൊരു മനസ്സുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. അവരെ നിർബന്ധിച്ചൊന്നും വിടരുത്. അവർ പറയുകയാണ്, ദൈവരാജ്യത്തിന് വേണ്ടിയാണ് ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്, അതിനുവേണ്ടി എന്നെ പറഞ്ഞു വിടണമെന്ന് പറഞ്ഞാൽ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് 2 കവിളിലും ഓരോ ഉമ്മയും കൊടുത്ത് വിടാനായിട്ട് നമുക്ക് പറ്റുന്നെങ്കിൽ അവരുടെ ജീവിതം ധന്യമായിരിക്കും. ഈ മനുഷ്യൻ രാജാവിനോട് ചോദിച്ച് എല്ലാ സുഖസൗകര്യങ്ങളും വിട്ട് അവൻ യെരുശലേമിലേക്ക് പോവുകയാണ്. അവിടെ അവനെ കാത്തിരിക്കുന്നത് സുഖസൗകര്യങ്ങളുടെ ഇടമല്ല, അവിടെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പ്രദേശങ്ങളാണ്. അവന് താമസിക്കാൻ പോലും പ്രോപ്പർ പ്ലേസ് അവിടെ ഉണ്ടാവില്ല. കാരണം അത് ഒരു രാജാവ് തകർത്തിട്ട് പോകുന്നൊരു നഗരമാണ്. അവിടെ നല്ല വീടുകൾ പോലും ഉണ്ടാവില്ല. കുറച്ച് ചില സാധനങ്ങളൊക്കെ കാണത്തുള്ളൂ, കുറച്ച് പ്രൊവിഷൻസൊക്കെ കിട്ടുമായിരിക്കാം. രാജകൊട്ടാരത്തിൻ്റെ ആ സമ്പന്നതയോ സുഖസൗകര്യങ്ങളോ പ്രൊവിഷൻസോ ഒന്നും അവന് കിട്ടില്ല, ബഹുമാനവും കിട്ടില്ല. നമുക്കറിയാം, പിന്നീട് വായിക്കുമ്പോൾ സൻബലത്തും തോബിയാവും ഒക്കെ തന്നെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നതും അവനെ കളിയാക്കുന്നതും ഒക്കെ നമുക്ക് വളരെ വളരെ എന്താ പറയുക, ആഴത്തിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണത്. അവൻ അവഗണനയുടെയും അപമാനത്തിൻ്റെയും ഒരിടത്തേക്ക് തിരഞ്ഞെടുത്തു പോവുകയാണ്. പക്ഷേ ദൈവം അപ്പോയിൻറ്റ് ചെയ്യുന്നത്, ആ രാജാവിനെ കൊണ്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത് അവിടുത്തെ ഗവർണറായിട്ടാണ്. നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനങ്ങൾക്കെല്ലാം പുറകിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന പദവികൾക്ക് പുറകിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. നമ്മൾക്ക് നൽകപ്പെടുന്നതിൻ്റെ എല്ലാം പുറകിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ഇവിടെ ഇരിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന, കോളേജിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളതാണ്, ദൈവമായിരിക്കണം ജീവിതത്തിൽ ഒന്നാം സ്ഥാനത്ത്. ICPF മീറ്റിങ്ങുകൾ ഞാൻ പോകുമ്പോൾ കുഞ്ഞുങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ എന്തിനാണ് സ്കൂളിൽ പോകുന്നത്? അവരെല്ലാവരും പറയും പഠിക്കാനാണ്. ഞാൻ പറയും, അവിടെ തെറ്റി. സ്കൂളിൽ പോകുന്ന ക്രിസ്തുവിൻ്റെ സാക്ഷിയാകാൻ വേണ്ടിയായിരിക്കണം. അത് കോളേജിൽ പോകുന്നതും, അത് ജോലിക്ക് പോകുന്നതും, അത് ബിസിനസ് ചെയ്യുന്നതും,
അത് അടുക്കളയിലായിരിക്കുന്നതും എല്ലാം ക്രിസ്തുവിൻ്റെ സാക്ഷിയാകാൻ വേണ്ടിയായിരിക്കണം. അതിൻ്റെ കൂടെ പഠിക്കാം, അതിൻ്റെ കൂടെ അടുക്കളയിലെ ജോലി ചെയ്യാം, അതിൻ്റെ കൂടെ ബിസിനസ് നടത്താം. പറയുമ്പം ഇതൊരു എന്താ പറയുന്നത്, ഒരു ഭംഗിവാക്ക് പോലെ ഒരു പെരുപ്പിച്ച് പറയാൻ ചിന്തിക്കരുത്. ഇതാ ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി അവൻ്റെ രാജ്യവും നീതിയും, അതങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ നിങ്ങൾ ജോലിയൊക്കെ ചെയ്തോണം കേട്ടോ, കർത്താവിനെ മറക്കരുത്. നമ്മളങ്ങനെ പിടിച്ചു വിടുന്നത്, മോനെ ജോലിക്കൊക്കെ പോകുന്ന കൊല്ലം കർത്താവിനെ മറക്കരുത്. അതേ തെറ്റാ, അങ്ങനെ പറയരുത്. മോനെ കർത്താവിന് വേണ്ടി പോയി ജീവിച്ചോണം. ഞാൻ ഒരിക്കലൊരു മീറ്റിങ്ങിൽ, ഇവിടെ നിന്നൊന്നും പറയുന്നില്ല, ഞാനൊരു പയ്യൻ വിദേശത്തേക്ക് പോവുക. ഞാൻ അവനെ വളരെ ആത്മാർത്ഥയോടെ ആശംസിച്ച് പ്രാർത്ഥിച്ചു. അവന് വേണ്ടി ആശംസ പറഞ്ഞു, നീ അവിടെ പോയിട്ട് ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി ആ യൂണിവേഴ്സിറ്റി പോയി നിൽക്കണം. അത് കഴിഞ്ഞ് എഴുന്നേറ്റുന്ന പാസ്റ്റർ പറയാം, അങ്ങനെയൊന്നും പോകണ്ട കുഞ്ഞേ, നീ എന്നെ പഠിക്കാനാണ് വിടുന്നത്. ഞാനൊന്നും മിണ്ടിയില്ല. പക്ഷേ അവൻ എൻ്റെ വാക്കാ കേട്ടെ. അവനോടൊപ്പം യൂണിവേഴ്സിറ്റിയിൽ അനേക കുഞ്ഞുങ്ങളെ കർത്താവിലേക്ക് നയിച്ചു. അവിടെ ഒരു വിദേശ രാജ്യത്ത് ICPF വലിയൊരു ഗ്രൂപ്പ് വന്നു. ICPF പോട്ടെ, ഇറ്റ്സ് ബിക്കോസ് അവനും ഞാനും വരെ ഭാഗമായതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അവിടെ കർത്താവിൻ്റെ വേല ചെയ്തു. അനേക കുഞ്ഞുങ്ങൾ കർത്താവിന് വേണ്ടി നിലകൊള്ളുന്നു. അവനിന്നവിടെ PhD ചെയ്യുകയാണ്. ദൈവരാജ്യമാണ് വലിയത്. നമ്മളുടെ ജീവൻ അത്ര വിലയൊന്നുമില്ലെന്നേ. അത് വിലയുള്ളത് മൂല്യമുള്ളതുമാകുന്ന എപ്പോഴാണെന്നറിയാമോ? കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കുമ്പോഴാണ്. അവൻ്റെ കരങ്ങളിൽ കൊടുക്കുക, അവൻ നന്നായിട്ട് അതിനെ പണിയും. നമ്മളെ പ്രവാചക പുസ്തകങ്ങളിൽ അവസാനം ഇങ്ങനെ ഉണ്ടല്ലോ, അന്നാളിൽ തനിക്ക് സേവ ചെയ്യുന്ന ഒരു മകനെ ആദരിക്കുന്നത് പോലെ, തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന ഒരു മകനെ ആദരിക്കുന്നത് പോലെ ഞാനെന്നവരെ ആദരിക്കും. എന്താ ശുശ്രൂഷ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം? ശുശ്രൂഷിക്കപ്പെടുന്നവൻ, അതായത് നിങ്ങൾ എനിക്ക് മോനെ എനിക്കൊരു കാപ്പി കൊണ്ടു തരികയാണെങ്കിൽ അവൻ എനിക്ക് ശുശ്രൂഷ ചെയ്യുകയാണ്. ഞാൻ അവൻ്റെ ചെവിയിലൊരു കാര്യം പറയുകയാണ്, അവൻ പോയിട്ട് ഒരു കപ്പിൻ്റെ അത്ര സാധനം ഇവിടെ കൊണ്ടു തരികയാണ്. ഞാൻ അവൻ്റെ മുഖത്തേക്ക് ദേഷ്യത്തോടെ നോക്കുന്നുണ്ട്. ഞാൻ അവനോട് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. അവൻ എനിക്ക് ഒരു ഗ്ലാസ് കൊക്കക്കോള കൊണ്ടുവന്ന് തന്നു. അവൻ നല്ലതാണെന്ന് ചോദിച്ചാൽ കൊണ്ടുവന്ന് തന്നാണ്. പക്ഷേ എൻ്റെ ആവശ്യം എന്തായിരുന്നു? വെള്ളമായിരുന്നു. ശുശ്രൂഷ എന്ന് പറയുന്നത് ശുശ്രൂഷിക്കപ്പെടുന്നവൻ എന്താഗ്രഹിക്കുന്നു അത് ചെയ്യുന്നതാണ്. വലിയ ഭാരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട. അല്ലെ പട്ടണത്തെ കയറി പിടിക്കാൻ പോയ പോലെ ഇരിക്കും. നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന ഒന്നുണ്ട്. ആ കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള സെൻസിറ്റിവിറ്റി നമുക്കുണ്ടാവണം. ദൈവം ആഗ്രഹിക്കുന്നത് ചെയ്തു കൊടുക്കുക. ഞാൻ പല കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്ത് പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ എൻ്റെ ഒരു മെൻറ്ററാണ് സാജു മാത്യു. സായിച്ചാണ്ട് പറയും, മോനെ അത് നീ തന്നെ ചെയ്യണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ടെന്ന് ചോദിച്ചിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. നിനക്ക് ചെയ്യാനൊക്കെ പറ്റുമായിരിക്കും ആ കാര്യം, പക്ഷേ അത് നീ തന്നെ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് മാത്രമേ ചെയ്യാവുള്ളൂ. അതെൻ്റെ ജീവിതത്തിൽ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഉപദേശമായിരുന്നു. വൻ കാര്യങ്ങളാണ് നമുക്ക് തോന്നും, പക്ഷേ ദൈവം നമ്മൾ തന്നെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അതിനേക്കാൾ കുറച്ചും കൂടെ ആൾക്കാരെ എടുക്കുവാൻ ചെയ്യാൻ മടിക്കുന്നൊരു കാര്യമാണ് ഞാൻ ചെയ്യേണ്ടതെങ്കിലോ? അതാണ് ദൈവം നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ശുശ്രൂഷിക്കപ്പെടുന്നവൻ എന്താഗ്രഹിക്കുന്നോ അത് ചെയ്തു കൊടുക്കണം. അങ്ങനെ ചെയ്യുന്നവനെ ഒരപ്പന് മകൻ അങ്ങനെ ശുശ്രൂഷ ചെയ്യുമ്പോൾ അവനെ ഒരു പിതാവ് ആദരിക്കുന്നത് പോലെ, ബഹുമാനിക്കുന്നത് പോലെ, അവൻ്റെ ആവശ്യങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ ചെയ്തു കൊടുക്കുന്നത് പോലെ, അവൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് അവൻ കരുതുന്നതിനേക്കാൾ അപ്പുറത്ത് ആ പിതാവ് കരുതുന്നത് പോലെ ഞാൻ അങ്ങനെ ആദരിക്കുമെന്നാണ് പ്രവാചക പുസ്തകങ്ങളിലൂടെ കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഇവിടെ നെഹമ്യാവിൻ്റെ ജീവിതം പിന്നീട് നോക്കുമ്പോൾ അനേക വ്യക്തികൾ അങ്ങനെ പറയാനുണ്ട്. പിന്നീട് അതിനെക്കുറിച്ച് നമുക്ക് ഇടയ്ക്ക് സമയമുണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാം. ഇന്ന് പ്രധാനമായിട്ടും ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഒരു സങ്കീർത്തന ഭാഗമാണ് വായിക്കാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തെ വലുതായി കാണുന്നതിനെക്കുറിച്ച്. 137 സങ്കീർത്തനം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ കീഴ്മേൽ മറിച്ചിട്ടുള്ള സങ്കീർത്തനമാണത്. ഒരു കാലഘട്ടത്തിൽ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ഹോസ്റ്റലിൽ സ്ഥിരമായിട്ട് വെക്കാറുള്ളൊരു പാട്ടാണത്. അന്നത്തെ കാലത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ബാൻഡ് ലോകമെമ്പാടും തിരയിളക്കി പാടിയൊരു പാട്ടാണത്. ബൈ ദ റിവേഴ്സ് ഓഫ് ബാബിലോൺ വേർ വി സാറ്റ് ഡോൺ വി വെപ്റ്റ് വെൻ വി റിമെമ്പേർഡ് സയോൺ. പിന്നെ വേറൊരു സങ്കീർത്തനത്തിൻ്റെ ഭാഗം കൂടെ ചേർത്താണത് കംപ്ലീറ്റ് ചെയ്യുന്നത്. എൻ്റെ വായിലെ വാക്കുകൾ എൻ്റെ ഹൃദയത്തിലെ ധ്യാനം ഇതിനൊക്കെ പ്രസാദകരമായിരിക്കുമായിട്ടുള്ള ആ വാക്കും കൂടെ ചേർത്താണ് കരേബിയൻ സിംഗേഴ്സായിട്ടുള്ള ബോണിയും ആ പാട്ടിറക്കിയത്. ഇന്നും ലോകമെമ്പാടും അറിയപ്പെടുന്നൊരു പാട്ടാണത്. പക്ഷേ അതിനപ്പുറത്ത് അതിൻ്റെ ഉള്ളിൽ ദൈവികമായൊരു ഭയങ്കര സന്ദേശമുണ്ട്. അന്ന് ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. നമ്മുടെ പാട്ടാണ് അവിടെ പാടുന്നൊക്കെ ചിന്തിക്കുമായിരുന്നെങ്കിലും ഇതെന്നെ കണ്ടവനെ പിടിച്ചു കുലുക്കിയൊരു സംഗീതമായിട്ട് പിന്നീട് ഇത് മാറിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ കാണുന്നത് ബാബിലോണിനെക്കുറിച്ചും ബാബിലോണിലേക്ക് കടന്നുപോയ ഒരു ചെറിയ സമൂഹത്തെക്കുറിച്ചുമാണ്. ബാബിലോണിനെക്കുറിച്ച് നമുക്ക് വളരെ നന്നായിട്ട് അറിയാം. അവിടെ ഒന്നാമത്തെ വാക്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? 137 ബാബേൽ നദിയുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. ഞങ്ങൾ സിയോനെ ഓർത്തപ്പോൾ കരഞ്ഞു. ഞങ്ങൾ ബാബേലിലാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഇവരെ ബാബേലിലേക്ക് പിടിക്കപ്പെട്ട് കൊണ്ടുപോയ ആ സമൂഹത്തിൽപ്പെട്ട ചിലരാണ്. ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു.
എന്താണ് സിയോൻ? അവിടെ നമുക്ക് ഒരു ചഞ്ചരിപ്പുണ്ടല്ലേ. നമ്മൾ അവിടെ കണ്ടിരിക്കുന്നത് നമ്മുടെ പാഠപുസ്തകത്തിന് മുകളിൽ സിയോൻ ഗീതാവലി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സിയോൻ ജെറുസലേം തന്നെയാണ്. ജെറുസലേമാണ് സിയോൻ. ബൈബിളിലെ മിക്ക ഇതേ പ്രശ്നം. നമ്മളിങ്ങനെ ഈ പല കാര്യങ്ങൾ വായിക്കുമ്പോഴല്ലോ, നിങ്ങളൊരിക്കലും വിചാരിക്കരുത് ഈ പാർട്ടി വന്നിട്ട് ഞങ്ങൾക്കൊന്നും അറിയാൻ പാടില്ല. എനിക്കും അറിയാൻ പാടില്ലായിരുന്നേ. അപ്പം തെറ്റിദ്ധരിക്കരുത്. ഞാനൊരു കാര്യം ഇങ്ങനെ ഒരു സർക്കാസ്റ്റിക്കായിട്ട് പറയുമ്പം എനിക്കറിയാമെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പറയാൻ നിങ്ങളൊരിക്കലും ചിന്തിക്കരുത്. അങ്ങനല്ല, ഒരുമിച്ച് പഠിക്കാൻ വേണ്ടി പറയുന്നത്. പിന്നെ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയുള്ളൂ. അതുകൊണ്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. തെറ്റിദ്ധാരണകൾ ഉണ്ടാവണ്ട. സിയോൻ എന്ന് പറയുന്നത് യെരുശലേമാണ്. ബാബേൽ നദികളുടെ തീരത്ത് ഇരുന്നു സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. സിയോനെ കുറിച്ച് അതിമനോഹരമായ വാഴ്ത്തുപാട്ടുകൾ സങ്കീർത്തനത്തിലുണ്ട്. 148 സങ്കീർത്തനത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. Psalms 48, 1-3. നമ്മുടെ ദൈവത്തിന്റെ നഗരത്തിൽ, അവന്റെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു. മഹാരാജാവിന്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവഭൂമിയുടെയും ആനന്ദവുമാകുന്നു. അതിന്റെ അരമനകളിൽ ദൈവം ഒരു ദുർഗമായി വെളിപ്പെട്ടു വന്നിരിക്കുന്നു. നമ്മുടെ ദൈവത്തിന്റെ നഗരത്തിൽ, ദൈവത്തിൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവ അത്യുന്നതനായി വാഴുന്ന ഇടമാണത്. അതിൻ്റെ അരമനകളിൽ, അതിൻ്റെ കൊത്തളങ്ങളിൽ ദൈവം താനായി തന്നെ ശക്തിദുർഗമായിട്ട് വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ആലോചിച്ച് നോക്കുക. സിയോൻ എന്ന് പറയുന്നത് അത്യുന്നതനായ ദൈവത്തിൻ്റെ ഈ ഭൂമിയിലെ ആവാസ കേന്ദ്രമായിരുന്നു. തിയോളജിക്കാർ കുറേ ക്വസ്റ്റ്യൻസ് അതിൻ്റെ ഞാൻ പറഞ്ഞ വാക്കിൻ്റെ മുകളിൽ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ടെങ്കിലും നമ്മൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയുകയാണ്, അത്യുന്നതനായ ദൈവത്തിൻ്റെ ആ കാലഘട്ടത്തിൽ അവൻ ഇറങ്ങി അധിവസിക്കുന്ന ആവാസ കേന്ദ്രമായിരുന്നു ജെറുസലേം. പർവ്വതങ്ങൾ യെരുശലേമിനെ ചുറ്റിയിരിക്കുന്നു. അതുകൊണ്ട് യഹോവ തന്നെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. വളരെ മനോഹരമായ വാക്യങ്ങൾ ഇനിയും അനവധിയായിട്ടുണ്ട്. സിയോൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ലിറ്ററൽ പ്രസൻസ് ഇറങ്ങി അധിവസിച്ചിരുന്ന സ്ഥലമാണ്. നമുക്കറിയാം, ആ കാലത്തെ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ആലയത്തിന് 3 ഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ പ്രാകാരവും വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും. അതിവിശുദ്ധ സ്ഥലമെന്ന് പറയുന്നത് ആണ്ടിലൊരിക്കൽ മാത്രം മഹാപുരോഹിതൻ മഹാപാപ പരിഹാരത്തിനായി അതിന് അറക്കപ്പെട്ട ആട്ടിൻകുട്ടിയുടെ രക്തവുമായി കടന്നു ചെന്ന് അവിടെ പോയിട്ട് അതിൻ്റെ അവിടെ ചെന്നിട്ട് അതിൻ്റെ നമ്മുടെ പെട്ടകത്തിൻ്റെ കൊമ്പുകളിലൊക്കെ രക്തം തെളിച്ച് ഇവിടെയൊക്കെ പോരുന്നൊരു പരിപാടിയുണ്ട്. അതിനല്ലാതെ വേറെ ആരും അവിടെ കയറില്ല. പിച്ച് ഡാർക്ക്നെസ്സാണ് അതിൻ്റെ അകത്ത്. അതായത് കണ്ണി കുത്തിയാൽ അറിയാത്ത ഇരുട്ടാണ് അവിടെ ഉള്ളത്. ഒരു സുഷിരം പോലും അവിടെ പുറത്തേക്കൊരു ഒരു ഓപ്പണിംഗ് ഇല്ല. അത് അടഞ്ഞു കിടക്കുകയാണ്. എന്നാൽ അവിടെയാണ് ദൈവത്തിൻ്റെ തിരുനിയമങ്ങളടങ്ങുന്ന ശിലാഫലകങ്ങളടങ്ങുന്ന കർത്താവിൻ്റെ നിയമപെട്ടകമുള്ളത്. ആ നിയമപെട്ടകത്തിൻ്റെ മുകളിലാണ് എന്തുള്ളത്? കൃപാസനമുള്ളത്. കൃപാസനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് അറിയാമായിരിക്കുമല്ലോ. കൃപാസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റലിൻ്റെ ഒരു സ്ക്വയർ, അത്രേ ഉള്ളൂ, മറ്റൊന്നുമില്ല. ഒരു മെറ്റലിൻ്റെ സ്ക്വയർ മാത്രം. അതിന് മുകളിൽ വേറൊരെണ്ണം കൂടിയുണ്ട്. എന്താ ഉള്ളത്? 2 കെരൂബുകൾ. 2 കെരൂബുകൾ പരസ്പരം ഇങ്ങനെ ചിറകുകൾ മുൻപോട്ട് നീട്ടി കുനിഞ്ഞിരിക്കുന്ന, നിങ്ങൾ പോയിട്ട് നെറ്റിൽ അവൈലബിൾ ആണ്. നല്ല സുന്ദരമായിട്ടുള്ള ഡെമോൺസ്ട്രേഷൻസ് നെറ്റിൽ അവൈലബിൾ ആണ് സമാഗമന കൂടാരത്തെക്കുറിച്ച്. അതിനെക്കുറിച്ച് എൻ്റെ അന്താഴത്തിൻ്റെയും കൊളുത്തിൻ്റെയും ചരടിൻ്റെയും നമ്പറൊന്നും എടുക്കണ്ട, പക്ഷേ മനസ്സിലാക്കാനായിട്ട് നല്ലൊരു കാര്യമാണ്. അതിൻ്റെ അകത്ത് ഈ പിച്ച് ഡാർക്ക്നെസ്സിൽ ദൈവത്തിൻ്റെ ലിറ്ററൽ പ്രസൻസ് ഈ കെരൂബുകളുടെ നടുവിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അതിൻ്റെ ഒരു പേര് വിളിക്കുമായിരുന്നു ഷെക്കേന. അതായത് ഈ കൂരിരുളിലൂടെ ഒരു പ്രകാശതന്തു ഇറങ്ങി വരും. അത് ഈ പെട്ടകത്തിൻ്റെ മുകളിൽ ആവസിക്കുമായിരുന്നു. അതിനാണ് ഷെക്കേന എന്ന് പറയുന്നത്. അവിടെ ആ പെട്ടകത്തിൻ്റെ ശക്തിയെക്കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോയാൽ കണ്ടമാനമുണ്ട്. നമുക്കറിയാവുന്ന പല കാര്യങ്ങളും അതിനെക്കുറിച്ച്. അതിശക്തി, ദൈവത്തിൻ്റെ ഈ പ്രപഞ്ചത്തിനെ നിയന്ത്രിക്കുന്നവൻ്റെ ലിറ്ററൽ പ്രസൻസ് ആണ് ഇറങ്ങി അധിവസിക്കുന്നത്. ആ ആലയം ഇരിക്കുന്നത് ജെറുസലേമിലാണ്. ആ ജെറുസലേമിനെ ചുറ്റിയാണ് യഹൂദൻ്റെ എല്ലാ സ്പിരിച്വൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നടന്നിരുന്നത്. അവൻ്റെ ചിന്തകളും അവൻ്റെ മനോവ്യാപാരങ്ങളും സകലവും അവൻ്റെ എന്താ പറയുക, അവൻ്റെ സ്വർഗ്ഗമായി, ലോകത്തിലെ സ്വർഗ്ഗമായിരുന്നു ജെറുസലേം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് പറയുവാൻ അവൻ്റെ വാക്കുകൾ പോരായിരുന്നു. അത്രമാത്രം സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, ദൈവം ശക്തിദുർഗമായി ഇറങ്ങി നിൽക്കുന്ന കൊട്ടാരങ്ങളും മതിലുകളുമുള്ള ഇടം. അവിടെ നിന്നാണ് ബാബേലിലേക്ക് പ്രവാസികളായിട്ട് ജനം ഇറങ്ങിപ്പോകുന്നത്.
അതൊരു വലിയ ചോദ്യചിഹ്നമാണ്. ദൈവത്തിൻ്റെ ലിറ്ററൽ പ്രസൻസ് ഇറങ്ങി അധിവസിക്കുന്ന ദൈവത്തിൻ്റെ ആലയം ഇരിക്കുന്ന ഇടത്ത് നിന്ന് നെബൂഖദ്നേസറിനെ പിടിച്ചു കൊണ്ടുപോകാൻ പറ്റുമോ തൻ്റെ ജനത്തെ? മാത്രവുമല്ല, യെരുശലേം ദേവാലയത്തെ തീ വെച്ച് ചുട്ടുകളഞ്ഞു. ആലോചിച്ച് നോക്കുക. അതിൻ്റെ കല്ലുകൾക്കിടയിൽ സ്വർണ്ണമുണ്ടെന്നോ എന്നൊക്കെയോ ആരോടൊക്കെ ആരൊക്കെ പറഞ്ഞവർക്ക് അറിവ് കിട്ടിയിരുന്നൊക്കെ ആയിട്ടാണ് പിന്നുള്ള എഴുത്തുകൾ ഒന്നും ബൈബിളിൽ എഴുതിയിട്ടില്ല. അതുകൊണ്ട് അവർ കല്ലിളക്കി തീയിട്ട് ചുട്ടിളക്കുകയായിരുന്നു പറഞ്ഞ്. അതിൻ്റെ പുറകിലും നമ്മൾ പ്രാർത്ഥിക്കുന്ന, റോങ്ങായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ അനാവശ്യമായൊരു പിൻബലവും ആ ക്യാപ്റ്റിവിറ്റിക്കുണ്ട്. നമ്മളേറ്റവും കൂടുതൽ ദൈവത്തോടെ അപേക്ഷിച്ച് ഉത്തരം കിട്ടിയതിന് ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ നമ്മൾ എടുത്തു പറയുന്നൊരു ഇൻസിഡൻ്റ് ഉണ്ട്. ഏതാണെന്ന് അറിയാൻ പറ്റുമോ? ദൈവത്തോട് പ്രാർത്ഥിച്ചു, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് അവന് കൊടുത്തത്. ആ രാജാവിൻ്റെ പേരെന്താണ്? ഹിസ്കിയാവ്. അവൻ എന്ത് ചെയ്തു? കർത്താവിൻ്റെ ദാസനായ പ്രവാചകൻ കടന്നു വന്നുകൊണ്ട് പറഞ്ഞു, നിൻ്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കിക്കൊള്ളുക, നീ നിൻ്റെ പിതാക്കന്മാരുടെ തലമുറയോടെ ചേരുമെന്ന് പറഞ്ഞപ്പോൾ എന്താണ് അവൻ പറഞ്ഞത്? അവൻ ഭിത്തിയുടെ നേരെ മുഖം തിരിച്ച് കരഞ്ഞുകൊണ്ട് പറയാണ്, എനിക്കിപ്പോൾ ചാകണ്ട, ഞാൻ എൻ്റെ പിതാക്കന്മാരെ പോലെ അല്ലായിരുന്നല്ലോ. അവൻ പറഞ്ഞ കൃത്യമാണ്. അവൻ പിതാക്കന്മാരെ പോലെ ആയിരുന്നില്ല. കർത്താവിൻ്റെ ഏറ്റവും പ്രിയ മകനായിരുന്നവൻ. എനിക്ക് മരിക്കണ്ടെന്ന് പറഞ്ഞു. ആ ഒറ്റ പ്രാർത്ഥനയാണ് ബാബേൽ പ്രവാസത്തിന് കാരണമായത്. ദൈവം അവനെ സൗഖ്യമാക്കി. അവനെ കാണാൻ വേണ്ടി കൽദയ പ്രഭുക്കന്മാർ വന്നു. അവനൊരു അബദ്ധം കാണിച്ചു. എന്തായിരുന്നു അത് കാണിച്ചത്? യഹൂദരുടെ ട്രഷറി മുഴുവൻ കൊണ്ടേ കാണിച്ചു. അന്ന് അവർ മനസ്സിൽ കണക്കാക്കി, ഡൺ. 15 വർഷം കൊണ്ട് മറ്റൊരു വലിയൊരു അപജയവും സംഭവിച്ചിട്ടുണ്ട്. ഒരു പുത്രനുണ്ടായി ഹിസ്കിയാവിന്. പേരെന്തായിരുന്നു? അനേക രാജാക്കന്മാരെക്കുറിച്ച് രാജാക്കന്മാരുടെ പുസ്തകത്തിലും ദൈവനാഥാന്റെ പുസ്തകത്തിലും ആവർത്തിച്ചെഴുതിയിട്ടുണ്ട്. യഹൂദ രാജാക്കന്മാരിൽ അനേകർ വളരെ നീചന്മാരായിട്ടുള്ളവരുണ്ടായിരുന്നു. അവരെക്കുറിച്ചൊക്കെ നല്ല നറേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് നീചന്മാരായിരുന്നു. പക്ഷേ അതിനോട് ഒരു അപ്പൻഡിക്സും കൂടെ ഉണ്ട്. എങ്കിലും മനസ്സിയോളം നീചനല്ലായിരുന്നു. ദൈവഹിതത്തിനെതിരെ ദൈവം ഇറങ്ങി വന്ന മോനെ മരിക്കുക എന്നൊക്കെ പറയുന്നതിലൊക്കെ ഭാഗ്യമുണ്ടോ? ഉണ്ടോ? നമുക്കതും പേടിയാണ്. നാളെയെങ്ങാൻ രാത്രി കർത്താവ് മറ്റന്നാൾ പൊക്കോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ സഭയെ വിളിച്ച് പറയും, ഇത് ദൈവമൊന്നുമല്ല, പിശാച് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റന്നാൾ പോകും, അതുകൊണ്ട് എല്ലാവരും ബോധിച്ച് പ്രാർത്ഥിച്ചോന്ന് നമ്മൾ പറയൂലേ. ഇതിനേക്കാളൊരു പ്രിവിലേജ് ഉണ്ടോ? ഹിസ്കിയാവിൻ്റെ അടുത്ത് ഇറങ്ങി വന്ന് പറയുകയാണ്, നീ മരിക്കും, ഗൃഹകാര്യം ക്രമത്തിലാക്കിക്കോളാൻ പറയുമ്പം ദൈവഹിതത്തിനെതിരാണ് അവൻ നിന്നവൻ പറഞ്ഞു, എനിക്ക് മരിക്കണ്ട. ദൈവഹിതത്തിനെതിരായി നാം നിൽക്കുന്ന ഏത് പ്രാർത്ഥനകളുടെയും പുറകെ ഒരു പ്രവാസവും ഒരു മനസ്സേയും കാണും. അതൊരിക്കലും നാം മറക്കരുത്. കുറച്ചുകൂടെ ആഴത്തിൽ നാം അവനെ മനസ്സിലാക്കുമ്പോൾ ഒരു പരാജയമാണ് വിരൽ ചൂണ്ടി പറയുന്നത്, അതിലേക്ക് പൊക്കൊള്ളാൻ പറഞ്ഞാൽ യെസ് എന്ന് പറയാനുള്ളൊരു മനസ്സെനിക്കുണ്ടാവണം. അവൻ നമ്മളുടെ പറയുന്ന വഴികളാണ്, കാണിച്ചു തരുന്ന വഴികളാണ് ഏറ്റവും നല്ല വഴികൾ. 15 വർഷം അവിടെ ജീവിച്ചിരുന്നുകൊണ്ട് അവനെക്കുറിച്ച് പിന്നെ കാര്യമായിട്ടൊന്നും എഴുതിയിട്ടില്ല. പിന്നെ ചെയ്യാനില്ലായിരുന്നു, അതുകൊണ്ടാണ് പൊക്കോളാൻ പറഞ്ഞേ. നമ്മുടെ ദൗത്യം കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടി മടക്കുന്നതല്ലേ നല്ലത്. ഈ ദുഃഖവും പ്രയാസവും ഒക്കെ നിറഞ്ഞ ഈ ലോകത്തിൽ ഈ കത്തോലിക്കരുടെയൊക്കെ അത് പറയുന്ന പോലെ 90-ാമത്തെ വയസ്സിൽ ആത്മത്തിന് വേണ്ട കൂതാശകളെല്ലാം കൈക്കൊണ്ട് ഐസിയിൽ കിടന്ന് ആഞ്ഞാഞ്ഞ് വലിഞ്ഞ് മരിക്കണോ? നല്ല ആരോഗ്യമുള്ളപ്പോൾ മരിക്കണേ, കർത്താവ് മരിച്ച പോലെ മരിക്കണമെന്നേ. നല്ല ആരോഗ്യമുള്ളപ്പോൾ എല്ലാം ചെയ്തു തീർത്ത് എല്ലാം നിവൃത്തിയായെന്ന് പറഞ്ഞ് മടങ്ങിപ്പോകാനായിട്ട് അതല്ലേ ഏറ്റവും നല്ല മരണമെന്ന് പറയുന്നത്. ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു മനസ്സിൽ അങ്ങനെ മരിക്കുമെന്നും എല്ലാവരും മരിക്കുമെന്നും വേണ്ട, എല്ലാവരും കൊല്ലത്തുമില്ല ദൈവം. നമുക്കൊക്കെ ഒരു ആയുസ് കർത്താവ് നിശ്ചയിച്ചിരുന്നത് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് വിടത്തില്ല. പ്രാർത്ഥിക്കാതിരുന്നാൽ മതി, പിടിച്ചു വെച്ചൊക്കെ പ്രാർത്ഥിച്ച് വയ്യാവേലികൾ ജീവിതത്തിലേക്ക് വലിച്ചു കൊണ്ടുവരാതിരുന്നാൽ മതി. ദൈവം പറയുന്ന സമയത്ത് നമുക്ക് പോവാം. അവൻ പറഞ്ഞു വിടാനായിട്ട് നിങ്ങളോട് ആരെങ്കിലും ഡേറ്റ് ചോദിച്ചായിരുന്നോ? എന്നോട് ഡേറ്റ് ചോദിച്ചില്ല. ഇന്ന ഡേറ്റിലേക്ക് മോനെ എന്നെ പറഞ്ഞു വിടാണെന്ന് അന്നില്ലായിരുന്നു നമ്മളെ. എന്നാലും ഡേറ്റ് ഒന്നും ആരോടും പറഞ്ഞില്ല. അപ്പനോടും അമ്മയോടും ചോദിച്ചില്ല. അവർക്ക് എന്നെ വേണ്ടായിരുന്നു. എൻ്റെ സിസ്റ്റർ ഉണ്ടായിരുന്നു, 1 വർഷം ഉള്ളിലാണ് ഞാൻ ജനിച്ച്. അതുകൊണ്ട് തന്നെ എൻ്റെ മമ്മി പറഞ്ഞിട്ടുണ്ടാ, നീ ജനിക്കാതിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ മമ്മിയും നേഴ്സിംഗ് സൂപ്പറിനായിട്ട് ഇട്ടരുതാ. വീട്ടിലെ തറവാട്ടിൽ എല്ലാവരും പറഞ്ഞു, കാരണം കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും, എൻ്റെ പെങ്ങൾ തന്നെ സിസേറിയനായിരുന്നു എന്നൊക്കെ പറഞ്ഞതാണ്. ഇല്ലാതെ ആക്കാൻ വേണ്ടിയൊക്കെ ഡോക്ടേഴ്സൊക്കെ പല മെഡിസിനൊക്കെ തന്നാണ്, എന്നാലും നീ ജനിച്ചെന്ന് പറഞ്ഞു. ദൈവം തീരുമാനിച്ചതാ, പറഞ്ഞു വിടാൻ തീരുമാനിച്ചാൽ അവൻ തീരുമാനിച്ചതാ.
വെറുതെ വാശി പിടിച്ച് ബലം പിടിച്ച് നമ്മളെ ബുദ്ധിമുട്ടുണ്ടാക്കണ്ട, അവൻ പറയുമ്പോൾ നമുക്ക് മടങ്ങിപ്പോകാനായിട്ട് പറ്റണം. അങ്ങനെ ഒരു വാശിയുടെ ബാക്കി പത്രമാണ് ബാബേൽ പ്രവാസം എന്നാണ് അനേക ചിന്തകന്മാർ പറയുന്നത്. അതില്ലെങ്കിൽ ബാബേൽ പ്രവാസം ഉണ്ടാകത്തില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുമായിരുന്നിരിക്കാം. പക്ഷെ അതിന് വേറൊരു വഴിയായിരുന്നു. പക്ഷേ ഇവനാണ് കാരണമായത്. ഇപ്പോൾ യൂദാസ് കർത്താവിന് ഒറ്റിക്കൊടുത്തില്ലായിരുന്നു, കർത്താവ് ഒറ്റിക്കൊടുക്കപ്പെടുകയില്ലായിരുന്നൊക്കെ നിരീശ്വരവാദികൾ ചോദിക്കും. ഒറ്റിക്കെടുക്കപ്പെടുമായിരിക്കാം, പക്ഷെ അത് നീ തന്നെ വേണം നിർബന്ധമുണ്ടോ? അത്രമാത്രമേ ഉള്ളൂ. ഇവിടെ സംഭവിക്കുന്നു അതിൻ്റെ തുടർച്ചയാണ് ഇവിടെ സംഭവിക്കുന്ന ഈ കാര്യം, ഈ ബാബേൽ പ്രവാസം. അങ്ങനെ ബാബേൽ പ്രവാസത്തിലേക്ക് ജനം കടന്നു പോവുകയാണ്. അവർ കടന്നു പോകുന്നത് മാത്രമല്ല, അവരെ ബാബേൽ പ്രവാസത്തിലേക്ക് കടന്നു പോകുന്നതിന് പുറകിൽ മറ്റു റീസൺസും അതേസമയത്ത് ബിൽഡപ്പ് ചെയ്യുന്നുണ്ട്. അതായത് പ്രവാസകാലത്ത് 78-ാം സങ്കീർത്തനത്തിൻ്റെ 56 മുതൽ വാക്യങ്ങൾ നമുക്ക് പെട്ടെന്ന് വായിക്കാം. 78-ൻ്റെ 56 മുതൽ വാക്യങ്ങൾ, 64 വരെ വാക്യങ്ങൾ. 78, 56 through 64. എങ്കിലും അവർ അത്യുന്നതനായ ദൈവത്തെ പരീക്ഷിച്ചു മത്സരിച്ചു, അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ചതുമില്ല. അവർ തങ്ങളുടെ പിതാക്കന്മാരെ പോലെ പിന്തിരിഞ്ഞ് ദ്രോഹം ചെയ്തു, വഞ്ചനയുള്ള വില്ലുപോലെ അവർ മാറിക്കളഞ്ഞു. അവർ തങ്ങളുടെ പൂജാഗിരികളെ കൊണ്ട് അവനെ കോപിപ്പിച്ചു, വിഗ്രഹങ്ങളെ കൊണ്ട് അവന് തീഷ്ണത ജനിപ്പിച്ചു. ദൈവം കേട്ടു ക്രുദ്ധിച്ചു, ഇസ്രായേലിനെ ഏറ്റവും വെറുത്തു. ആകയാൽ അവൻ ശീലോവിലെ തിരുനിവാസവും താൻ മനുഷ്യരുടെ ഇടയിൽ അടിച്ചിരുന്ന കൂടാരവും ഉപേക്ഷിച്ചു. തൻ്റെ ബലത്തെ പ്രവാസത്തിലും തൻ്റെ മഹത്വത്തെ ശത്രുവിൻ്റെ കയ്യിലും ഏൽപ്പിച്ചു കൊടുത്തു. അവൻ തൻ്റെ അവകാശത്തോട് കോപിച്ചു, തൻ്റെ ജനത്തെ വാളിന് വിട്ടുകൊടുത്തു. അവരുടെ യൗവനക്കാർ തീക്കിരയായി തീർന്നു, അവരുടെ കന്യകമാർക്ക് വിവാഹഗീതം ഉണ്ടായതുമില്ല. അവരുടെ പുരോഹിതന്മാർ വാൾ കൊണ്ട് വീണു, അവരുടെ വിധവമാർ വിലാപം കഴിച്ചതുമില്ല. അപ്പോൾ കർത്താവ് ഉറക്ക ഉണർന്നവനെ പോലെയും വീഞ്ഞു കുടിച്ച് അട്ടഹസിക്കുന്ന വീരനെ പോലെയും ഉണർന്നു. മതി. ഞാൻ ഉദ്ദേശിച്ചത് ഈ ഭാഗം തന്നെയാണ്. എൻ്റെ 64-ാമത്തെ വാക്യത്തിൽ മുതൽ 56-ാമത്തെ വാക്യത്തിൽ മുതൽ വായിക്കുമ്പോൾ അവർ അത്യുന്നതനായ ദൈവത്തെ പരീക്ഷിച്ച് മത്സരിച്ചു, അവൻ്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ചതുമില്ല. അവർ തങ്ങളുടെ പിതാക്കന്മാരെ പോലെ പിന്തിരിഞ്ഞ് ദ്രോഹം ചെയ്തു, വഞ്ചനയുള്ള വില്ല് പോലെ അവർ മാറിക്കളഞ്ഞു. അവർ അത്യുന്നതനായ ദൈവത്തെ പരീക്ഷിച്ച് മത്സരിച്ചു. ദൈവത്തെ പരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദൈവത്തെ ടെസ്റ്റ് ചെയ്തവർ. ദൈവം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുമെന്നും ടെസ്റ്റ് ചെയ്തു. നമ്മൾ വീട്ടിൽ നമുക്കൊക്കെ ജെൻസിന് അറിയാമല്ലോ, ഈ സ്വിച്ച് ബോർഡിൽ കറണ്ടൊക്കെ ഉണ്ടോ എന്ന് സംശയം, ഒരു ലീക്ക് ഉണ്ടോയെന്ന് അറിയുമ്പോൾ പതുക്കെ നമുക്ക് തൊട്ട് നോക്കും. കുഴപ്പമില്ല അല്ലേ? അതായത് ഇത് അടിക്കുകയല്ലേന്ന്. അതായത് ദൈവത്തെ പരീക്ഷിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഒരു തെറ്റൊക്കെ ചെയ്താൽ ദൈവം ക്ഷമിക്കുമോ? ഒന്ന് വൈകുന്നേരം പോകുമ്പോൾ അന്യഭാഷയൊക്കെ വായി വരുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമ്മൾ ടെസ്റ്റ് ചെയ്ത് തീരുമാനിക്കും. കുഴപ്പമൊന്നുമില്ല, ദൈവം വിട്ടുപോയിട്ടൊന്നുമില്ല, നമുക്ക് കൂടെ ഉണ്ട്, അല്പം വൃത്തിയോടെ കാണിക്കാം, നമുക്കൊരു ചെറിയൊരു ഉറപ്പൊക്കെ കിട്ടുകയാണ്. അങ്ങനെ ഇത് ഞാൻ ജസ്റ്റ് തമാശയ്ക്ക് ജ്യോതി പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ അതാ സംഭവിക്കുന്നത്. ദൈവത്തിൻ്റെ കൽപ്പനകളോടെ മത്സരിച്ചിട്ടും ദൈവം വീണ്ടും അനുകൂലമാണെന്നൊരു തോന്നൽ അതങ്ങ് സ്ഥായിയായ ഭാവമായിട്ട് മാറുകയാണ്. അതൊരു പെർമനൻറ്റ് ഫീലിംഗ് ആയിട്ട് മാറുകയാണ്. ദൈവത്തെ വേണമെങ്കിൽ ബൈപ്പാസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ലെന്നേ. അവർ ദൈവത്തെ പരീക്ഷിച്ച് മത്സരിച്ചു, റിബല്ല് ചെയ്യുകയാണ്. റിബല്ലെന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരാഗ്രഹം ഒരാൾക്കുണ്ടായിരിക്കുക, അതിനെതിരെ നിൽക്കുക. രാജ്യത്തിൻ്റെ നിയമങ്ങൾക്കും രാജ്യത്തിൻ്റെ ഇൻട്രസ്റ്റിനും എതിരെ നിൽക്കുമ്പോൾ അതിനെ റിബല്യൻ എന്നാണ് പറയുന്നത്. ദൈവത്തോടെ റിബല്യൻ കാണിക്കുകയാണ്. ദൈവത്തേക്കാൾ ഞാൻ എടുക്കുക, ദൈവത്തിൻ്റെ വാക്കുകളേക്കാൾ എൻ്റെ വാക്കുകൾക്ക്, എൻ്റെ ഇച്ഛകൾക്ക്, എൻ്റെ ആഗ്രഹങ്ങൾക്ക് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. അവിടെ തകർച്ചകൾ ആരംഭിക്കും, അവിടെ കുടുംബങ്ങൾ തകരും, അവിടെ തലമുറകൾക്ക് നാശമുണ്ടാകും. ദൈവത്തെ മത്സരിച്ച് ദൈവത്തെ പരീക്ഷിച്ച് ദൈവത്തോട് മത്സരിച്ചുകൂടാ. അടുത്ത വാക്കിനെ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയൊരു വാക്കാണ്. അവർ തങ്ങളുടെ പിതാക്കന്മാരെ പോലെ പിന്തിരിഞ്ഞ് ദ്രോഹം ചെയ്തു, വഞ്ചനയുള്ള വില്ല് പോലെ അവർ മാറിക്കളഞ്ഞു. ഇവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ? They turned aside like a deceitful bow. വഞ്ചനയുള്ള വില്ല്. എന്താ വഞ്ചനയുള്ള വില്ല്? പിതാക്കന്മാരെ പോലെ മത്സരിക്കുകയും ദ്രോഹം ചെയ്യുക. ദ്രോഹം എന്താണെന്ന് അറിയാമോ? അവർ വഞ്ചനയുള്ള വില്ലുകളായിട്ട് മാറിപ്പോയി. ഞാൻ കുറേ ആലോചിച്ചു, എന്താണ് ഈ വഞ്ചനയുള്ള വില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു മരത്തിൻ്റെ ഒരു മരത്തിൻ്റെ കമ്പയല്ലേ, ഒരറ്റത്തുനിന്ന് ഒരു ചരട് വലിച്ച് മറ്റേ അറ്റത്തേക്ക് വലിച്ചു കെട്ടിയിട്ട് അതിലെ അമ്പ് എയ്യുന്നതാണ് ഈ വില്ലെന്ന് പറഞ്ഞ സാധനം. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വില്ല് എപ്പോഴും കെട്ടിവെക്കില്ല. കാരണം ഇത് കെട്ടിവെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടെൻഷൻ പോകും. അപ്പോൾ അതിന് വലിച്ചു വിടാൻ മേല, അത് ഇതായി വളഞ്ഞങ്ങ് പോകും. അപ്പോൾ അതുകൊണ്ട് ഈ ഫ്ലെക്സിബിളായിട്ടുള്ള ഈ മരത്തിൻ്റെ കൊമ്പ്
ഈ ഞാണെന്നാണ് പറയുന്നത്, ഈ ചരലെന്ന് പറയുന്നത്, അതിൻ്റെ ഒരറ്റം അഴിച്ച് അതിലിങ്ങനെ ചുരുട്ടി ഇങ്ങനെ വട്ടം വട്ടം വെച്ചിരിക്കും. ഒരു ആവശ്യം വരുമ്പോൾ, പെട്ടെന്നൊരു ശത്രു ഓപ്പോസിറ്റ് വരുമ്പോൾ എന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഈ പെട്ടെന്ന് ഒരു എന്താ പറയുക 1-2 സെക്കൻഡിനുള്ളിൽ ഈ സ്ട്രിങ് ഇവർ അഴിച്ചെടുക്കും. കണ്ണമാനം ചുറ്റിയിട്ടുണ്ടാവില്ല, 2 ചുറ്റി ഉണ്ടാവുള്ളൂ. ഒരു നിമിഷം കൊണ്ടത് അഴിച്ച് ചവിട്ടിപ്പിടിച്ച് അടി കെട്ടും ഇത്. അപ്പോഴേ വില്ല് വളയത്തുള്ളൂ. ഇതെല്ലാം കൊണ്ടൊരു 5 സെക്കൻഡ് 8 സെക്കൻഡ് കെട്ടും. അതിനുള്ളിൽ അവൻ ആക്രമിക്കുന്ന അകലത്തിന് അസസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ടാണ് അമ്പെടുത്ത് എയ്യുന്നത്. എന്നാൽ ചില സമയത്ത് എന്താണെന്നറിയാമോ സംഭവിക്കുന്നത്? പെട്ടെന്നൊരു ശത്രു മുൻപിൽ വരുമ്പോൾ, ഒരാവശ്യം മുൻപിൽ വരുമ്പോൾ, ഇത് വില്ലെടുത്ത് വളയ്ക്കാനായിട്ട് അടിയിൽ ചവിട്ടിയിട്ട് സ്ട്രിങ് വലിക്കുമ്പോൾ അമ്പൊടിഞ്ഞു പോകും, വില്ലൊടിഞ്ഞു പോകും. നിരായുധനായിട്ട് ആ മനുഷ്യൻ ശത്രു മുമ്പിൽ നിൽക്കേണ്ടി വരും. അയാൾ അമ്പേറ്റ് വീഴും. ഇതിനാണ് ഡിസീറ്റ്ഫുൾ ബോ എന്ന് പറയുന്നത്. അത്യാവശ്യ സമയത്ത് ഉപയോഗിക്കുവാൻ വേണ്ടി കൈനീട്ടിയെടുക്കുമ്പോൾ തകർന്നു പോകുന്ന വില്ല്, ഒടിഞ്ഞു പോകുന്ന വില്ല്. അവർ അവരുടെ പിതാക്കന്മാരെ പോലെ പിന്തിരിഞ്ഞ് ദ്രോഹം ചെയ്തു. വഞ്ചനയുള്ള വില്ല് പോലെ അവർ മാറിക്കളഞ്ഞു. ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കായി എന്നെയും നിന്നെയും പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അവിടെ നിന്ന് മുഖം തിരിച്ച് ചെവിയടച്ച് കണ്ണടച്ച് മടങ്ങിപ്പോകുമ്പോൾ എൻ്റെയും നിൻ്റെയും നേരെ വിരൽ ചൂണ്ടിയിട്ട് അവൻ പറയും, നീ വഞ്ചനയുള്ള വില്ലാണ്. ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കേണ്ട സമയത്ത്, ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കേണ്ട സമയത്ത്, സാധുവായ സഹോദരൻ്റെ നേരെ കണ്ണടയ്ക്കാതെ അവനെ ചേർത്ത് പിടിക്കേണ്ട സമയത്ത്, കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ പിന്തിരിയുമ്പോൾ എൻ്റെ നേരെ സ്വർഗത്തിൻ്റെ വിരലുകൾ ചൂണ്ടപ്പെടുകയാണ്. അവൻ പറയും, വഞ്ചനയുള്ള വില്ലേ, നീ ദ്രോഹം ചെയ്തു. വ്യക്തികളോടും കുടുംബങ്ങളോടുമുള്ള ദൈവത്തിൻ്റെ മുന്നറിയിപ്പാണത്. നമ്മൾക്കൊരു പക്ഷേ ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ കയ്യിൽ അധികമൊന്നുമില്ല, ഉള്ളത് മതിയെന്നേ. ഒന്നുമില്ലാത്തൊരു ബാലന് 5 അപ്പവും 2 മീനും യാതൊരു ഉപാധികളും കൂടാതെ ഗുരുനാഥൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തത്. നിൻ്റെ കയ്യിൽ എത്ര ഉണ്ടെന്നുള്ളതല്ല നോട്ടം, ബാക്കി എത്രയുണ്ടെന്നുള്ളതാണ് നോട്ടം. കർത്താവിൻ്റെ കണക്ക് അങ്ങനെയാണ്. നമ്മൾ കൊടുത്തത്, ഈ ചർച്ചിൽ ഇപ്പോൾ സ്തോത്രകാഴ്ച ഇടുക, ഇപ്പോൾ ജി പാസ്റ്റർ അടുത്ത് കൊണ്ടൊരു സ്തോത്രകാഴ്ച കൊടുക്കുകയാണെങ്കിൽ, ആ സഹോദരൻ സഹോദരി നല്ലൊരു എമൗണ്ടാണ് തന്നെന്ന് പറയും. ഇവിടെ നോക്കിയിട്ട് പറയും, ഇവിടെ നോക്കിയിട്ടാണ് പറയുന്നത്, ആ പാത്രത്തിലോട്ട് നോക്കിയിട്ട് പറയില്ല, കൈ കൊടുക്കുക കവറിലകത്ത് നോക്കിയിട്ട് പറയില്ല, ചെക്കിലെ നമ്പർ 1,00,000 രൂപ അല്ല 5,00,000 രൂപ സഹോദരൻ കുടുംബമായിട്ട് ഗുണം തന്നെ, പ്രൈസ് ദ ലോർഡ് എന്ന് പറയും. നമ്മളെ ചെക്കയിൽ നോക്കുമ്പോൾ ദൈവം എവിടെയാണ് നോക്കുന്നറിയാമോ? മനസ്സിലല്ല, പാസ്ബുക്കേ നോക്കും. ഇത് ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ടെന്ന് മനസ്സിലായോ? ഈ ചെക്ക് ഡ്രോ ചെയ്ത് കർത്താവിന് അറിയാമല്ലോ, കർത്താവിൻ്റെ കമ്പ്യൂട്ടറിലോട്ടൊന്നും പോകണ്ട. ഇത് ഡ്രോ ചെയ്ത് പോയി കഴിയുമ്പം, അല്ലേ ബിൻ, ബാങ്ക് വർക്ക് ചെയ്യണമെന്ന് അറിയാമല്ലോ, ഇത് കമ്പ്യൂട്ടറിലേക്ക് ഡ്രോ ചെയ്യാനൊന്നും പോകണ്ട, എൻട്രി ചെയ്യാനൊന്നും പോകണ്ട. കർത്താൻ നോക്കി അറിയാം ബാക്കി അവിടെ കിടക്കുന്നു 2,88,00,000 രൂപ. അതിൻ്റെ അകത്തു നിന്നായി 1,00,000 കൊണ്ട് നമുക്ക് ഇട്ടിട്ട് പോയത്. നമുക്ക് വലുതാണെങ്കിൽ ദൈവം പറയും. എന്നാൽ ഗുരുനാഥനും യജമാനനുമായവൻ ഒരിക്കൽ ഭണ്ഡാരത്തിൻ്റെ അടുത്ത് നിൽക്കുകയായിരുന്നു. അവിടെ എഴുതിയിരിക്കും, ധനവാന്മാർ അനേകർ കൊണ്ടുവന്ന് ഒരു പണം ഇങ്ങനെ എറിഞ്ഞത്, ഇത് എത്രയോ കോയിൻസ് നാണയങ്ങൾ എറിഞ്ഞു. അന്ന് വെള്ളി നാണയം, സ്വർണ്ണ നാണയം, ചെമ്പ് നാണയമുണ്ട്. ഈ ലോഹം കൊണ്ടുണ്ടാക്കിയ ഈ ഒഫറ്ററിയിലേക്ക് വീഴുമ്പം സൗണ്ടുകൾ വ്യത്യസ്തമായിരിക്കും പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇവിടെ വായിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും വലിയ ധനവാന്മാർ സ്വർണ്ണം ഇടുമ്പോൾ വളരെ ദൂരെ നിന്ന് എറിയുമെന്നാണ് പറയുന്നത്. കാരണം എന്താ, വീണ് കഴിയുമ്പോൾ സൗണ്ട് കേട്ടാൽ എല്ലാവരും പറയണം ആ സ്വർണ്ണമാണ് വീണെന്ന്. കേട്ടാൽ അറിയാം. നമ്മളങ്ങനെയല്ലേ, ഒരു ഫാൻ ഡൊണേഷൻ കൊടുത്തു കഴിഞ്ഞാൽ 3 പേര് കയറി ഒരുമിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ലീഫയിലും പേരെഴുതി വെക്കും നമ്മൾ, അല്ലേ? ഇവിടെ ഇല്ലായിരിക്കും ഒരു പക്ഷേ, ചിലയിടത്തൊക്കെ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ സഭയിലും ഞങ്ങളുടെ സഭയിൽ ടൈത്ത് പോലും കവറിലിടാൻ പാടില്ല. അത് സ്വത്തക്കാഴ്ച പാത്രത്തിലിട്ടോണം, ആരുടെയും പേരവിടെ ആവശ്യമില്ലെന്ന്. അത് മുകളിൽ അക്കൗണ്ട് വെച്ചോളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലക്ഷങ്ങളുടെ കെട്ടൊക്കെ വീഴാറുണ്ട് ചിലപ്പോൾ, ആരാന്നോലും ആർക്കും അറിയില്ല. അതുപോട്ടെ, ഇവിടെ പറയുന്നത് ഈ സ്ത്രീ കൊണ്ടയിടാൻ വേണ്ടി ഒരു പാവപ്പെട്ട സ്ത്രീ വരികയാണ്. അവിടെ വരുന്ന ആൾക്കാർ ഇങ്ങനെ എറിയുമ്പോൾ ഇവക്ക് എറിയാനും ഇല്ല ഇടാനും ഇല്ല. കാരണം എന്താ, അവിടെ 2 ചെമ്പ് തുട്ടാവുള്ളത്. അത് വീഴുന്ന സൗണ്ട് കേട്ട ആൾക്കാരെ പുച്ഛിക്കും. ഞാൻ എൻ്റെ ഇമാജിനേഷനിൽ ഞാനിങ്ങനെ കാണുന്നുണ്ട്. കുറച്ച് എഴുതുകയൊക്കെ ചെയ്യും, അതുകൊണ്ട് ഇമാജിനേഷൻ കുറച്ച് കൂടുതലാണ്, കാട് കയറി പോകാറുണ്ട്. അപ്പം ഇവളിങ്ങനെ കൊണ്ടുവന്ന് 2 ഇതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിക്കാണും, ഇങ്ങനെ അങ്ങോട്ട് നോക്കിക്കാണും ഇങ്ങോട്ട് നോക്കിക്കാണും. ആരും കാണുന്നുണ്ടോ എന്ന് നോക്കി പമ്മി കൊണ്ടുവന്നിട്ട് പതുക്കെ ഓഫറ്ററിയർ താഴെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തിരിഞ്ഞങ്ങ് നടന്നു പോയി കാണും.
ആ ഫെട്രി ബോക്സിൻ്റെ അവിടെ. ഞാനിങ്ങനെ എൻ്റെ ഇമാജിനേഷൻ അത് അറിയാതെ ഒന്ന് ഒരഞ്ഞു. അതൊരു ഇടിമുഴക്കം പോലെ തിരിഞ്ഞു നിന്നിരുന്ന ക്രിസ്തുവിൻ്റെ കാതുകളിൽ പതിച്ചു. അവൻ ഉടനെ തിരിയുകയാണ്. അത് വെച്ചാൽ ആ വാക്കുകൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അവൻ ഉടനെ തിരിയുകയാണ്. വിരൽ ചൂണ്ട് കാണാൻ അവൾ എല്ലാവരേക്കാൾ അധികം ഇട്ടിരിക്കുന്നു. എക്സ്പ്ലനേഷനും പറയുന്നുണ്ട്. എന്താണ് എക്സ്പ്ലനേഷൻ? അടുത്ത വാക്കാണ് ഇമ്പോർട്ടൻ്റ്. നമ്മൾ അതുവരെ നമുക്ക് ഓക്കെയാണ്. അവൾ അവളുടെ ഉപജീവനം മുഴുവനുമല്ലോ ഇട്ടത്. എൻ്റെ അർത്ഥം എന്താ? ചെക്ക് ബുക്കിൽ 0 ബാലൻസ് ആണെന്ന്. എബിനൊക്കെ ആണെങ്കിൽ ഫൈൻ അടിച്ചതിൻ്റെ 2000 രൂപ. 0 ബാലൻസ് അക്കൗണ്ട് അല്ലെങ്കിൽ. ദൈവം നോക്കിയത് എവിടെയാണ്? അപ്പം പാസ്ബുക്കാണ് നോക്കിയത്. ഈ ദിവസങ്ങളിൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം. ദൈവത്തിന് വേണ്ടി നാം കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ, സമയമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ, അതിനെക്കുറിച്ച് സമയം ഉണ്ടെന്ന് തോന്നി ഞാൻ പറയാം. നാം കൊടുക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ഏറ്റവും നല്ലതായിരിക്കണം കൊടുക്കേണ്ടത്. ഇവിടെ പക്ഷേ വഞ്ചനയുള്ള വില്ലുകളായി മാറിപ്പോയൊരു സമൂഹം. ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കാതെ, ദൈവത്തിന് കൊടുക്കേണ്ട ആദരവ് കൊടുക്കാതെ, ദൈവത്തിൻ്റെ ആലയത്തിന് കൊടുക്കേണ്ടതായിട്ടുള്ളത് കൊടുക്കാതെ അതിനെ മറന്നു കളഞ്ഞ ഒരു സമൂഹം. അത് നമുക്കറിയാം. ഏലിയുടെ കാലത്തോട്ട് തന്നെ ഈ പ്രശ്നമുണ്ട്. ഈ കാലഘട്ടങ്ങളിലൊക്കെ ആയപ്പോഴേക്കും, ഈ രാജാക്കന്മാരുടെ ലേറ്റർ കാലഘട്ടങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് അതുകൊണ്ട് എത്തുകയാണ്. ദൈവത്തിൻ്റെ ആലയത്തെ നിന്ദിക്കുകയാണ്. അതുകൊണ്ട് മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിലൊക്കെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. കണ്ണു പൊട്ടിയതിനെ മുടന്തുള്ളതിനെയൊക്കെ കൊണ്ടിരുന്ന് അതിനെ തന്നെ വില പറഞ്ഞ് ഭയങ്കര കച്ചവടങ്ങളുടെ കേന്ദ്രമായിട്ട് ആലയം മാറുകയാണ്. ദൈവം പറഞ്ഞ് ഇനി ഇടിച്ചു കളയാൻ നിർത്തിയില്ല. ഒരു കാര്യം മനസ്സിലാക്കണം. നമുക്ക് എത്ര നല്ല ഹോളുണ്ടെങ്കിലും, നമുക്ക് എത്ര വലിയ സെറ്റപ്പുകൾ ഉണ്ടെങ്കിലും, ദൈവം പോയി കഴിഞ്ഞാൽ ഇത് ഇടിയാനായിട്ട് സാധ്യതയുണ്ട്. ലിറ്ററലി ഇടിച്ചിലിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. എപ്പോഴും നമുക്കത് ഓർമ്മയുണ്ടായിരിക്കണം. അവർ വഞ്ചനയുള്ള വില്ല് പോലെ അവർ മാറിക്കളഞ്ഞു. ദൈവജനം അടിമത്തത്തിലേക്ക് കടന്നുപോയി. അവർ ബാബേലിലേക്ക് കടന്നുപോയി. ബാബേലിലേക്ക് കടന്നുപോയ സമൂഹത്തെക്കുറിച്ച് നമുക്ക് എല്ലാം വായിക്കാൻ സമയമില്ലെങ്കിലും ഞാൻ അവരെക്കുറിച്ച് പറയാം. നെബൂഖദ്നേസർ രാജാവിൻ്റെ 2 രാജാക്കന്മാർ അവസാന അധ്യായങ്ങളിൽ 24 അധ്യായത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തെ സേനാനായകൻ വന്നാണ് അവസാനത്തെ ഒരു ഇടിക്കലും നേരത്തിലൊക്കെ കഴിഞ്ഞിട്ട് പോകുന്നത്. അപ്പം ദൈവം വിളിച്ചു വരുത്തി ഇടിപ്പിക്കുന്നത്. അതാണ് രസം. ആലോചിച്ച് നോക്കിയേ. നമ്മൾ ശത്രുവാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന, അവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവനെ ദൈവം നമുക്കെതിരെ വിടുകയാണെങ്കിൽ ആലോചിച്ച്, ദൈവം വിടുകയാണെങ്കിൽ എൻ്റെ മകനായ എൻ്റെ ദാസനായ നെബൂഖദ്നേസറിന് അവനാ വന്ന് തകർക്കുന്നത് യെരൂശലേം. മനസ്സിലാക്കിക്കോണം. ദൈവത്തിൻ്റെ ഹിതത്തിനെതിരായി നാം നിൽക്കുന്നു എങ്കിൽ നമുക്കെതിരായി നമ്മുടെ ശത്രുക്കളെ ദൈവം പറഞ്ഞു വിടുമെന്ന്. അതിനേക്കാൾ ഒരു ദാരുണമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ആർക്കെതിരെ പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ എതിരെന്ന് പറയുമ്പോൾ വ്യക്തികളെക്കുറിച്ചല്ല ഉദ്ദേശിക്കുന്നത്, പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ പ്രശ്നങ്ങൾ നമ്മുടെ നേരെ ദൈവം പറഞ്ഞു വിടുമെന്ന്. യെരൂശലേം തകർക്കപ്പെട്ടു. യെരൂശലേമിൻ്റെ മതിലുകൾ ഇടിക്കപ്പെട്ടു. യെരൂശലേം ദേവാലയം തകർക്കപ്പെട്ടു. അവിടെ നിന്ന് 24-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിസ്സാരന്മാരെ ഒഴികെ ബാക്കി എല്ലാവരെയും പിടിച്ചുകൊണ്ട് പോയി. അതായത് എല്ലാവരെയും എന്ന് പറയും മിടുക്കന്മാരെ മുഴുവൻ കൊണ്ടുപോയി. അതായത് സ്കിൽഡ് വർക്കേഴ്സിന്, അന്നൊക്കെ ആയുധങ്ങൾ ഉണ്ടാക്കുന്ന ലോഹപ്പണിക്കാരെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വാല്യൂ ഉള്ള സമയമാണ്. കാരണം അതിനൊക്കെ സ്കില്ല് വേണ്ടതാണ്. ഇന്നത്തെ പോലത്തെ നമ്മുടെ മറ്റുള്ള കോഴ്സുകളും പരിപാടിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അന്ന് ഭയങ്കര അങ്ങനെയുള്ള ആൾക്കാരെയും കുലീനന്മാരെയും മുഴുവൻ പിടിച്ചു കൊണ്ടുപോയി. അപ്പോൾ ബാബേൽ ചക്രവർത്തി അതിശക്തനായ ചക്രവർത്തിയാണ്. ആ ചക്രവർത്തിയുടെ ക്യാപിറ്റലിൽ സാധാരണ അടിമകളെ ആവശ്യമില്ല, കാരണം ഇഷ്ടംപോലെ ഉണ്ട് അവിടെ. അപ്പോൾ അതിൽ ഏറ്റവും സ്കിൽഫുൾ ആയിട്ടുള്ള ആൾക്കാരെയാണ് കൊണ്ടുപോകുന്നത്. റോയൽ ബ്ലഡ് ഉള്ളവരെയാണ് കൊണ്ടുപോകുന്നത്. അത് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലെ ഒരു വാക്യമുണ്ട്. എൻ്റെ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 4 വരെയുടെ വാക്യങ്ങൾ വായിക്കുമ്പോൾ കുലീനന്മാരെ കൊണ്ടുപോയി തിരഞ്ഞെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യഹൂദ രാജാവായ യഹോയാക്കീമിന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരൂശലേമിലേക്ക് വന്ന് അതിനെ നിരോധിച്ചു. കർത്താവ് യഹൂദ രാജാവായ യഹോയാക്കീമിനെയും ദൈവത്തിന്റെ ആലയത്തിലെ പാത്രങ്ങളിൽ ചിലതിനെയും അവന്റെ കയ്യിലേൽപ്പിച്ചു. അവൻ അവയെ ശിനാർ ദേശത്ത് തൻ്റെ ദേവന്റെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി. ആ പാത്രങ്ങളെ അവൻ തൻ്റെ ദേവന്റെ ഭണ്ഡാരഗൃഹത്തിൽ വെച്ചു. അനന്തരം രാജാവ് തൻ്റെ ഷണ്ഡന്മാരിൽ പ്രധാനിയായ അശ്പനാസിനോട് ഇസ്രായേൽ മക്കളിൽ രാജസന്തതിയിലും കുലീനന്മാരിലും വെച്ച് അംഗഭംഗമില്ലാത്തവരും സുന്ദരന്മാരും സകല ജ്ഞാനത്തിലും നിപുണന്മാരും അറിവിൽ സമർത്ഥന്മാരും വിദ്യാപരിജ്ഞാനികളും രാജധാനിയിൽ പരിചരിപ്പാൻ യോഗ്യന്മാരുമായ ചില ബാലന്മാരെ വരുത്തുവാനും അവരെ കൽദയരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പിക്കാനും കൽപ്പിച്ചു. മതി. അതായത് കൊണ്ടുപോയവരിൽ നിന്ന് കുലീനന്മാരെ തിരഞ്ഞെടുക്കുക. അതിൽ നിന്ന് തന്നെ
ഏറ്റവും മിടുക്കന്മാരെയാണ് കൊണ്ടുപോയിരിക്കുന്നത്. അതിൽ കുലീനന്മാരെ തിരഞ്ഞെടുത്തിട്ട് രാജധാനിയിൽ ചക്രവർത്തിയുടെ റോയൽ ഡിപ്ലോമാറ്റ്സ് ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് അവരെ ട്രെയിൻ ചെയ്യുകയാണ്. അതിനൊക്കെ കുറേ കോൺട്രവേഴ്ഷ്യലായിട്ടുള്ള അനേക കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. രാജ എന്തൊക്കെ പഠിപ്പിച്ചു എന്നുള്ളതിനെക്കുറിച്ച് അതവിടെ പോട്ടെ. പക്ഷേ ഇവരെ കൊണ്ടുപോയിട്ട് രാജാവിൻ്റെ സംസ്ഥാനങ്ങളുടെ അധിപന്മാരായിട്ടൊക്കെ പിന്നീട് നമ്മൾ വായിക്കുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ. അങ്ങനെയുള്ള പൊസിഷനിലേക്ക് ഇവരെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവരെ തിരഞ്ഞെടുക്കുകയാണ്. ആ ഒരു കോണ്ടെക്സ്റ്റിൽ ആ കാലഘട്ടങ്ങളിൽ നടക്കുന്ന ഒരു സങ്കീർത്തന ഭാഗമാണ് 137 സങ്കീർത്തനം. ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു എന്ന് പറയുന്നത് ആ സിറ്റുവേഷനിലാണ്. അതിൻ്റെ അടുത്ത വാക്കിൽ പറയുന്നത് ഞങ്ങളുടെ കിന്നരങ്ങളെ അലരി വൃക്ഷങ്ങളുടെ മേൽ തൂക്കിയിട്ടു. ഇതും കൂടെ ഞാൻ പറഞ്ഞ പശ്ചാത്തലത്തിൽ നിന്നാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. കാരണം സാധാരണ അടിമകൾക്ക്, ജോലിക്കാർക്ക് കിന്നരങ്ങൾ കയ്യിൽ കൊണ്ടുപോകാൻ അധികാരം ഉണ്ടാവില്ല. അവരുടെ കാലുകൾ ആമത്തിലായിരിക്കും, കൈകൾ ആമത്തിലായിരിക്കും, കൊണ്ടുപോയി പണിയെടുപ്പിക്കും, തിരിച്ചു കൊണ്ടു വിടും. അത് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ കിന്നരങ്ങൾ കൈയിൽ വെക്കാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ളവർ, അതിന് എലിജിബിൾ ആയിട്ടുള്ളവരെന്ന് പറഞ്ഞാൽ ഡിപ്ലോമാറ്റ്സിനെ പോലത്തെ ആൾക്കാർ തന്നെയായിരിക്കും. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഇവർ സാധാരണക്കാരിൽ ഇവർക്ക് കിന്നരങ്ങളൊക്കെ കയ്യിലുണ്ട്. ഞങ്ങളുടെ കയ്യിൽ കിന്നരങ്ങളുണ്ട്. പക്ഷെ ഞങ്ങൾ അലരി വൃക്ഷങ്ങളിന്മേൽ വില്ലോ ട്രീസിൽ തൂക്കിയിട്ടെന്ന് പറയുന്നത് അത് ദുഃഖത്തിൻ്റെ, അഗാധമായ ദുഃഖത്തിൻ്റെ എക്സ്പ്രഷനാണ്. പോയറ്റിക്കാണല്ലോ സങ്കീർത്തനങ്ങളെല്ലാം. ഈ വില്ലോ ട്രീസ് എന്ന് പറയുന്നത് ദുഃഖത്തിൻ്റെ പ്രതീകമാണ്. അതിങ്ങനെ അതിനിങ്ങനെ ഒഴുകി ഇങ്ങനെ താഴത്തേക്ക് തൂങ്ങിക്കിടക്കുന്ന ഇലകളെ കണ്ണുനീരിന് തുല്യമാണെന്നൊക്കെ പറഞ്ഞാൽ പോയറ്റിക്ക് വ്യൂസ് ഉണ്ട്. അതുകൊണ്ടായിരിക്കും അത് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ആയിരിക്കാം, അല്ലായിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്. അവിടെ പറയുന്നു ഏറ്റവും ദുഃഖിക്കുകയാണ് അവർ. എവിടെ ആയിരിക്കുമ്പോഴെന്നറിയാമോ? ഈ ബാബേലിൻ്റെ തീരത്തായിരിക്കുമ്പോഴും, ഈ ബാബേൽ നദികളുടെ തീരത്തായിരിക്കുമ്പോൾ, യൂഫ്രട്ടീസിൻ്റെയും ടൈഗ്രീസിൻ്റെയും തീരത്തായിരിക്കുമ്പോൾ. വാസ്തവം പറഞ്ഞാൽ അവർക്ക് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അവരായിരിക്കുന്നത് ഏറ്റവും ലക്ഷൂറിയസ് ആയിട്ടുള്ള പാലസിലാണ്. അവരായിരിക്കുന്നത് നല്ല വെൽ സാലറീഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ്. അവരെ സംബന്ധിച്ചിടത്തോളം യാതൊന്നിനും ഒരു കുറവുമില്ല. അവരുടെ ഭാര്യമാരുടെ കാര്യവും അവരുടെ മക്കളുടെ കാര്യവും അവരുടെ സകല കാര്യങ്ങളും ആർ വെൽ ടേക്കൺ കെയർ. എല്ലാം നന്നായിട്ട് മുൻപോട്ട് കൊണ്ടുപോകുന്നവരാണ്. അവരുടെ ദുഃഖത്തിന് കാരണം സിയോനാണ്. നമ്മൾ ഓരോരുത്തരും ഇന്നായിരിക്കുന്ന സ്ഥാനങ്ങൾ നമ്മൾ അർഹിക്കുന്ന സ്ഥാനങ്ങളല്ല. ഞാനല്ല, നിങ്ങളാണോ എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ ഞാൻ കംഫർട്ടബിൾ ആണോ അല്ലയോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സിയോൻ എൻ്റെ മനസ്സിൻ്റെ ഒരു മെൻ്റൽ ഒബ്സഷനാണോ? ദൈവരാജ്യം എന്നെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ടോ ഇല്ലയോ? ആ ചോദ്യത്തിന് ഉത്തരം എനിക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. എൻ്റെ ജീവിതത്തെ ഏറ്റവും അധികം എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നത് എൻ്റെ കൺവീനിയൻസുകളിൽ നിന്ന്, എൻ്റെ ലക്ഷ്വറികളിൽ നിന്ന്, എൻ്റെ കംഫർട്ട് സോണുകളിൽ നിന്ന് എന്നെ പുറത്തേക്ക് തള്ളി പുറത്തിറക്കുന്നത് ഈ ദൈവരാജ്യത്തിനെക്കുറിച്ചുള്ള ഓർമ്മകളാണോ, അതിൻ്റെ ആവശ്യങ്ങളാണോ? whether the needs and demands of the kingdom of God, whether that expels me out of my comfort zones, എൻ്റെ കംഫർട്ട് സോണുകളിൽ നിന്ന്, എൻ്റെ സുരക്ഷിത സ്ഥാനങ്ങളിൽ നിന്ന്, എൻ്റെ കമ്പിളി പുതപ്പുകളുടെ അടിയിൽ നിന്ന് എന്നെ ചവിട്ടി പുറത്താക്കണം എനിക്ക് ദൈവത്തോടുള്ള എൻ്റെ പ്രതിബദ്ധതയുടെ ആഴങ്ങൾ. അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അന്ന് എവിടെ ആയിക്കൊള്ളട്ടെ, എന്ത് പൊസിഷൻ ആയിക്കൊള്ളട്ടെ, എന്ത് പ്രൊഫഷൻ ആയിക്കൊള്ളട്ടെ, ചെറുതായിക്കൊള്ളട്ടെ വലുതായിക്കൊള്ളട്ടെ, അതിൻ്റെ ഉള്ളിലെല്ലാം നമ്മളുടെ ഉള്ളിൽ നിറയേണ്ട ഒരു കാര്യമുണ്ട്. എ ഹോളി ഡിസ്കണ്ടൻമെൻറ്റ്, വിശുദ്ധമായ ഒരു അസംതൃപ്തി. ഞാൻ ഏത് ജോലി ചെയ്യുമ്പോഴും, ഞാൻ ഏത് പദവികൾ അലങ്കരിക്കുമ്പോഴും, ഞാൻ എത്രമാത്രം ശമ്പളം മേടിക്കുമ്പോഴും, എത്ര ആരോഗ്യമുള്ളവനായിരിക്കുമ്പോഴും എൻ്റെ മനസ്സിനെ അതൃപ്തി കൊണ്ട് നിറയ്ക്കുന്ന ഒരു ദൈവരാജ്യം ഉണ്ടായിരിക്കണം. ഈ ലോകത്തിലെ ശമ്പളം കിട്ടാത്തതിനെക്കുറിച്ചുള്ള അതൃപ്തിയല്ല, ഈ ലോകത്തിലെ പൊസിഷൻ കിട്ടാത്തതിനെക്കുറിച്ചുള്ള അതൃപ്തിയല്ല, മക്കൾ എവിടെയും എത്താതെ പോയതിനെക്കുറിച്ചുള്ള അതൃപ്തിയല്ല, ജീവിതത്തിൽ ഒരു നല്ല വീടില്ലാത്തതിനെക്കുറിച്ചുള്ള അതൃപ്തിയല്ല, സ്വന്തമായിട്ട് ചില കാര്യങ്ങളില്ലാത്തതിനെക്കുറിച്ചുള്ള അതൃപ്തിയല്ല, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള അസംതൃപ്തി. അതാണ് നമ്മുടെ ഉള്ളിൽ നിറയേണ്ടത്. അത് നിരന്തരമായി നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കണം. ഞാൻ ദൈവത്തിന് വേണ്ടി ചെയ്തതൊന്നും പോരാ, അവൻ്റെ സന്നിധിയിൽ ഞാൻ താഴ്ന്ന താഴ്ചയ്ക്ക് ആഴം പോരാ, എൻ്റെ എളിമ ഇനിയും വർദ്ധിക്കേണ്ടിയിരിക്കുന്നു, ഞാൻ ഇനിയും അവൻ്റെ പുത്രനെ പോലെ ആകേണ്ടിയിരിക്കുന്നു, എൻ്റെ ജീവിതത്തിലെ ക്രിസ്തു കാണിച്ച മാതൃകകളിലേക്ക് ഞാൻ മാറേണ്ടിയിരിക്കുന്നു, അവൻ്റെ മുഖത്തിൻ്റെ മറ്റേ ഭാഗത്തേക്ക് ഞാൻ മാറി നിൽക്കേണ്ടിയിരിക്കുന്നു. അവൻ ആവശ്യപ്പെടുന്നെങ്കിൽ ഏതളവോളം പോകുവാൻ, നീ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് അവന് മുൻപിൽ തലവണക്കി നിൽക്കുവാൻ എനിക്കിന്ന് കഴിയുന്നില്ല എങ്കിൽ ഞാൻ അവൻ ആഗ്രഹിക്കുന്ന തലങ്ങളിലേക്ക് വളർന്നിട്ടില്ല. അവന് വേണ്ടി വേല ചെയ്യുവാൻ ഞാൻ നമ്മൾ ആദ്യം വായിച്ച വാക്യതാണല്ലോ, ജീവനാലാകട്ടെ മരണത്താലാകട്ടെ ഇപ്പോഴെന്ന പോലെ എപ്പോഴും ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ മഹിമപ്പെടുകയാണ്. അതാണ് എൻ്റെ ആവശ്യം. മൊറേവിയൻ മിഷൻ ഫ്ലാഗിൽ ഞാൻ കേട്ടിട്ടുള്ളതാണ്. ജോഷുവ സാറും ദേവദാസന്മാരും ഒക്കെ പ്രസംഗിക്കുമ്പോൾ കേട്ടിട്ടുള്ള വായിച്ചിട്ടുമുണ്ട്. മൊറേവിയൻ മിഷൻ ഫ്ലാഗ് അവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു അസോസിയേഷനാണ്, പണ്ടത്തെ മിഷണറി മൂവ്മെൻ്റ് ആണ്. അതിലൊരു 2 കാളകളുണ്ട്. ഒരു കാളയാണ്, 2 കാളയാണോ, ഒരു നുകമുണ്ട്,
ഒരു യാഗപീഠവുമുണ്ട്. ഈ കാളകൾ ഈ യാഗപീഠത്തെയും നുഖത്തെയും ഫേസ് ചെയ്ത് നിൽക്കുകയാണ്. അടിയിൽ ഇങ്ങനെ എഴുത്തുണ്ട്, റെഡി ഫോർ ഈദർ, രണ്ടിനും ഒരുക്കമാണെന്ന്. യാഗപീഠത്തിലേക്ക് കടന്നു പോകുവാനും നിനക്ക് വേണ്ടി ചാമ്പലായി തീരുവാനും അതല്ല നീ ആഗ്രഹിക്കുന്ന നുഖത്തിൻ്റെ കീഴിൽ കഴുത്ത് വെച്ച് നിനക്ക് വേണ്ടി അധ്വാനിക്കാനാണെങ്കിൽ രണ്ടിനും ഒരുക്കമാണെന്ന്. ദൈവം നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത് ആ ഡീപ്പർ ലെവൽ ഓഫ് കമ്മിറ്റ്മെൻറ്റ്സ് ആണ്. അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങളെയൊക്കെ ചിന്തിക്കേണ്ടെന്നല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾ മിടുക്കരായി പഠിക്കേണ്ടെന്നല്ല, അവർ മിടുക്കരായിട്ട് പഠിക്കണം. പക്ഷെ ആർക്ക് വേണ്ടി? ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി. ഞാനിവിടെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ മോളുടെ റൂമിൽ നിന്ന് കേട്ടു, അവരൊക്കെ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് ആകണം. ആർക്ക് വേണ്ടി? ദൈവത്തിന് വേണ്ടി. അതായിരിക്കണം നമ്മുടെ ഫോക്കസ്. ഇവരൊന്ന് ചെറുതാകണമെന്നല്ല നമ്മൾ പറയുന്നത്, ഇവരൊന്ന് ദരിദ്ര നാരായണന്മാരായിട്ട് തെക്ക് വടക്ക് നടക്കണമെന്നല്ല പറയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ അതിസമർത്ഥന്മാരായി ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരാകണം. അവരിയ്ക്കുന്ന പൊസിഷൻ കൊണ്ട് ദൈവനാമത്തിന് മഹത്വവും ദൈവരാജ്യത്തിന് അഭിവൃദ്ധിയും ഉണ്ടാകണം. ഇല്ലെങ്കിൽ ആകണ്ടെന്നേ, ഇല്ലെങ്കിൽ ആവരുതവർ. മനോഹരമായ പാട്ടൊക്കെ ഉണ്ട്, പാടുവാൻ എനിക്ക് ഇല്ലിനി ശബ്ദം എന്നൊക്കെ പറഞ്ഞല്ലേ. പിന്നെ വേറൊരു പാട്ടുണ്ടല്ലോ, നീ എനിക്ക് നാവെന്തിനാ തന്നത് നിനക്ക് വേണ്ടി പാടാനല്ലെങ്കിൽ. അതുപോലെ പറയണം, നിനക്ക് വേണ്ടി നിൽക്കാനല്ലെങ്കിൽ എനിക്ക് നീ എന്തിനാ ജോലി തന്നു പാടാൻ പറ്റുമോ? നിനക്ക് വേണ്ടി കൊടുക്കാനല്ലെങ്കിൽ എനിക്ക് ഇന്നത്തെ ശമ്പളം തന്നു ആർക്കും ചോദിക്കാൻ പറ്റുമോ? ദശാംശത്തിന് വേണ്ടി ദുരിശം പിടിച്ച് 10% എണ്ണി കൊടുക്കുന്നത് ദൈവികമൊന്നുമല്ല. 10% അല്ല ദശാംശം എന്ന് പറയുന്നത്. ആരാ അങ്ങോട്ട് പറഞ്ഞത് 10% ദശാംശമെന്ന്? അല്ല കേട്ടോ. ഇനി നിങ്ങൾ ഒരിക്കലും എന്നെ മീറ്റിങ്ങിന് വിളിക്കത്തില്ലായിരിക്കാം, അതൊന്നും കുഴപ്പമൊന്നുമില്ല. 10% ദശാംശം. പഴയ നിയമത്തിൻ്റെ ആവർത്തന പുസ്തകത്തിലെയും ദൈവപുസ്തകത്തിലെ അവസാന ഭാഗങ്ങൾ പോയി വായിച്ച് നോക്കിയാൽ അറിയാം. 3 ദശാംശങ്ങൾ ഉണ്ടായിരുന്നു പഴയ നിയമകാലത്ത്. 2 ദശാംശങ്ങൾ എല്ലാ വർഷവും എടുക്കുന്നത്, 1 ദശാംശം 3 വർഷം കൂടുമ്പോൾ എടുക്കുന്നു. ഇയർലി ആണല്ലോ വിളവുകളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ എത്രയായി ടോട്ടലേ? എല്ലാ വർഷവും 1 ദശാംശം എടുക്കും. 3 വർഷം കൂടുമ്പം വീണ്ടും 1 ദശാംശം എടുക്കും. അപ്പോൾ 3 വർഷത്തെ ദശാംശം നമ്മൾ 1 വർഷമായിട്ട് കൺവേർട്ട് ചെയ്യാൻ വിചാരിക്കുക. 1 വർഷം എത്ര കൊടുക്കണം തീരുമാനിക്കുകയാണെങ്കിൽ ഏകദേശം എത്ര വരും? ഇപ്പോൾ ആരും കണക്ക് പഠിച്ചിട്ടില്ല അല്ലേ? ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, ആരും അപ്പോഴും കണക്ക് മറന്നു പോകും. 3 ടൈംസും അല്ല, 3 ടൈംസ് ഇല്ല. ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയേ. 3 വർഷം, 3 വർഷത്തിലൊരിക്കലാണ്. അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 2 10% കൂടുമ്പോൾ 19 എത്രയാ? 20 അല്ലേ? 20 തന്നെ. 10-നെ അല്ല, ഒരു 10-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 വർഷമാണല്ലോ, എത്ര വരും? 10 ഡിവൈഡ് ബൈ 3 എത്രയാ? 3.33. കൂട്ടി വരുമ്പോൾ എത്ര വരും? 23.33. അത്രയും കൊടുത്തിട്ട് ഞെളിഞ്ഞ് നിൽക്കാം. അത് പഴയ നിയമത്തിൻ്റെ കണക്ക്. പുതിയ നിയമമോ? അവൻ നിങ്ങളെ മുഴുവൻ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങളാരും താന്താങ്ങൾക്കുള്ളവരല്ല എന്ന് അറിയുന്നില്ലല്ലോ. ആകെ പ്രശ്നമാണ്. പേഴ്സ് മുഴുവൻ അവൻ്റെയാണെന്ന് ആ ഒരു ബോധ്യത്തോടെ ജീവിച്ചാലേ ക്രിസ്തീയ ജീവിതമാവുള്ളൂ. ആ ഒരു ബോധ്യത്തോടു കൂടി അതിൻ്റെ കൂടെ നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കും. കൊരിന്ത്യർ 9-ാം അധ്യായത്തിൽ വാക്യം ഇങ്ങനെയുണ്ട്, വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിതയെ നൽകി പൊലിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ ഫലത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്നവൻ. 1 കൊരിന്ത്യർ 9:10-11 തോന്നുന്നു. 2 കൊരിന്ത്യർ സംശയമുണ്ട്. വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിതയെ നൽകി പൊലിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ ഫലം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾ അഭിവൃദ്ധിപ്പെടണമെന്നാണ്, നമ്മൾ അഭിവൃദ്ധിപ്പെടണമെന്നാണ്. നമ്മളുടെ ജോലി അടുത്ത പ്രൊമോഷൻ കിട്ടണമെന്നുള്ളതാണ്. നമ്മുടെ ബിസിനസ്സിലെ ഒരു പുതിയ സംരംഭം കൂടെ തുറക്കണം തന്നെയാണ് കർത്താവിന് ആഗ്രഹം. നമ്മുടെ മക്കൾ നല്ല ശമ്പളക്കാരും നല്ല പൊസിഷനിലും ആയിരിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. എല്ലാവരും അല്ല, അതിനേക്കാൾ വലുതാണ് സുവിശേഷ വിലയ്ക്ക് വന്നത്. പോട്ടെ, അതിന് വലുതാണ് പറയാനുള്ള സമയമില്ല. അങ്ങനെയൊക്കെയാണ് ദൈവത്തിന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ എന്തിനു വേണ്ടിയാണെന്ന് പറയുന്നത്? വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിതയെ നൽകി പൊലിപ്പിക്കുകയും. അത് വായിച്ചോ, വാക്യം പറഞ്ഞു വായിച്ചോ. 2 കൊരിന്ത്യർ 9:10. എന്നാൽ വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിതയും നൽകി പൊലിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നല്ല രസമാണ്. യു വിൽ ബി മെയ്ഡ് റിച്ച് എവറി വേ സോ ദാറ്റ് യു ക്യാൻ ബി ജനറസ് ഇൻ ഓൾ ഒക്കേഷൻസ്. നിങ്ങൾ ദൈവം എല്ലാത്തിലും സമ്പന്നരാകും.
ബിസിനസ്സിലും ജോലിയിലും മക്കളുടെ വിദ്യാഭ്യാസത്തിലും അവരുടെ ജോലിയിലൊക്കെ സമ്പന്നന്മാരാക്കും. പക്ഷെ എന്തിനു വേണ്ടിയാണെന്ന് കൂടെ പറയുന്നുണ്ട്, എല്ലാ കാലത്തും ഔദാര്യമായി കൊടുക്കാൻ. ഈ ബൈബിൾ വാക്യം കണ്ടിട്ടേ ഇല്ലല്ലോ, കാണില്ല. കാരണം അറിയാമോ, നമുക്കിത് കാണണ്ട. അതുകൊണ്ടാണ് നമ്മളെ അവൻ ഔദാര്യമായി അനുഗ്രഹിക്കുന്നത്, അവൻ നമുക്ക് ധാരാളമായി തരുന്നത്. അവൻ്റെ മഹാസ്നേഹത്തിൻ്റെ എക്സ്പ്രഷൻ ആയിരിക്കെ തന്നെ അവൻ്റെ ആഗ്രഹവും കൂടിയുണ്ട്, എൻ്റെ മക്കൾ എൻ്റെ വേലയ്ക്ക് സാധുവിന് കൈയഴിഞ്ഞ് കൊടുക്കണം. കുറഞ്ഞു പോവില്ല കേട്ടോ, കുറഞ്ഞു പോവില്ല, കുറഞ്ഞു പോവില്ല, കുറഞ്ഞു പോവില്ല. കൈ അഴിച്ചു കൊടുത്തു നോക്ക്, കഴിവിൻ്റെ അങ്ങേ അറ്റത്ത് നിന്ന് കൊടുത്തു നോക്ക്, നിങ്ങൾക്ക് കഴിയുന്നതിനേക്കാൾ അപ്പുറത്ത് കൊടുത്തു നോക്ക്, കുറയില്ല. നമ്മുടെ പേഴ്സ് കാലിയാവില്ല. കാലിയായ പറ, ഞാൻ കാശ് ബാക്കി തന്നു തീർത്തോളാം, ഓടിക്കോളാം. അവൻ കടക്കാരനാവില്ല. അവൻ ദൈവം നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത് അങ്ങനെ അവന് വേണ്ടി നിൽക്കാൻ വേണ്ടിയാണ്. വിതയ്ക്കുന്നതിന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്നവൻ. യഹൂദബാലന്മാരിലേക്ക് നമുക്ക് വീണ്ടും മടങ്ങി വരാം. അവർ ദുഃഖിതരാണ്, പക്ഷേ അവരുടെ ജീവിതത്തിൽ യെരുശലേമിനെ കുറിച്ച് ആഞ്ഞു ദുഃഖിക്കുകയാണ്. അവർ അവരുടെ കിന്നരങ്ങളെ അലരി വൃക്ഷങ്ങളിന്മേൽ തൂക്കിയിട്ടുകൊണ്ട് അവർ ആകെ വിഷമിച്ച് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളെ ബദ്ധരാക്കിക്കൊണ്ടുപോയ ഞങ്ങളുടെ ക്യാപ്റ്റീവ്സ്, അവരും ഡിപ്ലോമാറ്റ്സ് ആയിരിക്കാം ഒരുപക്ഷെ, അവർ പറഞ്ഞൊരു കാര്യമാണ്, സിയോൻ ഗീതങ്ങളിൽ ഒന്ന് ചൊല്ലുവിൻ. ഗീതങ്ങളെയും ഞങ്ങളെ പീഡിപ്പിച്ചവർ ഞങ്ങളുടെ സന്തോഷത്തെയും ചോദിച്ചു. പാട്ട് പാടാ, കൈ നിങ്ങൾ പണ്ട് നിങ്ങളുടെ നാട്ടിലൊക്കെ ഭയങ്കര തപ്പൊക്കെ കൂട്ടി പാടുന്നവരല്ലേ, ഒന്ന് പാടാൻ പറയുകയാണ്. അവരൊരു ഡിലമ്മയിലാണ്, അവരൊരു വിഷമസന്ധിയിലാണ്, എന്താ ചെയ്യണമെന്നറിയില്ല. ഞങ്ങൾ യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നത് എങ്ങനെ? അത് ഭയങ്കര തെറ്റിദ്ധരിക്കപ്പെടുന്നൊരു സ്റ്റേറ്റ്മെൻറ്റും കൂടിയാണ്. നമുക്ക് രണ്ട് ഭയങ്കര പ്രശ്നമുണ്ട് അതിനകത്ത്. തുടർന്നുള്ള വാക്യങ്ങളുടെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ മനസ്സിലാക്കാവുള്ളൂ. ഞങ്ങൾ യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നത്, ഇത് പാട്ട് പാടാൻ പറയുന്നു. ഒരു കാര്യം മനസ്സിലാക്കണം, ഇവർ പാട്ട് പാടുന്നവരാണ്, അതുകൊണ്ടാണ് കയ്യിൽ കിന്നരമുള്ളത്. അല്ലെങ്കിൽ പാട്ട് പാടാത്തൊരു കിന്നരം തൂക്കിക്കൊണ്ട് നടക്കുമോ? അത് പണ്ട് കാലത്തൊക്കെ, ഞങ്ങളുടെ കാലങ്ങളിലൊക്കെ ഗിറ്റാർ അറിയാൻ പാടില്ലാത്തതിനും ഗിറ്റാറിയും തൂക്കിക്കൊണ്ട് നടക്കുമായിരുന്നു, വല്ല ഷൈൻ ചെയ്യാനായിട്ട്. കൊടാൻ അറിയാൻ പാടില്ല. പക്ഷെ അതുപോലെയല്ല ഇവരുടെ കയ്യിൽ കിന്നരമുണ്ട്, പാടാനും അറിയാം, നന്നായിട്ടറിയാം. ഇവരെന്തോ, ഇവർക്ക് പാടാനറിയാം, പക്ഷെ ഇവരെ പാടുന്നതിൽ തടയുന്നത് എന്തോ ഒന്നുണ്ട്. യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ്റെ പുറകിൽ ഒരു പക്ഷേ ചില ചിന്തകന്മാർ പറയുന്നത് അന്നൊക്കെ ദൈവം റീജിയണൽ ആണോ എന്ന് ചിന്തിക്കുന്ന കാലമുണ്ട്. യഹോവ സിയോൻ്റെ അതിരുകൾക്കുള്ളിൽ പ്രബലൻ എന്നൊക്കെ പല വാക്കുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള യൂസേജൊക്കെ വരുമ്പോൾ അത് അതുകൊണ്ടാണോ എന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ നല്ലൊരു ചിന്ത ഞാൻ വായിച്ചിങ്ങനെയാണ്, ഹൗ എന്ന വാക്കിന് ഹൗ വെൽ എന്നൊരു അർത്ഥവും കൂടിയുണ്ട്. എങ്ങനെ എന്നുള്ളതിന് എത്ര നന്നായി എന്നും കൂടി അർത്ഥമുണ്ട്. യഹോവയുടെ ഗീതം ഞങ്ങൾ അന്യദേശത്ത് എത്ര നന്നായി പാടണം. ഞങ്ങൾ ദുഃഖിതരാണ്, ഞങ്ങൾ ഈ കാര്യങ്ങൾ ഓർത്ത് ഞങ്ങൾ ദുഃഖിതരാണെങ്കിലും ഞങ്ങൾ യഹോവയുടെ ഗീതം അന്യദേശത്ത് എത്ര നന്നായി പാടാം. അടുത്ത വാക്യങ്ങൾ വായിക്കുമ്പോൾ അതാണ് ശരിയെന്ന് തോന്നും. കാരണം ബാബിലോണിന് ദൈവത്തിൻ്റെ സംഗീതം ആവശ്യമുണ്ട്. ബാബിലോൺ യഹോവയെക്കുറിച്ചുള്ള വാഴ്ത്തുപാട്ടുകൾ കേൾക്കുവാൻ ആഗ്രഹമുണ്ട്. യഹോവ ഭൂമിയുടെ എല്ലാ അറുതികൾക്കും ദൈവമായ ദൈവമാണ്, യഹൂദന് മാത്രം ദൈവമല്ല. അതൊക്കെ നമ്മുടെ തെറ്റിദ്ധാരണയാണ്. കർത്താവ് പല പ്രാവശ്യം ഓൾഡ് ടെസ്റ്റ്മെന്റിൽ പറയുന്നുണ്ട്, ഞാൻ ഭൂമിയുടെ അറുതികൾ വരെ ദൈവമാണ്. അതുകൊണ്ടാണ് സൈറസിനെയും നെബൂഖദ്നേസറിനെയും ഒക്കെ മോനെന്നും ദാസനെന്നൊക്കെ വിളിക്കാനായിട്ട് ഇടയായിത്തീർന്നത്. നമ്മൾ ചിന്തിക്കുന്ന പോലെ നമ്മുടെ മാത്രം സ്വകാര്യ സ്വത്തൊന്നുമല്ല ക്രിസ്തു കേട്ടോ. ഇതൊക്കെ വലിയ തെറ്റിദ്ധാരണകളാണ്. നിങ്ങൾ ആകപ്പാടെ വിഷമത്തിലേക്ക് ഞാൻ കൊണ്ടുപോകുന്നില്ല, നിങ്ങൾ വായിച്ചാൽ മനസ്സിലാകും നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ. പക്ഷെ നമ്മളെ വിളിച്ചത് വലിയൊരു വിളിയാണ്, അതിനെക്കുറിച്ചൊന്നും യാതൊരു തെറ്റിദ്ധാരണകളുമില്ല. നമ്മൾ പ്രിയ മക്കൾ തന്നെയാണ് എന്ന് വിചാരിച്ച് നമുക്ക് എന്ത് വൃത്തികേടും കാണിക്കാമെന്നുള്ള ലൈസൻസും ഇല്ല. എല്ലാ അറുതികൾക്കും ദൈവമാണ്. അപ്പം ഈ ദൈവത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ദൈവത്തിൻ്റെ നാടാണ് ബാബേലും. അതുകൊണ്ടാണല്ലോ നെബൂഖദ്നേസറിനെ മകനായിട്ട് വിളിക്കുന്നത്. അതുകൊണ്ടാണല്ലോ സൈറസിനെ മേദ്യരാജ്യത്ത് നിന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് സൈറസ് രണ്ടാമത്തെ ആലയത്തിൻ്റെ പണിക്കും വേണ്ടിയിട്ട് കാര്യങ്ങൾ ആൾക്കാർ പറഞ്ഞു വിടുന്നതും അതിനുള്ള പ്രൊവിഷൻസും കൊടുക്കുന്നത്. അപ്പം ഇവിടെ വെച്ച് ഒരു കാര്യം, ഞങ്ങൾ യഹോവയുടെ ഗീതം അന്യദേശത്തിന് ആവശ്യമുണ്ട്, ഞങ്ങളിത് എത്ര നന്നായി പാടണം. ഹൗ വെൽ ഷുഡ് വി സിങ് ദ സോങ് ഓഫ് സയൺ. ഈ കർത്താവിൻ്റെ ഈ പാട്ട് ഈ സ്ട്രേഞ്ച് ലാൻഡിൽ, ഈ എന്താ പറയുന്നത്, ഊഷരമായ ഈ പ്രദേശത്ത് ഞങ്ങൾ എത്ര നന്നായി പാടണം. ഞങ്ങൾ പാടുന്നില്ല എങ്കിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ അടുത്ത് പറയുന്നത്. അടുത്ത വാക്യം വായിക്കാം. യെരൂശലേമേ, നിന്നെ ഞാൻ മറന്നു എങ്കിൽ എൻ്റെ വലം കൈ മറന്നു പോകട്ടെ. നിന്നെ ഞാൻ ഓർക്കാതെ പോയാൽ, യെരൂശലേമിനെ എൻ്റെ മുഖ്യ സന്തോഷത്തേക്കാൾ വിലമതിക്കാതെ പോയാൽ എൻ്റെ നാവ് അണ്ണാക്കിനോട് പറ്റിപ്പോകട്ടെ. പറയുകയാണ്, ഞാൻ പാടുന്നില്ല എങ്കിൽ ഈ അലരി വൃക്ഷങ്ങളിൽ മേൽ തൂക്കിയിട്ടിരിക്കുന്ന ദുഃഖങ്ങൾ കാരണം മാറ്റി വെച്ചിരിക്കുന്ന തൂക്കിയിട്ടിരിക്കുന്ന ഈ
കിന്നരങ്ങളുണ്ടല്ലോ, അത് ഞാൻ തിരികെ എടുക്കുന്നില്ല എങ്കിൽ, അതിലൂടെ എൻ്റെ വിരലുകൾ നിനക്ക് വേണ്ടി പാടുവാനായിട്ട് ഓടുന്നില്ല എങ്കിൽ, അതിന് ഞാൻ മടിക്കുന്നുവെങ്കിൽ, പറഞ്ഞിരിക്കുകയാണ്, ഞാൻ നിന്നെ മറക്കുന്നുവെങ്കിൽ എൻ്റെ വലങ്കൈ മറന്നു പോകട്ടെ. ഇനി ഒരിക്കലും ഈ കിന്നരങ്ങൾ പിടിക്കാൻ കഴിയാതെ വണ്ണം എൻ്റെ കൈകൾ തളർന്നു പോകട്ടെ. ഞാൻ യെരുശലേമിനെ എൻ്റെ മുഖ്യ സന്തോഷത്തെക്കാളേറെ വിലമതിക്കാതെ പോയാൽ എൻ്റെ നാവ് അണ്ണാക്കോട് പറ്റിപ്പോകട്ടെ. ഒരു പാട്ട് പാടാൻ വേണ്ടി പറഞ്ഞല്ലോ, യഹോവയുടെ ഗീതം ഞാൻ പാടുവാൻ മടിക്കുന്നുവെങ്കിൽ, അവരുടെ മുമ്പിൽ ഒരുപക്ഷെ അവർക്ക് നിന്ദ്യമായിരിക്കാം യഹൂദ, കാരണം അവരുടെ ക്യാപ്റ്റീവ്സായിട്ട് വന്നിരിക്കുന്നവരാണ്, അവരുടെ അടിമപ്പാടിലുള്ള ജനമാണ്. അവിടെ യഹോവയുടെ പാട്ടുകൾ പാടുന്ന ഒരുപക്ഷെ അവർ നിന്ദിക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും ഞങ്ങൾ പാടും, കാരണം യെരുശലേമിനെ എൻ്റെ മുഖ്യ സന്തോഷത്തെക്കാളേറെ ഞാൻ വിലമതിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാമായി ഞാൻ ദൈവത്തെ കാണുന്നുണ്ട്. എനിക്ക് പറയാൻ പറ്റുമോ? ക്രൈസ്റ്റ് ഓൾ ഇൻ ഓൾ. എൻ്റെ ജീവിതത്തിലെ എല്ലാം ക്രിസ്തുവാണ്. എൻ്റെ ജീവിതത്തിൽ ദൈവം കഴിഞ്ഞ് മാത്രമേ മറ്റെന്തിന് സ്ഥാനമുള്ളൂ. എൻ്റെ മുഖ്യ സന്തോഷം ദൈവവും അവൻ്റെ രാജ്യവുമാണ്. ഞാൻ നിന്നെ മറക്കുന്നുവെങ്കിൽ, നിങ്ങളെ ഓരോരുത്തരെയും ആക്കി വെച്ചിരിക്കുന്ന ഇടങ്ങളിൽ, ജോലി സ്ഥാനങ്ങളിൽ, ബിസിനസ് നടത്തുന്ന സംരംഭങ്ങളിൽ, നമ്മളായിരിക്കുന്ന ഏതിടങ്ങളാവട്ടെ, അവിടെ ദൈവത്തെ മറന്നുപോയാൽ, ഇപ്പം ഏറ്റവും സ്കിൽഫുള്ളായിട്ട് കൈകൾ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, ഏറ്റവും സ്കിൽഫുള്ളായിട്ട് പിടിക്കുന്ന പെന്നുണ്ടല്ലോ, നല്ല സ്കിൽഫുള്ളായിട്ട് പിടിക്കുന്ന ആയുധങ്ങളുണ്ടല്ലോ, എക്യുപ്മെൻറ്റ്സ് ഉണ്ടല്ലോ, നല്ല സ്കിൽഫുള്ളായിട്ട് പിടിക്കുന്ന സിറിഞ്ച് ഉണ്ടല്ലോ, സ്റ്റെതസ്കോപ്പ് ഉണ്ടല്ലോ, എന്തുമായിക്കൊള്ളട്ടെ, അതിൻ്റെയൊക്കെ നൈപുണ്യം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. എൻ്റെ കരങ്ങൾക്ക് നൈപുണ്യം തരുന്നവൻ, എൻ്റെ കരങ്ങൾക്ക് കൈകളെ സ്കിൽഫുൾ ആക്കുന്നവൻ, യുദ്ധത്തിനായി എൻ്റെ കൈകളെയും പോരിനായി എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നവൻ, അവന് വേണ്ടി അവൻ്റെ പോരിനായി ഞാൻ കൈകൾ ഉയർത്തുന്നില്ല എങ്കിൽ, എൻ്റെ വിരലുകളെ ചലിപ്പിക്കുന്നില്ല എങ്കിൽ, എൻ്റെ കരങ്ങളിലും വിരലുകളിലും പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകവും ആ നൈപുണ്യവും നഷ്ടമാകുവാൻ സാധ്യതയുണ്ട്. അതിനുവേണ്ടിയാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്, അതിനുവേണ്ടിയാണ് എല്ലാം നൽകപ്പെട്ടിരിക്കുന്നത്. അതൊരു വിൽഫുൾ ഡിസിഷനാണ്. അത് ഞാൻ സ്വയമായി എടുക്കേണ്ട തീരുമാനമാണ്. ഒരിക്കലും ദൈവം നിർബന്ധിച്ചെടുപ്പിക്കില്ല അങ്ങനത്തെ തീരുമാനങ്ങളൊന്നും. സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഒരു കുഞ്ഞ് പോകണമെന്നുണ്ടെങ്കിൽ അപ്പനും അവൻ നിർബന്ധിച്ചുകൊണ്ട് പോവില്ല. അവൻ്റെ മേൽ അങ്ങനെ ഒരു വിളി ഉണ്ടെങ്കിൽ മാത്രമേ അവൻ പോവുകയുള്ളൂ. ദേവദാസന്മാരുടെ മക്കൾ എന്താണ് സുവിശേഷ വേലയ്ക്ക് പോകാമെന്ന് ക്രിട്ടിസൈസ് ചെയ്യേണ്ട. ദൈവം വിളിച്ചാലേ പോവുള്ളൂ. ദൈവത്തിന് വേണ്ടവരെ വിളിക്കും. അതുകൊണ്ട് ആ ദേവദാസനെ ശുശ്രൂഷ ചെറുതാകത്തില്ല. അതുകൊണ്ട് ആ കൊച്ചു മോശമാണെന്ന് നിങ്ങൾ മുദ്രയിടരുത്. അതൊക്കെ ദൈവത്തിൻ്റെ നിശ്ചയങ്ങളാണ്. അങ്ങനെ മക്കളും അപ്പനും ഒക്കെ ആയിട്ടുള്ള ചുരുക്കം കേസുകളെ ബൈബിളിലുള്ളൂ. ആലോചിച്ച് നോക്കിയേ, ഏത് പ്രവാചകൻ്റെ മക്കളാ പ്രവാചകനായ? അതൊന്നും കണക്കാക്കണ്ട. ദൈവം വിളിച്ചാൽ അവരെ വിടണം. നമ്മൾ ദൈവികമായ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും മക്കൾ ഇറങ്ങി തിരിച്ചാൽ മടി കൂടാതെ പൂർണ്ണ മനസ്സോടെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 കവളിൽ ഉമ്മ കൊടുത്ത് അവരെ പറഞ്ഞയക്കണം. അതാണ് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത്. എൻ്റെ ഏറ്റവും പ്രിയമായത് ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ എനിക്ക് മനസ്സെപ്പോഴും ഉണ്ടായിരിക്കണം. അവർ പോവുകയോ പോകാതിരിക്കുമോ എന്നുള്ളത് അവരുടെ ഇഷ്ടം. അതെനിക്ക് നിർബന്ധിക്കാൻ പറ്റില്ല. ദൈവവും അവരുമായിട്ടുള്ള കോൺട്രാക്റ്റാണ്, നിയമമാണ്, അവരുമായിട്ടുള്ള ഉടമ്പടിയാണ്. അതവർ തന്നെ ചെയ്യട്ടെ. ഇവിടെ പറയുകയാണ്, എൻ്റെ ഏറ്റവും പ്രിയമായതിനെയെല്ലാം നഷ്ടമാക്കാൻ ഒരുക്കമാണ് ഞാൻ. യെരുശലേമാണ് എൻ്റെ മഹാസന്തോഷം എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് എനിക്ക് ചിന്തകളില്ല, അതിനപ്പുറത്തേക്ക് എനിക്ക് ആഗ്രഹങ്ങളില്ല. അവസാനത്തെ 1-2 വാക്കുകൾ വായിച്ച് എൻ്റെ വാക്കുകൾ വേഗം അവസാനിപ്പിക്കാം. എസ്തേറിൻ്റെ പുസ്തകത്തിലെ ഇതുപോലൊരു സിറ്റുവേഷൻ നമുക്കെല്ലാം അറിയാവുന്നതാണ്. എസ്തേർ രാജസ്ഥാനത്തേക്ക് കടന്നു പോവുകയാണ്. അവളെ മൊർദെഖായി ഒരു കാര്യം പറഞ്ഞറിയിക്കുന്നുണ്ട്, യഹൂദൻ്റെ നാശം എടുത്തിരിക്കുകയാണ്, പ്രശ്നങ്ങൾ മുൻപിലുണ്ട്. ആ വാക്യം മാത്രം നമുക്കൊന്ന് വായിക്കാം. 4-ാം അധ്യായത്തിന് 13-14 വാക്യങ്ങൾ. എസ്തേർ 4:13-14. മൊർദെഖായി എസ്തേറിനോട് മറുപടി പറയാൻ കൽപ്പിച്ചത്, നീ രാജധാനിയിൽ ഇരിക്കിയാൽ എല്ലാ യഹൂദന്മാരിലും വെച്ച് രക്ഷപ്പെട്ടുകൊള്ളുമെന്ന് നീ വിചാരിക്കേണ്ട. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരിടത്ത് നിന്ന് രക്ഷയും ഉദ്ധാനവും ഉണ്ടാകും. ഞാൻ കൊടുത്തില്ലെങ്കിൽ ദൈവരാജ്യം പണിയപ്പെടില്ല എന്ന് ചിന്തിക്കേണ്ട. എന്തെങ്കിലും കൊടുത്തിട്ട് അഹങ്കരിക്കുകയും വേണ്ട. നീ രാജസ്ഥാനത്തിരിക്കിയാൽ മറ്റ് എല്ലാ യഹൂദന്മാരെക്കാളും ഭാഗ്യവതിയാണെന്ന് ചിന്തിക്കേണ്ട, രക്ഷപ്പെടാമെന്നും കരുതണ്ട. കാരണം എന്താണ്? മൊർദെഖായിക്ക് നന്നായിട്ട് അറിയാം, മോളെ നീ യഹൂദ സ്ത്രീയാണെന്നുള്ളത് നിൻ്റെ കൊട്ടാരത്തിൽ എല്ലാവർക്കും അറിയാം. നീ രക്ഷപ്പെടില്ല. നീ അങ്ങനെ മിണ്ടാതിരിക്കണം. അവൾ മിണ്ടാതിരിക്കാൻ തീരുമാനിച്ചിട്ടൊന്നുമില്ല, എങ്കിലും ഒരു മുന്നറിയിപ്പ് കൊടുത്ത്. അവൾ നല്ല പെൺകുട്ടിയാണ്. അവളെക്കുറിച്ചൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ വാദോരാ നമുക്ക് സംസാരിക്കാനുണ്ട്. യഹൂദന് മറ്റൊരിടത്ത് നിന്ന്
രക്ഷയും ഉത്ഥാനവും ഉണ്ടാകും. ദൈവം തൻ്റെ ജനത്തെ കൈവിടില്ല. ദൈവം തൻ്റെ രാജ്യത്തിൻ്റെ പണി നിർത്തിവെക്കുകയുമില്ല. എന്നാൽ നീയും നിൻ്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ള ഒരു കാലത്തിനായല്ലോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്. ആർക്കറിയാം? ആ ചോദ്യം ഭയങ്കരമാണ്. ഒറ്റൊരു ചോദ്യമാണ്, നിനക്കറിയാമെങ്കിൽ അറിഞ്ഞോ, ഇല്ലെങ്കിൽ നീ അറിയണ്ടെന്ന്. ഞാനും നീയും ഇന്ന് അലങ്കരിക്കുന്ന ഏത് പൊസിഷനും, യു നെയിം ഇറ്റ്, ദൈവരാജ്യത്തിന് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്നതാണെന്ന്. ഇങ്ങനെയൊരു കാലത്തിനായിട്ടല്ലോ നീ രാജസ്ഥാനത്തായിരിക്കുന്നത്. ഇങ്ങനെയൊരു സമയത്തിനായിട്ടല്ലോ നിങ്ങൾ ഇന്ന് എൻജോയ് ചെയ്യുന്ന കംഫർട്ട്സ് ദൈവം തന്നിരിക്കുന്നത്. ദൈവം കംഫർട്ട്സിനെതിരല്ല. കംഫർട്ടബിളായിട്ട് ട്രാവൽ ചെയ്യുന്നതിനോ കംഫർട്ടബിളായിട്ട് ജീവിക്കുന്നതിനോ ഒന്നും കർത്താവ് എതിരല്ല. പക്ഷേ അതൊന്നും പ്രൈം പ്രയോറിറ്റി ആയിട്ട് മാറരുത്. അതിനുവേണ്ടി ആവരുത് ജീവിതം. ഏത് നിലയിലുള്ള വ്യക്തികളായിക്കൊള്ളട്ടെ, ഏത് ജീവിത നിലവാരത്തിലുള്ള വ്യക്തികളായിക്കൊള്ളട്ടെ, നിങ്ങളായിരിക്കുന്ന നിലവാരത്തിൽ നിങ്ങളെ ആക്കിയിരിക്കുന്നത് ദൈവത്തിന് വേണ്ടി ഇടം വലം നോക്കാതെ നിൽക്കുവാൻ വേണ്ടിയാണ്. 41-ാം സങ്കീർത്തനത്തിലെ ഒരു വേദഭാഗം, വളരെ ശക്തമായൊരു വേദഭാഗമുണ്ട്. 43-ാം സങ്കീർത്തനത്തിൻ്റെ 3 നല്ല വാക്യങ്ങൾ, അതും എന്നെ ചിന്തിപ്പിച്ചിട്ടുള്ള വാക്യങ്ങൾ. അത് വായിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. 43-ാം സങ്കീർത്തനത്തിൻ്റെ 3 നല്ല വാക്യങ്ങൾ. നിന്റെ പ്രകാശവും സത്യവും അയച്ചു തരണമേ, അവ എന്നെ നടത്തുമാറാകട്ടെ. നിന്റെ വിശുദ്ധ പർവ്വതത്തിലേക്കും തിരുനിവാസത്തിലേക്കും അവ എന്നെ എത്തിക്കുമാറാകട്ടെ. ഞാൻ ദൈവത്തിന്റെ പീഠത്തിങ്കിലേക്ക്, എൻ്റെ പരമാനന്ദമായ ദൈവത്തിങ്കിലേക്ക് ചെല്ലും. മതി. നിന്റെ പ്രകാശവും സത്യവും അയച്ചു തരണമേ, അവ എന്നെ നടത്തുമാറാകട്ടെ. നിന്റെ വിശുദ്ധ പർവ്വതത്തിലേക്കും തിരുനിവാസത്തിലേക്കും അവ എന്നെ എത്തിക്കുമാറാകട്ടെ. ഞാൻ ദൈവത്തിൻ്റെ പീഠത്തിങ്കിലേക്ക്, എൻ്റെ പരമാനന്ദമായ ദൈവത്തിങ്കിലേക്ക് ചെല്ലും. ഈ വാക്യവും എന്നെ ഭയങ്കരമായിട്ട് എപ്പോഴും പിടിച്ചു കുലുക്കുന്നൊരു വാക്യമാണ്. ഒരു മാസത്തെ ഒരു പ്രാവശ്യമെങ്കിലും ഈ വാക്യം ഞാൻ ഏതെങ്കിലും മീറ്റിംഗ് പ്രസംഗിക്കും. നിൻ്റെ പ്രകാശവും സത്യവും നീ എനിക്ക് അയച്ചു തരണം. യു ഷുഡ് ഗൈഡ് മീ, യു മസ്റ്റ് ഗൈഡ് മീ. നീ എന്നെ നയിക്കണം നിൻ്റെ പർവ്വതം വരെ എത്താനായിട്ട്, നിൻ്റെ വിശുദ്ധ മന്ദിരം വരെ എത്താനായിട്ട്. നീതിയുള്ള പാതകളിലൂടെ അങ്ങനെ നടത്തണം തിരുസന്നിധിയിലേക്ക്. നീ എന്നെ കൊണ്ടുപോകണം നിൻ്റെ വചനത്തിൻ്റെ അടുത്തേക്ക്. പക്ഷെ അടുത്തത് ഞാൻ, ഇനി ദൈവമല്ല, ഞാൻ ദൈവത്തിൻ്റെ പീഠത്തിങ്കിലേക്ക്, എൻ്റെ പരമാനന്ദമായ ദൈവത്തിങ്കിലേക്ക് ചെല്ലും. വചനവുമായിട്ടുള്ള ഏറ്റവും അടുത്തുള്ള നമ്മളുടെ ഇടപാടുകളിൽ, വചനവുമായിട്ടുള്ള നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഇടപഴകലുകളിൽ ഞാൻ തിരിച്ചറിയുകയാണ്, ഐ ഹാവ് ടു ടേക്ക് എ പേഴ്സണൽ ഡിസിഷൻ ടു ഗോ ടു ദ ഓൾട്ടർ ഓഫ് ഗോഡ്, ടു മൈ ഗോഡ് മൈ എക്സീഡിങ് ജോയ്. അതെൻ്റെ തീരുമാനമാണ്. അവൻ്റെ യാഗപീഠത്തിങ്കിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ മാനുഷികമായി ബുദ്ധിമുട്ടാണ്. അവിടെ എനിക്ക് നേടിക്കൊണ്ടുപോരുവാനായിട്ടൊന്നുമില്ല, അവിടെ നഷ്ടമാക്കുവാൻ മാത്രമേ ഉള്ളൂ. പൗലോസ് പറയുമ്പോൾ ഒരു കടമ്പയും കൂടെ കടത്തി പറയുകയാണ്, ഒരു പടിയും കൂടെ കടത്തി പറയുകയാണ്, ഞാൻ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുകയാണ്. കേവലം ഒരു ദഹനയാഗമല്ല, ഒരു ഭോജനയാഗമല്ല, ഒരു അകൃത്യയാഗമല്ല, ഒരു പാനീയയാഗമായി ഞാൻ ഒഴിക്കപ്പെടുകയാണ്. അതിൻ്റെ അർത്ഥം ഒന്നും ബാക്കി വയ്ക്കാതെ ഇല്ലായ്മയായി തീരുവാൻ ഞാൻ അർപ്പിക്കുകയാണ്. അതാണ് ഇവിടെ പറയുന്നത്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ പീഠത്തിങ്കിലേക്ക്, എൻ്റെ പരമാനന്ദമായ ദൈവത്തിങ്കിലേക്ക് ചെല്ലും. കാരണം വചനത്തോടുള്ള സാമീപ്യം എന്നെ ഒരു പുതിയ തിരിച്ചറിവിലേക്ക് കൊണ്ടുവരികയാണ്. അവൻ എൻ്റെ പരമാനന്ദമാണ്, അവൻ എൻ്റെ എക്സീഡിങ് ജോയിയാണ്. എൻ്റെ വാക്കുകളുടെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ആനന്ദത്തിൻ്റെ ആഴക്കടലാണ് എൻ്റെ ദൈവം. അതുകൊണ്ട് അവൻ്റെ യാഗപീഠത്തിൽ എരിഞ്ഞടങ്ങുവാനും അവൻ്റെ യാഗപീഠത്തിൽ ഇല്ലാതെയായി തീരുവാനും ഞാൻ ഒരുക്കമാണ്. എനിക്കുള്ളതെല്ലാമായിട്ട് ദൈവമേ, ഇനി നീയല്ല, ഞാനാണ് വരുന്നത്. അതെൻ്റെ തീരുമാനമാണ്. നീ നിർബന്ധിച്ചിട്ടല്ല, നീ എന്നെ ഫോഴ്സ് ചെയ്തിട്ടല്ല. ഞാൻ വിളിച്ചു പറയുകയാണ്, ഞാൻ പുറകിലേക്ക് പോകാൻ സാധ്യതകളുണ്ട്. യാഗപീഠത്തിൻ്റെ കൊമ്പുകളോളം യാഗപശുവിനെ കയർ കൊണ്ട് കെട്ടുവിൻ, ഞാൻ ഓടിപ്പോകാൻ സാധ്യതയുണ്ട്. എൻ്റെ മനസ്സാഗ്രഹമുണ്ടെങ്കിലും നിന്റെ വചനത്തിലേക്ക് എന്നെ പിടിച്ചാകർഷിക്കണമേ. ഞാനിതാ വരികയാണ്, ഒന്നുമില്ലാതെ പാനീയമായി ഒഴിക്കപ്പെടുവാൻ തിരുവിഷ്ടത്തിനായി ഞാനും എൻ്റെ കുടുംബവും, എനിക്കുള്ളതെല്ലാം തിരുവിഷ്ടത്തിനായി, അതിനായി മാത്രം ഞാൻ എന്നെ സമർപ്പിക്കുകയാണ്. അൺകണ്ടീഷണൽ സറണ്ടർ, അൺകണ്ടീഷണൽ ഒബീഡിയൻസ്, അതിലെല്ലാം ഉണ്ട്. അതിനോട് ചേർന്ന് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രൊവിഷൻസും ഉണ്ട്.
എൻ്റെ ശരീരത്തിങ്കൽ ക്രിസ്തു ജീവനാലാകട്ടെ മരണത്താലാകട്ടെ ഇപ്പോഴെന്ന പോലെ എപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. ഞാൻ വഞ്ചനയുള്ളവരില്ലായി മാറിപ്പോകയില്ല. നീ എടുത്തുയർത്തുമ്പോൾ എൻ്റെ സർവ്വവീര്യത്തോടും കൂടെ ഞാൻ നിനക്കായി നിൽക്കും. നീ നൽകിയതെല്ലാം തിരുക്കരങ്ങളിൽ ഞാൻ വെച്ച് ഞാൻ ജീവിക്കും. ഞാൻ നിന്നെ മറന്നു കളയുകയില്ല. കർത്താവേ, അങ്ങൻ്റെ മുഖ്യ സന്തോഷമായിരിക്കും. ഞാൻ അങ്ങയുടെ പീഠത്തിങ്കിലേക്ക് അൺകണ്ടീഷണലായി കടന്നു വരും. കാരണം നീ എൻ്റെ എക്സീഡിങ് ജോയിയാണ്, എൻ്റെ പരമാനന്ദമാണ്. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഉയർത്താം. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ തിരുമുഖത്തേക്ക് നോക്കി അങ്ങേക്ക് നന്ദി പറയുന്നു. അയോഗ്യരായ ഞങ്ങളെ പ്രിയമക്കളായി എണ്ണിയ അങ്ങയുടെ മഹാസ്നേഹത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും ഞങ്ങൾക്ക് യോഗ്യതയില്ല. ഞങ്ങൾ നേരത്തെ പാടിയതുപോലെ കൃപ മാത്രമാണ്, യാതൊരു മെറിറ്റ്സും ഇല്ലാതിരിക്കുമ്പോൾ ഞങ്ങളുടെ മേൽ പകർന്ന ഫേവറാണ്. നിൻ്റെ യാഗപീഠത്തിലേക്ക് പോകുവാൻ കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിൽ തിടുക്കമുണ്ടെങ്കിലും ഞങ്ങളുടെ മാനുഷികമായ സാഹചര്യങ്ങളിൽ പലപ്പോഴും പുറകോട്ട് വലിക്കുന്ന അനേക ശക്തികളുണ്ട്. എങ്കിലും ആഗ്രഹത്തോടെ ഞങ്ങൾ പറയുന്നു, ഞങ്ങളുടെ ദൈവത്തിൻ്റെ പീഠത്തിങ്കിലേക്ക്, ഞങ്ങളുടെ പരമാനന്ദമായ ദൈവത്തിങ്കിലേക്ക് ചെല്ലും. നിനക്കായി നീ ആഗ്രഹിക്കുന്നത് പോലെ നിൻ്റെ യാഗപീഠത്തിൽ എരിയുവാൻ ഉപാധികളില്ലാതെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഒരുമിച്ച് കർത്താവ് അനുഗ്രഹിക്കണമേ. തിരുനാമ മഹത്വത്തിനായി ഞങ്ങളെ തീർക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു തമ്പുരാന്റെ നാമത്തിൽ തന്നെ ആമേൻ. നല്ല ദൈവമേ, ഞങ്ങളെല്ലാവരെയും നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടണമേ. നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടണമേ. പച്ചമേച്ചിലിൽ ഞങ്ങൾ മേഞ്ഞിടുവാനാ, പച്ചമേച്ചിലിൽ ഞങ്ങൾ മേഞ്ഞിടുവാനാ, മെച്ചമായ ആഹാരത്തെ നീ നൽകിടണമേ. മെച്ചമായ ആഹാരത്തെ നീ നൽകിടണമേ. അന്ധകാരമാമി
പ്രിയപുത്രനും സാദരം സ്തുതി സ്തോത്രമെന്നു ചൊല്ലുന്നേ. സാദരം സ്തുതി സ്തോത്രമെന്നും ചൊല്ലുന്നേ. നല്ല ദേവനേ ഞങ്ങളെല്ലാവരെയും, നല്ല ദേവനേ ഞങ്ങളെല്ലാവരെയും നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ. നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ. നല്ല ദേവനേ ഞങ്ങളെല്ലാവരെയും, നല്ല ദേവനേ ഞങ്ങൾ എല്ലാവരെയും നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ. നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവശബ്ദം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. നമ്മളുടെ പ്രാർത്ഥനകൾ, നമ്മളുടെ വിഷയങ്ങൾ നന്നായി അറിയാവുന്ന ദൈവം, ഹല്ലേലൂയ. നമ്മൾ ചോദിക്കുന്നതിന് മുമ്പേ നമ്മളുടെ വിഷയങ്ങളെ നന്നായി അറിയാവുന്ന ദൈവത്തിൻ്റെ സന്നിധിയാണ് നമ്മളായിരിക്കുന്നത്. ഹല്ലേലൂയ. വളരെ ഒരു